ഇന്നത്തെ പ്രസംഗത്തിൽ ബൈബിൾ മാത്രമല്ല എന്റെ പക്കലുള്ളത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പി കൂടിയാണ്. അത് ഇന്ത്യൻ ഭരണഘടന MVP എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആ പതിപ്പ് കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജുഡീഷ്യൽ അക്കാദമിയിൽ തന്നെ വാങ്ങിയ ഇന്ത്യൻ ഭരണഘടനയുടെ ശ്രീ ചതുർവേദി ഒപ്പിട്ട അന്നത്തെ നിയമ വ്യവഹാര സെക്രട്ടറി ഒപ്പിട്ട ആ പുസ്തകം തന്നെ വാങ്ങണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഒരു പോർഷൻ ഇംഗ്ലീഷും അടുത്ത പോർഷൻ മലയാളവുമാണ്. അതിൽ 25ാമത്തെ ആർട്ടിക്കിൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ പ്രസംഗം, നിങ്ങളുടെ മതപ്രചരണം 3 കാര്യങ്ങൾക്ക് വിരുദ്ധമായി തീരരുത്. ഒന്ന് പബ്ലിക് ഓർഡർ എന്ന് പറയും. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ അങ്ങനെ വന്നാൽ ആ പബ്ലിക് ഓർഡറിനെ ഹനിച്ചാൽ അവർക്ക് ഇടപെടാൻ അവകാശമുണ്ട്. രണ്ടാമത്തെ കാര്യം പബ്ലിക് മൊറാലിറ്റി എന്നാണ്. പൊതുജനങ്ങളുടെ ധാർമ്മികതയെ ആ മതവും ആ പ്രസംഗവും ദോഷകരമായി ബാധിക്കരുത്. മൂന്നാമത്തെ കാര്യം പബ്ലിക് ഹെൽത്ത് ആണ്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ അതൊരു തരത്തിലും ബാധിക്കരുത്. ഈ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഉള്ളടക്കങ്ങളെ ഉലകത്തോട് പ്രസംഗിക്കാൻ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാമത്തെ കാരണം ഭരണഘടനയാണ് എന്ന് പറയാനുള്ള എന്റെ അവകാശത്തെ ഞാൻ ആർക്കും അടിയറ വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യങ്ങൾ പറയുന്നത് ആരോടും പിണങ്ങിയല്ല, ആധികാരികമായി പറയുന്നു എന്ന് മാത്രം. ഇനി ഈ സുവിശേഷകർ ഇന്ത്യ മഹാരാജ്യത്തോട് എന്ത് ചെയ്തു എന്നാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. അത് സംബന്ധിച്ചും ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ വിദേശികളോട് കണ്ട് ഒട്ടി നിന്നു, വിദേശികൾക്ക് വേണ്ടി എന്തൊക്കെയോ വിടുപണി ചെയ്തു, വിദേശികളുടെ പക്ഷത്തു നിന്നോ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും നമ്മുടെ ഒന്നും പങ്കാളിത്തമില്ല. ഒന്നാമതേ സംഘികൾ ചരിത്രം വായിക്കാറില്ല, അതാണ് അവരുടെ ഏറ്റവും വലിയ ഗതികേട്. അതുകൊണ്ട് നിങ്ങൾ ചരിത്രം വായിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് ചരിത്രം പഠിപ്പിക്കേണ്ടി വരും. ആ ചരിത്രം പഠിക്കുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന ചില ഭവിഷ്യത്തുകൾ, നിങ്ങളിവിടെ കെട്ടിപ്പൊക്കിയ ചില നിഗൂഢതകളുടെ കോട്ടകളൊക്കെ ഇടിഞ്ഞു പോകും. അത് ബോധ്യപ്പെടുത്താനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഞാൻ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ച് സംസാരിക്കുകയാണ്. കണക്കിന് സുവിശേഷകർ ഇന്ത്യയിലെ പല ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മറ്റൊരു ഉദാഹരണം കൂടി കണ്ടത് കേരളത്തിലെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി എന്ന പ്രസിദ്ധമായ സ്ഥലത്ത് ഒരു വാഹനത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്യാൻ പോയ ഒരു സുവിശേഷകനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെ അടിക്കുകയും തദനന്തരം കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ പിടിച്ചാൽ വിഷയമൊന്നുമില്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണമെന്ന് കാർക്കശ്യ ബുദ്ധിയോടെ പറയുകയും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗരന്മാർ എന്ന നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുള്ള 2 സ്ഥലങ്ങളേ ഉള്ളൂ. അതൊന്ന് ബഹുമാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങളോടാണ്. അതും നിയമപരമായി ചോദിച്ചിരിക്കണം, അതും മാന്യമായി ചോദിച്ചിരിക്കണം. ചോദ്യം ചെയ്യപ്പെടുന്ന ആളിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും കോട്ടം വരാത്ത വിധത്തിൽ ചോദ്യം ചോദിക്കുന്ന പോലീസ് അധികാരികളോടും കോടതിക്ക് മുമ്പാകെ അല്ലാതെ യാതൊരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനുള്ള ബാധ്യത നമുക്കാർക്കും ഇല്ല എന്നുള്ളൊരു സത്യം പോലും അറിയാതെ അതിദാരുണമായി ആ മനുഷ്യനെ പീഡിപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയ എന്നൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, ഇതുവഴി ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു അവിടെ നടക്കുന്നത് എന്ന് സാമാന്യനെ ചിന്തിക്കാൻ നമുക്കിന്ന് സാധിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ചിന്തിച്ചു വശായതുപോലെ ഇതേതെങ്കിലും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മാത്രം നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതാ ഒരു നേരിയ ബലം കൈവരിക്കപ്പെട്ട ഘട്ടത്തിൽ അവരിതാ രാജ്യത്തെ മുഴുവൻ ഒറ്റയടിക്ക് അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്കാണ് ആധിപത്യമെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിശക്തമായി പ്രതികരിക്കുന്ന, നിയമം കയ്യിലെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ മീറ്റിംഗിന്റെ വ്യത്യാസം, ഇതൊരു സുവിശേഷ പ്രസംഗമോ ആധ്യാത്മിക ചിന്തകളെ കുറിച്ചുള്ള വിശകലനമോ അല്ല, മറിച്ച് ഇന്ത്യ എന്ന ഈ മഹത്തരമായ രാജ്യത്തിൽ തുല്യതയും സമത്വവും സാഹോദര്യമൊക്കെ വിളംബരം ചെയ്യേണ്ട ഒരു നാട്ടിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില മൂല്യാധിഷ്ഠിതമല്ലാത്ത പ്രവണതകളെപ്പറ്റി ചില വസ്തുതകളൊന്ന് ബോധ്യപ്പെടുത്തുക എന്നതിനു വേണ്ടിയാണ് ഈ സമ്മേളനം. ഈ സമ്മേളനത്തിൽ സാഗൂതം ഞങ്ങളെ വീക്ഷിക്കുന്ന വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, നമുക്കും ഈ രാജ്യത്തിനും സംരക്ഷണം നൽകേണ്ടതിനു വേണ്ടി സന്നിഹിതരായ പോലീസ് അധികാരികൾ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരെയും ഞങ്ങളുടെ ഉള്ളടക്കത്തിലേക്ക്, ഞങ്ങളുടെ വിശകലനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എങ്കിൽ നിക്ഷിപ്തമായ ആ കർത്തവ്യത്തിലേക്ക് ഇതര മുഖവുരൽ കൂടാതെ കടക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്ന ഏറ്റവും വേദനാജനകമായ പ്രവണതയെപ്പറ്റി പ്രത്യേകിച്ച് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഛത്തീസ്ഗഡിൽ മലയാളികളായ 2 കന്യാസ്ത്രീകൾ അതിദാരുണമായ വിധത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും കേട്ടുകേൾവിയില്ലാത്ത വിധം അവരുടെ മേൽ ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തി
ഭരണകൂടം ജയിലിലടക്കുകയും അതുപോലെ തന്നെ ദീർഘമായ 9 ദിവസങ്ങൾ പരിമിതമായ ജയിലിൻ്റെ ഉള്ളിലെ കാലാവസ്ഥയിലും ജീവിത സാഹചര്യങ്ങളിലും കഷ്ടപ്പെടുകയും ഒടുക്കം സെഷൻസ് കോടതി ജാമ്യ അപേക്ഷ നിരസിച്ച് തദനന്തരം ഛത്തീസ്ഗഡിലെ ഹൈക്കോടതി അവർക്ക് ജാമ്യം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ജാമ്യം ഞങ്ങളാണ് നേടിത്തന്നത് എന്ന രൂപേണ അതിൻ്റെ അധികാരികളാകാൻ ശ്രമിക്കുന്ന നിരവധി ആളുകളെയും അവരുടെ പ്രവണതകളെയും നമ്മൾ കണ്ടു. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കെ തന്നെ അധികം താമസമില്ലാതെ രാജസ്ഥാനിൽ സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന തോമസ് ജോർജ് എന്നു പേരായ കട്ടപ്പന സ്വദേശിയായ ഒരു അസംബ്ലി സങ്കോട് ശുശ്രൂഷകന്റെ സഭാഹാളിനുള്ളിലേക്ക് കടന്നു കയറി JCB കൊണ്ട് അവിടെ ഉഴുതുമറിച്ച് ആ സ്ഥലം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന രൂപേണ കൈയടക്കാൻ ശ്രമിക്കുകയും നിർബന്ധിത മതപരിവർത്തന കുറ്റം ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തിനും ജാമ്യമില്ലാത്ത വകുപ്പുകളനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നിമിഷം വരെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചത്. ഈ യാത്രാമധ്യം മാത്രമാണ് എനിക്ക് ആ കേസിൻ്റെ FIR-ൻ്റെ പകർപ്പ് ലഭിച്ചിട്ടുള്ളത്. വിശദമായി അത് പഠിക്കുകയും ഏതെല്ലാം വകുപ്പുകളാണ് അതിൽ ചുമത്തുകയും ചെയ്തത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ പിന്നാലെ ഒരു വീഡിയോ ചെയ്ത് അത് ബോധ്യപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ്. ഇതോടൊപ്പം തന്നെ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മീരയെയും അറസ്റ്റ് ചെയ്യുന്ന സമയം നിങ്ങൾ കണ്ടതാണ്. എല്ലാത്തരം നിയമവാഴ്ചയും അപ്രസക്തമാക്കിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ വെച്ച് അവിടെ കൂടി വന്നിരിക്കുന്ന ആളുകളുടെ കരണത്തടിക്കുകയും ഏറ്റവും മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിക്കുകയും നാളെയും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആവർത്തിക്കുമെന്ന് പറയുകയും അത് കേവലമായ ഒരു ആക്രമണമായിരിക്കുകയില്ലെന്നും പ്രാണനെ നഷ്ടപ്പെടുത്തും വിധം ഞങ്ങൾ ഇടപെടുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൽ 1860 മുതൽ നിലനിൽക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം പിൽക്കാലത്ത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ നാം അടുത്ത കാലത്ത് അല്പസ്വല്പം മാറ്റങ്ങൾക്ക് വിധേയമായി നൂറ്റാണ്ടുകളെ ചരിത്രമുള്ള നിയമവാഴ്ചയുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ജ്യോതി ശർമ്മയെ പോലെ ഒരാൾക്ക് അവിടെയുള്ള പോലീസ് അധികാരികളെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ അഴിഞ്ഞാടാൻ സാധിക്കുന്നതെന്ന് പഠിക്കണം. പോലീസിന് സ്വന്തമായി ഒരു സുവോമോട്ടോ കേസെടുക്കാനുള്ളതേ ഉള്ളൂ. ആ കേസ് പോലും ഞാൻ ഈ പ്രസംഗിക സമയത്ത് ചാർജ് ചെയ്തിട്ടില്ല. പ്രാഥമികമായ ഒരു കേസ് പോലും എടുക്കാതെ ഇത്രയും കൊടിയ ക്രിമിനൽ കുറ്റത്തെ വെച്ചു പൊറിപ്പിക്കുന്ന ഛത്തീസ്ഗഡ് ഭരണകൂടത്തിന്റെ ആ നയത്തെ അത് ഞാൻ പോലീസ് അധികാരികളെ കുറ്റം പറയുകയല്ല. അവർക്കതിൽ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. നിയമം നന്നായി പഠിച്ച പോലീസ് ഓഫീസേഴ്സാണ് അവരും. പക്ഷേ സംഭവിക്കുന്നത് ഇത്തരം കേസുകൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കേരളത്തിലെ അവസ്ഥയൊന്നുമല്ല, അല്ലെങ്കിൽ കർണാടകയിലോ കേരളത്തിലോ തമിഴ്നാട്ടിലോ നമ്മുടെ പോലീസ് അധികാരികൾ കാണിക്കുന്ന ആത്മാർത്ഥതയും അതല്ലെങ്കിൽ ഉത്തരവാദിത്വ ബോധവും ഛത്തീസ്ഗഡിലെ പോലീസിന് ഇല്ലാഞ്ഞിട്ടുമല്ല. മറിച്ച് അവരെ പരിരക്ഷിക്കേണ്ട ഭരണകൂടം ഇവർക്ക് നൽകിക്കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് മാത്രം തങ്ങളുടെ മനസാക്ഷിയെ ലംഘിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള സമീപനങ്ങൾ എടുക്കാൻ ബാധ്യസ്ഥരായി തീരുന്ന വിധത്തിലേക്ക് ഒരു ഭരണ സംവിധാനം അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണം കാണാൻ. ഇനിയും നിരവധി പ്രവണതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആയിരക്കണക്കിന് സുവിശേഷകർ ഇന്ത്യയിലെ പല ജയിലുകളിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മറ്റൊരു ഉദാഹരണം കൂടി കണ്ടത് കേരളത്തിലെ വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി എന്ന പ്രസിദ്ധമായ സ്ഥലത്ത് ഒരു വാഹനത്തിൽ ലഘുലേഖകൾ വിതരണം ചെയ്യാൻ പോയ ഒരു സുവിശേഷകനെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിനെ അടിക്കുകയും തദനന്തരം കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ പിടിച്ചാൽ വിഷയമൊന്നുമില്ല, നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരണമെന്ന് കാർക്കശ്യ ബുദ്ധിയോടെ പറയുകയും ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പൗരന്മാർ എന്ന നിലയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് ബാധ്യതയുള്ള 2 സ്ഥലങ്ങളേ ഉള്ളൂ. അതൊന്ന് ബഹുമാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിക്കുന്ന ചോദ്യങ്ങളോടാണ്. അതും നിയമപരമായി ചോദിച്ചിരിക്കണം, അതും മാന്യമായി ചോദിച്ചിരിക്കണം. ചോദ്യം ചെയ്യപ്പെടുന്ന ആളിന്റെ അന്തസ്സിനും ആഭിജാത്യത്തിനും കോട്ടം വരാത്ത വിധത്തിൽ ചോദ്യം ചോദിക്കുന്ന പോലീസ് അധികാരികളോടും കോടതിക്ക് മുമ്പാകെ അല്ലാതെ യാതൊരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനുള്ള ബാധ്യത നമുക്കാർക്കും ഇല്ല എന്നുള്ളൊരു സത്യം പോലും അറിയാതെ അതിദാരുണമായി ആ മനുഷ്യനെ പീഡിപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയ എന്നൊരു സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ, ഇതുവഴി ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു അവിടെ നടക്കുന്നത് എന്ന് സാമാന്യനെ ചിന്തിക്കാൻ നമുക്കിന്ന് സാധിക്കും. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ചിന്തിച്ചു വശായതുപോലെ ഇത് ഏതെങ്കിലും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മാത്രം നടക്കുന്ന
ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതാ ഒരു നേരിയ ബലം കൈവരിക്കപ്പെട്ട ഘട്ടത്തിൽ അവരിതാ രാജ്യത്തെ മുഴുവൻ ഒറ്റയടിക്ക് അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ എല്ലാ മേഖലകളിലും ഞങ്ങൾക്കാണ് ആധിപത്യമെന്ന് വരുത്തി തീർത്തുകൊണ്ട് അതിശക്തമായി പ്രതികരിക്കുന്ന നിയമം കയ്യിലെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഈ വസ്തുതകൾ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല കേരളത്തിലെ BJPക്ക് ഞാൻ പറയുന്നത് അവരെ എതിർക്കുമെന്ന് കരുതുന്നില്ല. മാത്രമല്ല അവർ കൂടി ഈ മീറ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. എന്തുകൊണ്ടാണ് അവർ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ നിലപാട് വസ്തുതാപരമല്ല എന്ന് പറയേണ്ടി വരും. അവർ തന്നെ പറയുന്നു ഞങ്ങളാണ് ഈ കന്യാസ്ത്രീകളെ ജാമ്യത്തിൽ ഇറക്കിയത്. അവർ തന്നെ പറയുന്നു ഞങ്ങളാണ് ഇതിനു വേണ്ടി പണിയെടുത്തത്. ഞങ്ങളാണ് പണിയെടുത്തതെന്ന് പറയുന്നതിൽ ഏറ്റവും മുൻപ് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട രാജീവ് ചന്ദ്രശേഖർജിയാണ്. ആ ചന്ദ്രശേഖർജി അതൊക്കെ ചെയ്തു എന്ന് കരുതിക്കൊണ്ട് ചില സഭാവിഭാഗങ്ങളുടെ മേധാവികൾ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാകുന്ന മാരാർജി ഭവനിൽ ചെല്ലുകയും കേക്ക് മുറിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കണ്ടു. അതെന്തുമായിക്കൊള്ളട്ടെ, അങ്ങനെയെങ്കിൽ അവർ മറ്റൊന്നുകൂടി പറയുന്നു. ചന്ദ്രശേഖർജിയുടെ വാക്കുകൾ കേട്ടാൽ അദ്ദേഹം പറയുകയാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റിന് തെറ്റുപറ്റിയിട്ടുണ്ട്, അവിടുത്തെ പോലീസിന് തെറ്റുപറ്റിയിട്ടുണ്ട്. കാരണം ഈ കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്തുകാരല്ല. ആ കന്യാസ്ത്രീകൾ നല്ല നല്ല മനുഷ്യരാണ്, നല്ല നല്ല ആളുകളാണ്. അവർക്ക് മതപരിവർത്തന ശ്രമങ്ങളില്ല. ആ കൂടെ ചന്ദ്രശേഖർജി മറ്റൊന്നുകൂടി പറയുന്നുണ്ട്, ആരാണ് ഈ മതപരിവർത്തനം നടത്തുന്നത് അറിയണ്ടേ? അതൊരു പറ്റം പെന്തക്കോസ്റ്റുകാരാണ്. അവരൊഴിച്ചാരും ഇവിടെ മതപരിവർത്തനം നടത്തുന്നില്ല. അങ്ങനെ ഈ നടന്ന സംഭവങ്ങൾ ക്ലീൻ ചിറ്റ് നൽകുകയും ഈ കന്യാസികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ പിന്തുണ ഞങ്ങളും ഇവിടെ കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ട BJPയുടെ നേതാക്കൾ ആരും പ്രകോപിതരാകേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളും ഞങ്ങളും ഈ സ്റ്റാൻഡ് ഒന്നാണെങ്കിൽ പിന്നെ എന്താണ് പ്രകോപിതരാകേണ്ടത്? നിങ്ങൾക്കും ഞങ്ങൾക്കും ഈ വിഷയത്തിൽ ഒരേ കാഴ്ചപ്പാടുള്ളതെങ്കിൽ എന്തിനാണ് പ്രകോപിതരാകേണ്ടത്? കാരണം കന്യാസികൾക്കെതിരെ ചാർജ് ചെയ്തത് അനാവശ്യമായ കുറ്റങ്ങളാണ്. ആ വകുപ്പുകൾ നിലനിൽക്കുന്നതല്ല. അവരിൽ മനുഷ്യക്കടത്ത് ആരോപിക്കാൻ കഴിയുകയില്ല. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നിർബന്ധിതമായി എന്തെങ്കിലും പറഞ്ഞവർ കടത്തിക്കൊണ്ടു പോന്നിട്ടില്ല. 18 വയസ്സിന് മീതെ പ്രായമുള്ള കുട്ടികൾ ഈ കൂടെ ആദിവാസി യുവാവിനെ കൂടി അവിടെ ഇട്ടിട്ടുണ്ട്. ഇത്തരം വസ്തുതകൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് ശ്രീ ചന്ദ്രശേഖർ പ്രതികരിക്കുന്നതെങ്കിൽ ആ പ്രതികരണം ഈ നാടിന്റെ പൾസ് മനസ്സിലാക്കിയാണ്, സ്പന്ദനം മനസ്സിലാക്കിയാണ്. ഞാൻ അതിന്റെ ചില കാര്യകാരണങ്ങളിലേക്ക് യഥോചിതമൊന്ന് വന്നിട്ട് ഈ വിശദാംശത്തിലേക്ക് കിടക്കാം. നമ്മുടെ രാജ്യത്തിലെ സംഘപരിവാര സഹോദരങ്ങൾ ഇക്കാര്യത്തെ പുലർത്തിവരുന്ന തന്ത്രപരമായ ഒരു സമീപനത്തെ നമ്മുടെ പാസ്റ്റർമാരും വിശ്വാസികളും പുരോഹിതന്മാരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം മീറ്റിങ്ങുകൾ, പൊതുയോഗങ്ങൾ, പൊതു ഇടങ്ങളിലെ നമ്മുടെ പരിപാടികൾ, ലഘുലേഖയുടെ വിതരണങ്ങൾ ഇതൊക്കെ നടക്കുന്ന ഇടത്ത് നമ്മുടെ അരികിലേക്ക് ഓടി വന്നിട്ട് കാവിയണിഞ്ഞ ചില സഹോദരന്മാർ ആക്ഷേപം ഉന്നയിക്കുകയും ഇത് ഞങ്ങൾ ഭൂരിപക്ഷ മേഖലയാണ്, നിങ്ങൾക്ക് ഇവിടെ ഇത് കൊടുക്കാൻ പാടില്ല, നിങ്ങൾ ഞങ്ങളുടെ വീടുകളിൽ കയറാൻ പാടില്ല ഇത്യാദി ചില കാര്യങ്ങൾ പറയും. വാസ്തവത്തിൽ നമ്മളാരും ഇവരുടെ വീടുകളിൽ പോയിട്ടില്ല, നമ്മളാരും ഇവരെ മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, നമ്മളാരും ഇവരെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ദുരുദ്ദേശത്തോടും കൂടെ പോകാതെ ബൈബിളും കയ്യിൽ എന്ത് വഴിയിൽ നിന്നുകൊണ്ട് മദ്യവും മയക്കുമരുന്ന് സമൂഹത്തിന് വരുത്തുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ച് പറയുകയും നമ്മുടെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ആകത്തുകയായ ബൈബിളിന്റെ ഉള്ളടക്കങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് അത് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആളുകൾ അതിരൂക്ഷമായി ആക്രമിക്കുകയും ചെറുത്തു നിൽക്കാൻ പോലും സാഹചര്യമില്ലാത്ത വിധത്തിൽ ദൈവദാസന്മാർ ആക്രമിക്കപ്പെടുകയും ദൈവമക്കൾ പീഡിപ്പിക്കുകയും ചെയ്യപ്പെടുന്നത് ഒരു നിത്യസംഭവമായി മാറുന്നു. എന്നാൽ രണ്ടാമത്തെ ഒരു ഘട്ടമുണ്ട്. പ്രാദേശിക തലത്തിലെ ഇത്തരം നേതാക്കന്മാർ ആക്രമിക്കാൻ വന്നിട്ട് അല്ലെങ്കിൽ കുട്ടികളെ പ്രകോപിതരാക്കി പറഞ്ഞയച്ചിട്ട് അതിരൂക്ഷമായ ആക്രമണത്തിന് അനന്തരം വസ്തുതകൾ കൈവിട്ടുപോയി എന്നറിയുമ്പോൾ ഇതിന്റെ സംസ്ഥാന കമ്മിറ്റിയിലെ നേതാക്കന്മാർ വന്നിട്ട് ആശ്വാസമൂതുന്ന ഒരു പ്രക്രിയയുണ്ട്. ചുരുക്കത്തിൽ ലോക്കൽ കമ്മിറ്റിക്കാരെ അടിക്കുക, സംസ്ഥാന കമ്മിറ്റി ക്ഷമ പറയുക. ഞാൻ ബഹുമാനനായ കുമ്മനം രാജശേഖരൻ ജിയോട് നേരിട്ട് പറഞ്ഞു, സാർ ഇതാണ് നിങ്ങളുടെ തന്ത്രം. ആ തന്ത്രം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാദേശിക തലങ്ങളിൽ ആളുകളെ വിട്ടടിപ്പിച്ചിട്ട് അതിനുവേണ്ട നിയമസഹായം ചെയ്തിട്ട് അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ട് സ്റ്റേറ്റ് കമ്മിറ്റി വന്നിട്ട് പറയാണ് ഞങ്ങളുടെ നയം ഇതല്ല, ഞങ്ങൾ മതേതരവാദികളാണ്, ഞങ്ങൾ പച്ചവെള്ളം ചവച്ചിറക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതിലൊക്കെ ചില പെട്ടുപോയ കുഞ്ഞാടുകളുണ്ട്. ഞാനൊരു കാര്യം ഉറപ്പായി പറയാം, ഒരു തരത്തിലും സംഘപരിവാരങ്ങൾക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയുകയില്ല. അത്തരമൊരു പ്രത്യയശാസ്ത്രം അവരുടെ പക്കലില്ല. സമത്വവും സാഹോദര്യം എന്നൊരു പദം അവരുടെ നിഘണ്ടുവിലെവിടെയുമില്ല. സമത്വം, സാഹോദര്യം, ജനാധിപത്യം ഇത്യാദി യാതൊരു പദങ്ങളും ജീവിതത്തിൽ പഠിച്ചിട്ടില്ലാത്തവർ വെറുക്കുന്നൊരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ആ ഇന്ത്യൻ ഭരണഘടനയോടുള്ള വെറുപ്പിന്റെ അടിസ്ഥാന കാരണം അത് സ്ഥാപിക്കപ്പെട്ടത് രാജ്യത്തിലെ കരിനിയമങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ടാണ്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യം കടന്നുപോയ ഏറ്റവും വേദനാജനകമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു.
ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥിതി എന്തായിരുന്നു? ഞാൻ അത്തരം ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞ നിരവധി പരാമർശങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ അതിനെ സംക്ഷിപ്തമായി ചില കാര്യങ്ങൾ ഒന്ന് ബോധ്യപ്പെടുത്താം. അതിലൊരു അപവാദമായിട്ടുള്ളത്, നമ്മൾ പാൽപ്പൊടി കൊടുത്തും മറ്റ് ഭൗതികമായ കാര്യങ്ങളൊക്കെ കൊടുത്തും ആളുകളെ മതം മാറ്റുന്നു എന്നൊരു പ്രക്രിയയാണ്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് മറുഭാഗത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. പാൽപ്പൊടി കൊടുത്തു, വസ്ത്രം കൊടുത്തു, പാവപ്പെട്ടവരുടെ ദൈന്യത മുതലെടുത്തുകൊണ്ട് അവരരികിലേക്ക് ചെന്ന് അവരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ മറുഭാഗത്ത് പറയും, ഇന്ത്യ വലിയ പാരമ്പര്യമുള്ള ഒരു നാടാണ്, ഇന്ത്യക്ക് മഹത്തായ ആർഷഭാരത സംസ്കാരമുണ്ട്, ആ സംസ്കാരം സായിപ്പ് വന്ന് തച്ചുടച്ചു കളഞ്ഞു, മഹത്തരമായി പാരമ്പര്യമുണ്ടെന്ന് പറയുന്ന അതേ നാവ് കൊണ്ട് പറയും, 5000 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ ഈ പാരമ്പര്യത്തെ സായിപ്പ് പാൽപ്പൊടി കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചു. എന്റെ സ്നേഹിത, ലജ്ജാവഹമല്ലേ നിങ്ങൾ ഈ പറയുന്നത്? ഋഷിമാർ കാടുകളിൽ ഇരുന്ന് വനാന്തരങ്ങളിൽ ഇരുന്ന് കഷ്ടപ്പെട്ട് നിഗൂഢതയോടെ പ്രാപിച്ച വെളിപ്പാടുകൾ മുഴുവൻ സായിപ്പ് കൊണ്ടുവന്ന പാൽപ്പൊടിക്കകത്ത് തകർന്നു പോകുമെങ്കിൽ പാൽപ്പൊടിക്കാണോ ശ്രേഷ്ഠതയുള്ളത്? 5000 വർഷത്തെ പാരമ്പര്യത്തിനാണോ? 5000 വർഷത്തെ പരമ്പരാഗതമായ സാംസ്കാരിക മൂല്യമുണ്ടെന്ന് വീമ്പിളക്കുന്ന നിങ്ങൾ കേവലം പാൽപ്പൊടി കണ്ടപ്പോൾ ആ പാൽപ്പൊടിക്ക് പിന്നാലെ പോകുന്ന ആളുകളെ എങ്ങനെയാണ് സൃഷ്ടിച്ചെടുത്തത് എന്ന് പഠിക്കണം. ഞാൻ അതിന്റെ ചില ചരിത്രപരമായ സംഗതികൾ ഒന്ന് വിശദീകരിക്കാൻ ബാധ്യസ്ഥനായി തീരുകയാണ്. അതിലേക്ക് നമുക്ക് ഒന്ന് അടുത്തു വരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ കൃത്യതയോടെ പറയാം, ഈ രാജ്യത്തിലേക്ക് വിദേശികൾ വന്നതും വിദേശികൾക്ക് ഈ രാജ്യത്തെ അടിയറവ് വെച്ചതുമായ ചില ചരിത്ര സംഗതികൾ കൂടി പഠിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും നമ്മൾ സംസാരിച്ചാലുടൻ നമ്മൾ അമേരിക്കൻ ചാരന്മാരാണ്, വിദേശ പണം പറ്റിക്കൊണ്ട് ഇന്ത്യയിൽ സുവിശേഷം ചെയ്യുകയാണ്. പക്ഷെ മറ്റൊന്നുകൂടി അറിയണം, കഴിഞ്ഞ 13 കൊല്ലങ്ങൾ ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആത്മീയ സംഘടനകളെ മുഴുവൻ ഫോറിൻ കറൻസികൾ വരുവാനുള്ള സകല ചാനലുകളും അടച്ചു, ആ രജിസ്ട്രേഷൻ മുഴുവൻ റദ്ദാക്കി. പ്രധാനപ്പെട്ട സുവിശേഷ സംഘടനകളുടെ വരുമാന സ്രോതസ്സുകൾ മുഴുവൻ അങ്ങനെ അടച്ചു. കാരണം FCRA, ഫോറിൻ കറൻസി റെഗുലേറ്റിംഗ് ആക്ട്, ഫെറ, ഈ സംവിധാനം മുഖാന്തരം ലഭ്യമാകേണ്ട ഈ ഫോറിൻ മണി മാറിയെടുക്കാനുള്ള സൗകര്യങ്ങൾ മുഴുവൻ അപ്രസക്തമാക്കി. എന്നാൽ ഈ രാജ്യത്ത് ഏറ്റവും അധികം ഫോറിൻ മണി കരഗതമാക്കുന്നത് ഡേറ്റ വെച്ച് എനിക്ക് പറയാനായിട്ട് സാധിക്കും, അതൊരിക്കലും ഇന്ത്യയിലെ ക്രൈസ്തവരല്ല. 1, 2 സ്ഥാനത്ത് ഇന്ത്യയിലെ ക്രൈസ്തവരല്ല ഫോറിൻ മണി ഏറ്റവും അധികം കളക്ട് ചെയ്യുന്നത്. പിന്നെ ആരാണെന്ന് അറിയണ്ടേ? അമൃതാനന്ദമയി മഠത്തിനാണ് ഏറ്റവും അധികം വിദേശ വരുമാനമുള്ളത്. ആ സ്ഥാപനം ഓഡിറ്റിംഗിന് വിധേയമാക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അത് നിർവഹിക്കാത്ത ഈ രാജ്യത്തിലെ ഭരണകൂടം ഞങ്ങളുടെ ഇത്തരം FCRകളെ റദ്ദ് ചെയ്ത് കഴിഞ്ഞ 13 കൊല്ലം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത് സായിപ്പിന്റെ മടിശീല കണ്ടോ അവിടെ ഒഴുകുന്ന പണത്തിന്റെ കുത്തൊഴുക്ക് കൊണ്ടോ അല്ല, ആത്മാർത്ഥമായി മുണ്ടുമുറുക്കി ഉടുത്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ധീരധീരം നിൽക്കാനുള്ള, പട്ടിണി സഹിച്ചും ദാരിദ്ര്യം സഹിച്ചും ഞങ്ങൾ എന്താണ് പ്രാപിച്ചത് അറിഞ്ഞത് അത് ഉലകത്തോട് പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ ആത്മാർത്ഥതയാണ് കൈമുതൽ. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം പഠിക്കണം, കഴിഞ്ഞ 13 കൊല്ലം കൊണ്ട് ഈ രാജ്യത്ത് ഞങ്ങളുടെ വളർച്ച ഗണ്യമായ നിലയിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 2.5% എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ആകത്തുക ശതമാനക്കണക്കിൽ ഗണ്യമായ വിധത്തിൽ വർധന വന്നത് ആദരണനായ മോഡിജി ഇന്ത്യ ഭരിക്കും കാലത്താണെങ്കിൽ മോഡിജിയെ പോലെയോ അല്ലെങ്കിൽ മോഡിജി തന്നെയോ അടുത്തൊരു 10 വർഷം കൂടി ഇന്ത്യ ഭരിച്ചാലും ഞങ്ങൾക്ക് മോഡിജിയോട് വിരോധമില്ല, ഈ ഭരണകൂടത്തോട് വിരോധമില്ല, സംഘപരിവാര ശക്തികളുടെ വിരോധമില്ല, ഞങ്ങൾക്കാർക്കും ശത്രുക്കളില്ല. അതിന്റെ കാരണം ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ചത് നിങ്ങൾക്ക് യുദ്ധമുണ്ട്, പോരാട്ടമുണ്ട്, അത് ആയുധമെടുത്തല്ല, ആശയം കൊണ്ടുള്ള യുദ്ധമാണ്. നിങ്ങൾക്ക് പോരാട്ടമുണ്ട്, അത് ഏതെങ്കിലും മനുഷ്യനോടല്ല, ബൈബിളിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനകളോടും പോരാടിക്കൊണ്ട് 2000 ആണ്ടായി ഇഹലോകത്തിൽ ഉറപ്പിക്കപ്പെട്ട ഈ മാർഗത്തെ ഉന്മൂലനം ചെയ്യാൻ പടപ്പുറപ്പാട് നടത്തിയ റോമൻ ഭരണകൂടം മുതൽ ഇന്ത്യയിലെ സമകാലിക ഭരണകൂടം വരെയുള്ളവരുടെ ചരിത്രം പഠിച്ചാൽ എവിടെയും മുട്ടുമടക്കാതെ ആർജവത്തോടെ മരണത്തിന്റെ മുമ്പിൽ മേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തിരിച്ചടിക്കാൻ കൈയോങ്ങാതെ വാള് കയ്യിൽ എടുക്കാതെ ആയുധം കയ്യിലെടുക്കാതെ ആശയ സമരത്തിന്റെ പണ്ടാവിൽ ഉജ്ജ്വലമായി രൂപപ്പെടുത്തിയ അതുല്യമായ മാർഗത്തിന്റെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അതിന്റെ അന്തസ്സും ആഭിജാത്യം ഉറപ്പിച്ചുകൊണ്ട് അത് ഉലകത്തോട് വിളംബരം ചെയ്യുന്ന ആ സുവിശേഷ സന്ദേശത്തിന്റെ സംക്ഷിപ്തം ഞാൻ ഈ യോഗത്തിലും പറയാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു വല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവാണ് എന്ന് പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം യാതൊരുത്തന്റെയും ഔദാര്യമല്ല, ഈ ലോകങ്ങളുടെ ഒരുവന്റെയും ഔദാര്യത്തിലല്ല ഞങ്ങൾ ഈ മഹത്തരമായ സന്ദേശം പ്രസംഗിക്കുന്നത്. 2 കാരണങ്ങളാൽ ഞങ്ങൾ ഈ സന്ദേശം ഇന്ത്യയോട് പ്രസംഗിക്കും. ഒന്നാമത്തെ കാരണം, ഇത് ഞങ്ങളെ വരമേൽപ്പിച്ച ഞങ്ങളുടെ പരമഗുരുവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനയാണ്. ഭൂലോകമുള്ളിടത്തോളം, നിങ്ങളുള്ളിടത്തോളം, മനുഷ്യനുള്ളിടത്തോളം
ഭൂമണ്ഡലത്തിന്റെ 5 വൻകരകളിലും പോയി ഈ സത്യസുവിശേഷം പ്രസംഗിക്കണം. രണ്ടാമത്തെ കാരണം, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഈ രാജ്യത്തിലെ സംഘപരിവാരങ്ങൾ പലയാവർത്തി നശിപ്പിക്കാൻ നോക്കിയിട്ടും നശിക്കാതിന്നും അമൂല്യമായി നിലനിൽക്കുന്ന ലോകത്തിന് തന്നെ മാതൃകയായ മഹത്തായ ഭരണഘടനയുടെ 25ാമത്തെ ആർട്ടിക്കിൾ, ആ ആർട്ടിക്കിൾ ഒരു മനുഷ്യന്റെ മതം, അവന്റെ വിശ്വാസം, അതിനെ കൃത്യമായി സാക്ഷീകരിക്കാൻ, പ്രചരിപ്പിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നു. ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് യുവർ ഐഡിയോളജി. 3 നിബന്ധനകൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിന് എതിരെ 3 നിബന്ധനകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഭരണഘടനയുടെ ഒരു ആധികാരിക കോപ്പിയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ പ്രസംഗത്തിൽ ബൈബിൾ മാത്രമല്ല എന്റെ പക്കലുള്ളത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോപ്പി കൂടിയാണ്. അത് ഇന്ത്യൻ ഭരണഘടന MVP എഴുതിയ ഇന്ത്യൻ ഭരണഘടനയുടെ ആ പതിപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ജുഡീഷ്യൽ അക്കാദമിയിൽ തന്നെ വാങ്ങിയ ഇന്ത്യൻ ഭരണഘടനയുടെ ശ്രീ ചതുർവേദി ഒപ്പിട്ട, അന്നത്തെ നിയമ വ്യവഹാര സെക്രട്ടറി ഒപ്പിട്ട ആ പുസ്തകം തന്നെ വാങ്ങണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിന്റെ ഒരു പോർഷൻ ഇംഗ്ലീഷും അടുത്ത പോർഷൻ മലയാളവുമാണ്. അതിൽ 25ാമത്തെ ആർട്ടിക്കിൾ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങളുടെ പ്രസംഗം, നിങ്ങളുടെ മതപ്രചരണം 3 കാര്യങ്ങൾക്ക് വിരുദ്ധമായി തീരരുത്. ഒന്ന് പബ്ലിക് ഓർഡർ എന്ന് പറയും. ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ അങ്ങനെ വന്നാൽ ആ പബ്ലിക് ഓർഡറിനെ ഹനിച്ചാൽ അവർക്ക് ഇടപെടാൻ അവകാശമുണ്ട്. രണ്ടാമത്തെ കാര്യം പബ്ലിക് മൊറാലിറ്റി എന്നാണ്. പൊതുജനങ്ങളുടെ ധാർമ്മികതയെ ആ മതവും ആ പ്രസംഗവും ദോഷകരമായി ബാധിക്കരുത്. മൂന്നാമത്തെ കാര്യം പബ്ലിക് ഹെൽത്ത് ആണ്. പൊതുജനങ്ങളുടെ ആരോഗ്യത്തെ അതൊരു തരത്തിലും ബാധിക്കരുത്. ഈ 3 നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന മതത്തിന്റെയോ വിശ്വാസത്തിന്റെയോ ഉള്ളടക്കങ്ങളെ ഉലകത്തോട് പ്രസംഗിക്കാൻ നമുക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാമത്തെ കാരണം ഭരണഘടനയാണ് എന്ന് പറയാനുള്ള എന്റെ അവകാശത്തെ ഞാൻ ആർക്കും അടിയറ വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കാര്യങ്ങൾ പറയുന്നത് ആരോടും പിണങ്ങിയല്ല, ആധികാരികമായി പറയുന്നു എന്ന് മാത്രം. ഇനി ഈ സുവിശേഷകര് ഇന്ത്യ മഹാരാജ്യത്തോട് എന്ത് ചെയ്തു എന്നാണ് ഈ സുഹൃത്തുക്കൾ പറയുന്നത്. അത് സംബന്ധിച്ചും ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം നമ്മൾ വിദേശികളോടെങ്ങാണ്ട് ഒട്ടി നിന്നു, വിദേശികൾക്ക് വേണ്ടി എന്തൊക്കെയോ വിടുപണി ചെയ്തു, വിദേശികളുടെ പക്ഷത്തു നിന്നോ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും നമ്മുടെ ഒന്നും പങ്കാളിത്തമില്ല. ഒന്നാമതേ സംഘികൾ ചരിത്രം വായിക്കാറില്ല, അതാണ് അവരുടെ ഏറ്റവും വലിയ ഗതികേട്. അതുകൊണ്ട് നിങ്ങൾ ചരിത്രം വായിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് ചരിത്രം പഠിപ്പിക്കേണ്ടി വരും. ആ ചരിത്രം പഠിക്കുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്ന ചില ഭവിഷ്യത്തുകൾ, നിങ്ങളിവിടെ കെട്ടിപ്പൊക്കിയ ചില നിഗൂഢതകളുടെ കോട്ടകളൊക്കെ ഇടിഞ്ഞു പോകും. അത് ബോധ്യപ്പെടുത്താനുള്ള ഞങ്ങളുടെ അവകാശത്തെ ഞാൻ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിച്ച് സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കണം, ഞാൻ പല പ്രസംഗങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ബ്രിട്ടീഷുകാർ മാത്രമല്ല ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ. ഇത് വ്യത്യസ്ത തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനികൾ ഉണ്ടായിരുന്നു. ഡച്ചുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രഞ്ചുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു, ഇംഗ്ലീഷുകാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ കാരണമായി തീർന്ന ചില സംഭവങ്ങൾ, മാർക്കോപോളോ എന്നറിയപ്പെടുന്ന ഒരു വിദേശ സഞ്ചാരി നമ്മുടെ കേരളത്തിൽ വന്ന് പാർത്തു. ഇവിടുന്നാണ് ഈ പ്രശ്നങ്ങളുടെ പ്രഭവ കേന്ദ്രം. മാർക്കോപോളോ ഇന്ത്യയിലേക്ക് വരുന്നത് സമുദ്രമാർഗമാണ്. അയാള് ചൈനയിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ത്യയിൽ വന്നപ്പോൾ ഇത് കടൽ മാർഗം വരുന്ന വഴിക്ക് കേരളത്തിൽ കുറേ നാൾ താമസിച്ചു. ഈ നാടിന്റെ ഗുണ സവിശേഷതകളെ കുറിച്ച്, ഈ രാജ്യത്തെ നാടിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ച യാത്രാ വിവരണങ്ങൾ വളരെ പെട്ടെന്ന് വിദേശ രാജ്യങ്ങളിലെല്ലാം ആളുകൾ സ്വീകരിച്ചു. കാരണം അവർ ചരിത്രം പഠിക്കുന്ന ആളുകളായിരുന്നു. ഇന്ത്യയിൽ ഇന്ന ഉൽപ്പന്നങ്ങളുണ്ട്, കുരുമുളകുണ്ട്, സുഗന്ധ വ്യഞ്ജനങ്ങളുണ്ടെന്നുള്ള ഇദ്ദേഹം എഴുതി. അധികം താമസിക്കാതെ ഇബ്നു ബത്തൂത്ത എന്നറിയപ്പെടുന്ന ഒരു സഞ്ചാരി ഇന്ത്യയിലേക്ക് വന്നു. അദ്ദേഹവും കേരളത്തിൽ 4-5 കൊല്ലം പാർത്തു. ഇബ്നു ബത്തൂത്ത കണ്ട ഇന്ത്യ എന്ന പേരിൽ പുസ്തകം തന്നെ ഉണ്ടല്ലോ, നിങ്ങളൊക്കെ അത് പഠിച്ചിട്ടുണ്ട്. ബാർബോസ ഇന്ത്യയിലേക്ക് വന്നു. ഈ വിദേശ സഞ്ചാരികൾ വന്ന് ഇന്ത്യയിലെ പല നാടുകൾ കണ്ടിട്ട് ഗുണസവിശേഷതയുള്ള ഈ രാജ്യത്തിലെ വിലപിടിപ്പുള്ള ഉൽപ്പന്നങ്ങളെക്കുറിച്ച്, തടികളെക്കുറിച്ച്, ജീവിത ചുറ്റുപാടുകളെക്കുറിച്ച്, കാലാവസ്ഥയെക്കുറിച്ച് വിശദാംശങ്ങൾ ഏറെ എഴുതി. ഈ പുസ്തകങ്ങളൊക്കെ വായിച്ച വിദേശികൾക്ക് ഒരാഗ്രഹം ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ചത് ഇവിടം കൊള്ളയിടാൻ തന്നെയാണ്. അങ്ങനെ ആഗ്രഹിച്ച് ഇന്ത്യയിലേക്ക്, അല്ലെങ്കിൽ സ്വസ്ഥതയോടുകൂടി ഒരു ജീവിതം ഇവിടെ നയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്, ബിസിനസ് ചെയ്യണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് അവര് കടൽമാർഗം ഇവിടേക്ക് വന്നു. അതൊരാൾക്ക് വഴി തെറ്റിപ്പോയി. അതും രസകരമായൊരു കാര്യമാണ്. ഇന്ത്യയാണെന്ന് കരുതി നമ്മുടെ കൊളംബസിൽ നിന്നിറങ്ങിയത് അമേരിക്കയിലായിപ്പോയി. കാരണം ഇന്നത്തെ അമേരിക്ക ആയിരുന്നില്ലത്. അപരിഷ്കൃതമായ നാട്ടിൽ ചെന്ന് അദ്ദേഹം ഇറങ്ങുമ്പോൾ അവിടുത്തെ ഇൻകാ സംസ്കാരത്തെ, മായൻ സംസ്കാരത്തെ ഒക്കെ കണ്ടിട്ട്, അവിടുത്തെ ആദിവാസികളെ കണ്ടിട്ട് അദ്ദേഹം ധരിച്ചു ഇതൊക്കെ ഇന്ത്യക്കാരാണെന്ന് ധരിച്ചുകൊണ്ട് ആ ആളുകൾക്ക് റെഡ് ഇന്ത്യൻസ് എന്ന് പേരിടുകയും ചെയ്തു. അങ്ങനെ നാളുകൾ കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എത്തിയ ഇന്ത്യയിലല്ല. അങ്ങനെ അമേരിക്ക എന്ന ഒരു പുത്തൻ രാജ്യം ഉത്ഭവിച്ചത് തന്നെ മാർക്കോപോളോയുടെ ഗ്രന്ഥം വായിച്ചുള്ള ചില ധാരണകൾ നിമിത്തം സഞ്ചരിച്ച കൊളംബസിന്റെ യാത്രയുടെ പരിണിത ഫലമായിട്ടാണ്. ഇനിയുമുണ്ട് ഈ നാട്ടിലേക്ക് വന്നത്. ഡച്ചുകാർ വന്നു. ഡച്ചുകാരുടെ പ്രത്യേകതകൾ കണ്ടേ, അവര് ഇന്ത്യയിൽ കേവലം ലോകത്തിന്റെ പലയിടങ്ങളിൽ 32 ഇടത്തായി വ്യവസായശാലകൾ തുടങ്ങിയ ഒരു കൊച്ചു രാജ്യമാണ്, ഒരു കൊച്ചു രാജ്യം. ആ കൊച്ചു രാജ്യവും അധികം താമസിക്കാതെ കേരളത്തിൽ വന്നു. അവർ പോർച്ചുഗീസുകാരപ്പോൾ തന്നെ 1498 മുതൽ 1663 വരെ പോർച്ചുഗീസുകാർ
പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ട്. 1498 വാസ്കോഡഗാമ വരുന്നു. അത് 1663 വരെ നിൽക്കവേ ഇവരെ പാടെ തുരത്തിക്കൊണ്ട് ഡച്ചുകാർ കേരളത്തിൽ അധികാരം പിടിച്ചെടുത്തു. അപ്പോൾ ഇതെല്ലാം ഈസ്റ്റ് ഇന്ത്യ കമ്പനികളാണ്. അങ്ങനെ ഇരിക്കുകയാണ് അങ്ങ് ബംഗാളിലൂടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന ബ്രിട്ടന്റെ ലണ്ടനിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ നേതൃത്വത്തിൽ ആളുകൾ ഇവിടേക്ക് വരിക. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇടയ്ക്കൊക്കെ ഇന്ത്യക്ക് മഹത്തരമായ ഒരു പാരമ്പര്യമുണ്ട്, ഇന്ത്യ ഒരു ഹൈന്ദവ രാജ്യമാണ് എന്നൊക്കെ ഉള്ള തെറ്റുകൾ പടച്ചുവിടാറുണ്ട്. അങ്ങനെ പറയുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരോട് തുറന്ന സംവാദത്തിനു തയ്യാറാണ്. ഈ തുറന്ന സംവാദത്തിനൊന്നും സംഘപരിവാര സഹോദരങ്ങളെ കിട്ടാറില്ല. അതിന് ഞാൻ രസകരമായൊരു കാര്യം പറയാം. ഞങ്ങളോട് സംവാദത്തിന് ഡേറ്റ് ചെയ്തത് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് എറണാകുളത്ത് പ്രോഗ്രാം നടത്താൻ തയ്യാറായി. ആരായിരുന്നു അറിയണ്ടേ മറുഭാഗത്ത് സംവാദത്തിന് വരാമെന്നേറ്റത്? ഇത് ആളുകൾ ലൈവിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ശശികല ടീച്ചർ സംവാദത്തിന് എത്താമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞ അടികൊണ്ട് കാര്യമില്ലല്ലോ, ഏറ്റുമുട്ടൽ കൊണ്ട് കാര്യമില്ലല്ലോ. ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിരുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആർജവം ഉണ്ടെങ്കിൽ അപ്പുറത്ത് വാ. ഡേറ്റ് ഒക്കെ തന്നു, വരാമെന്നിട്ടു, തക്ക സമയം പറയാ. മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ട്, വരണ്ടാന്ന്. മുകളിൽ നിന്നല്ല സമ്മർദ്ദം, മനസ്സ് ഹൃദയത്തിന്റെ അടിത്തട്ടിലെ സമ്മർദ്ദം. വന്നാൽ എന്ത് ഭവിക്കുമെന്ന് നന്നായിട്ട് അറിയാം. അതിന്റെ കാരണം ഞങ്ങൾ ആയുധം കൊണ്ട് ഏറ്റുമുട്ടുന്നവരല്ല. ആശികത്തിന്റെ അസ്ത്രങ്ങളെ നേരിടാനുള്ള ത്രാണിയൊന്നും ശശികലമാർക്കായിട്ടില്ല. ആകുന്ന കാലത്ത് ഞങ്ങൾ പറയാം. ചീത്ത പറയാനും പുലഭ്യം പുലമ്പാനും പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല. കൃത്യമായി ചരിത്രം ഉന്നയിച്ചും വസ്തുത ഉന്നയിച്ചും ഞങ്ങൾക്ക് അഭിമുഖമായിരുന്നു സംസാരിക്കുക എന്നുള്ളത് ശശികലമാർ ചിന്തിക്കുന്നതിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊരിക്കൽ കൂടി തെളിവായി അങ്ങനെ പ്രോഗ്രാം മുടങ്ങി. അത് പോകട്ടെ. ഇനി ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ഈ ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന തരത്തിലെ വിശാലമായ രാജ്യമൊന്നും ഉണ്ടായിരുന്നില്ലെന്നേ. ഏതാണ്ട് 600-ൽ പരം കൊച്ചു കൊച്ചു രാജ്യങ്ങളായിരുന്നു. കൊച്ചു കൊച്ചു രാജ്യങ്ങൾ നോക്കണം. നമുക്കറിയാം, ചെറുകിട രാജ്യങ്ങളെ, ചങ്ങനാശ്ശേരി ഒരു രാജ്യം, അതുപോലെ എഴുമറ്റൂർ ഒരു രാജ്യം, തിരുവല്ല ഒരു രാജ്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളൊക്കെ ഇന്ന് ഈ സെൻറ്റർ എന്ന് പറയുന്ന പോലായിരുന്നു പണ്ടൊരു രാജ്യം. അത്രേ ഉള്ളൂ, ഒരു സെൻറ്ററിൻ്റെ ഒക്കെ വലിപ്പമുള്ള, പഞ്ചായത്തുകളുടെ വലിപ്പമുള്ള രാജ്യം. അല്ല, ഇവരൊന്നും വലിയ രാജാക്കന്മാരൊന്നും ആയിരുന്നില്ല, നാടുവാഴികൾ. നോക്കണം, മേൽവസ്ത്രം ധരിക്കാൻ പോലും ത്രാണിയില്ലാത്ത കുറേ പാവം മനുഷ്യരായിരുന്നു ഈ രാജാക്കന്മാരെ. നിങ്ങൾ ഏതെങ്കിലും പൗരാണികമായ ഒരു ചിത്രത്തിൽ മേൽവസ്ത്രം ധരിച്ചൊരു രാജാവിനെ കണ്ടിട്ടുണ്ടോ? ഒരു രാജാവെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഇരിക്കുന്ന സങ്കല്പം കഥപുസ്തകത്തിലൊക്കെ കാണുന്നതാ, ചിത്രകഥയിൽ കാണുന്നതാ. ഒരു കിരീടം വെച്ചിരിക്കുന്നു, സിംഹാസനം വെച്ചിരിക്കുന്നു, ചുറ്റും കുറെ അംഗരക്ഷകർ നിൽക്കുന്നു. ഇത്തരം നാടുവാഴികളൊന്നും ഇവിടെ ഇല്ല. മറിച്ച് പ്രജകൾ കൊണ്ടുകൊടുക്കുന്ന വാഴക്കൊലയും കപ്പയൊക്കെ വാങ്ങി ഓരോ ദിവസവും അന്നത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് തന്നെ ജീവിച്ച ആളുകളാണ് ഈ നാട്ടുരാജാക്കന്മാർ. ഇവർ തമ്മിലടിയാണ്, തമ്മിലടിക്കുക, അതിരൂക്ഷമായി തമ്മിലടിക്കുന്ന 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ. ഈ 600-ൽ പരം നാട്ടുരാജ്യങ്ങൾക്കകത്ത് അതിലെ 90% ഹിന്ദു രാജാക്കന്മാരായിരുന്നു, നാടുവാഴികളായിരുന്നു. ബാക്കി 10% ഭൂരിപക്ഷവും മുഗളന്മാരുടെ പിൻഗാമികളായ മുസ്ലിം ഭരണാധികാരികളായിരുന്നു. അതിൽ ക്രൈസ്തവരാരെങ്കിലും ഈ 600-ൽ പരം നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീരെ ഇല്ലാതില്ല. നമ്മൾ ചരിത്രം പഠിച്ചാൽ ഒരാളെ കാണുന്നുണ്ട്, ഒറ്റ ക്രിസ്തീയ പേരുള്ള രാജാവിനെ കാണുന്നുള്ളൂ. അത് കേരളത്തിലായിരുന്നു. വില്ലാർവട്ടം തോമാരാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാജാവിനെ കാണുന്നുണ്ട്, ഒരു നാടുവാഴിയെ കാണുന്നുണ്ട്, വില്ലാർവട്ടം രാജകുടുംബം. അപ്പോൾ ഈ വില്ലാർവട്ടം രാജാക്കന്മാരൊഴിച്ചാൽ മറ്റാരും ക്രൈസ്തവരായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ രാജ്യം, ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യം, 600-ലധികം ചെറുകിട നാട്ടുരാജ്യങ്ങൾ ഭിന്നിച്ച് കിടക്കുകയാണ്, തമ്മിലടിച്ച് കഴിയുന്ന 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഈ രാജ്യത്താകപ്പാടെ ഭരണം നടത്തിയ ഒരേ ഒരു ഭരണാധികാരി അതാരായിരുന്നു? വാസ്തവത്തിൽ വില്ലാർവട്ടം തോമ എന്നറിയപ്പെടുന്ന ഒരു രാജാവ്. ഈ പേര് തന്നെ കേട്ടില്ലേ? വല്ല ഈ അച്ഛന്മാർക്കോ പാസ്റ്റർമാർക്കോ ഇടാൻ പറ്റിയ പേരാണ് രാജാവിനിട്ടിരിക്കുന്നത്, വില്ലാർവട്ടം തോമ. കത്തനാരെന്നൊക്കെ ഇട്ട ഒരു പുരോഹിതനായിട്ട് മാറും, അത്തരം ഒരു പേരുമുള്ള ഒരു ചെറിയ രാജാവ്. ബാക്കിയൊക്കെ മറ്റ് രാജാക്കന്മാരാണ്. മാർത്താണ്ഡവർമ്മയെ പോലെയൊക്കെയുള്ള അത്തരം കുലപതികൾ പാർത്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡച്ചുകാർ വരുന്നതും അതുപോലെ പോർച്ചുഗീസുകാർ വരുന്നതും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ആളുകൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യമുണ്ട്, ഡച്ചുകാർ വന്നു, പോർച്ചുഗീസുകാർ വന്നു, മുസ്ലിങ്ങൾ വന്നു, അപ്പോഴൊക്കെ ഞങ്ങൾ പരവതാനി വിരിച്ച് അവരെ സ്വീകരിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ ഈ വന്നവർ ഈ നാടിൻ്റെ സംസ്കാരത്തെ മുഴുവൻ മുച്ചൂടും നശിപ്പിച്ചിട്ട് അവരിവിടെ അധികാരികളായി. അതങ്ങനെ ഞങ്ങൾ വാഴിക്കില്ല. ഇതൊക്കെ ശാഖകളിൽ പഠിക്കുന്ന തെറ്റായ പഠനമാണ്. ഈ പഠനത്തെ തിരുത്തണം. കാരണം അങ്ങനെ ഒരു സംഭവമൊന്നുമല്ല സംഭവിച്ചിട്ടുള്ളതേ. ചരിത്രം പഠിക്കണം, അപ്പോൾ മാത്രമേ കാര്യം മനസ്സിലാകുകയുള്ളൂ. ഈ 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഇങ്ങനെ ഭിന്നിച്ച് കഴിയുമ്പോൾ സിറാജുദ്ദൗള എന്നറിയപ്പെടുന്ന ഒരു ബംഗാളിയൻ ഭരണാധികാരി ഉണ്ടായിരുന്നു. ഒരു മുഗളന്മാരുടെ ചെറുമകനായിരുന്ന ഈ സിറാജുദ്ദൗളയെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പരാജയപ്പെടുത്തി വരികയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തി. പിന്നീട് അദ്ദേഹം ആക്രമിച്ച് ഇങ്ങോട്ട് കയറി. അപ്പൊ കമ്പനി ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചു, അടുത്ത ചെറുകിട രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ചു. വളരെ താമസിച്ചു മാത്രമാണ് കമ്പനി
നമ്മുടെ കേരളത്തിലേക്കൊക്കെ വരുന്നത്. തിരുവിതാംകൂറും കൊച്ചിയുമായി മലബാറും ഒക്കെ ആയിട്ട് വിഭജിച്ച് കിടക്കുന്ന, മൂന്നായി വിഭജിച്ച് കിടക്കുന്ന കേരളത്തിലേക്ക് വളരെ താമസിച്ചാണ് വരുന്നത്. ഇവരെ ആരാ കൊണ്ടുവന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അതാണ് പഠിക്കേണ്ടത്. ആരാണ് വിദേശികൾക്ക് ഈ രാജ്യത്തെ വിറ്റത് എന്നുള്ളൊരു ചരിത്രമാണ് ഞാൻ നിങ്ങളോട് ബോധ്യപ്പെടുത്തുന്നത്. തമ്മിലടിച്ച് കഴിയുന്ന രണ്ട് നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഏറ്റുമുട്ടി ശക്തിപ്പെട്ട് ഒരുത്തൻ തോൽക്കും എന്നറിയുമ്പോഴേക്ക് ഈ തോൽവി സംഭവിക്കുമെന്ന് ഉറപ്പുള്ളവൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൂട്ടുപിടിക്കും. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കൂട്ടുപിടിച്ചിട്ട് പറയും, ദാ ഇന്ന രാജാവ് ഞങ്ങളെ തല്ലാൻ പോവുക, അയാൾ ഞങ്ങളെ കൊല്ലാൻ പോവുക, ഇതൊക്കെ പിടിച്ചെടുക്കാൻ പോവുക, നിങ്ങൾ കൂടി ഒന്ന് സഹായിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു പോകും. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സായിപ്പ് ഇത് കേൾക്കാനിരിക്കുക, സഹായിക്കാമല്ലോ, എന്തോ വേണമെങ്കിലും തരാം. ഈ പ്രൈവറ്റ് കമ്പനി ലോണ് തരുന്ന പോലെയാണ്, യാതൊരു ഉപാധിയും ഇല്ലാത്ത സഹായം. പിന്നെ പറയും, ഒരു കാര്യം, ഞങ്ങൾക്കവിടെ ഒരു കണ്ടോൺമെൻറ്റ് സ്ഥാപിക്കണം, സൈനിക കേന്ദ്രമേ, ഞങ്ങൾക്കവിടെ കൃഷി കുറച്ച് നാൾ നടത്തണം, കാരണം ഇവൻ്റെ സാമന്തന്മാർ നാളെ ആക്രമിക്കാൻ വന്നാൽ നിന്നെ അവരൊന്നും ചെയ്യില്ല, ഞങ്ങളവിടെ ഒരു ചെറിയ പിക്കറ്റിംഗ് ഒക്കെ ഏർപ്പെടുത്തി അവിടെ ഒരു സേനയൊക്കെ വിന്യസിച്ച് നിന്നെ സംരക്ഷിച്ചോളാം, നിൻ്റെ കാര്യം ഞാൻ ഏറ്റു, ഓക്കെ. അപ്പോൾ ഒപ്പിട്ട് കൊടുത്തിട്ട് പറയും, പകരം ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നീ പണം തരണം, അത് നിൻ്റെ കയ്യിൽ നിന്ന് വേണ്ട, ഞങ്ങൾ നേരിട്ട് നികുതി പിരിക്കുകയോ നീ ഒരു ചെറിയ കപ്പം തന്നാൽ മതി. ജനങ്ങളിൽ നിന്നുള്ള നികുതിയല്ലേ, അവർക്ക് ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഈ ജനങ്ങളെയും നികുതി പിരിക്കാനുള്ള അവകാശത്തെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിറ്റ് യുദ്ധം കൊതിയന്മാരായ ഈ രാജ്യത്തിലെ രാജാക്കന്മാർ ഘട്ടം ഘട്ടമായിട്ട് വിറ്റു. അപ്പോൾ ചിലതരം ആത്മാഭിമാനികൾ എന്ത് ചെയ്യും? നേരെ അപ്പുറത്തെ രാജ്യത്തിനെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പൊരുതി വരുമ്പോൾ പിടിച്ചു നിൽക്കണമല്ലോ, അവരെയും യുദ്ധം ചെയ്യും. ഇവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കൊണ്ട് അവരെയും യുദ്ധം ചെയ്യും, പട്ടാളത്തെ ഇറക്കും. പക്ഷേ യുദ്ധത്തിൽ ചില കാര്യങ്ങളെന്ന് സംഭവിച്ചിരുന്നു. ഞാൻ പല യോഗങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാം. രസകരമായതും ചിന്താർഹമായൊരു കാര്യമാണ്. നമ്മുടെ യുദ്ധമൊക്കെ വളരെ മര്യാദയാണ്. കാരണം എതിരാളിയെ വണങ്ങുന്നൊരു ശീലമുണ്ട്. അപ്പുറത്ത് നിൽക്കുന്നതാണ്. ലോകത്തൊരു യുദ്ധത്തിലും എതിരാളിയെ വണങ്ങുന്ന ശീലമില്ല. പക്ഷേ നമ്മളൊരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. ഇതാണ് നമ്മുടെ സഹോദരന്മാർ പറഞ്ഞത്. ഇന്ത്യക്കൊരു പാരമ്പര്യമുണ്ടെന്ന് സമ്മതിച്ചു. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചിന്തിച്ചാലേ മനസ്സിലാകുള്ളൂ. ഒരുത്തം നമ്മളെ തല്ലാൻ വരുന്നു, നമ്മൾ മര്യാദയ്ക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു അടി കൊടുക്കുന്നു. അതായി വണങ്ങി എന്നൊക്കെ പറഞ്ഞാലുള്ളതിൻ്റെ ആധുനിക ഭാഷ്യം അതല്ലേ? ഇങ്ങനെ എതിരാളി ഒന്ന് വണങ്ങുന്നു, യുദ്ധം ആരംഭിക്കുകയാണ്. യുദ്ധത്തിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതിലൊരു നടപടിക്രമം, യുദ്ധത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് രാഹുകാലം നോക്കണം, ഗുളികോദയം നോക്കണം, പല ക്രമങ്ങളിങ്ങനെ ജ്യോത്സ്യനെ കൊണ്ടുവന്നിട്ട് യുദ്ധത്തിന് സമയം കുറിക്കണം. ഇത് പറയുമ്പോഴൊരു കാര്യം കൊടുക്കുന്നത്, ഈ പാണ്ഡവരും കൗരവരും യുദ്ധം നടക്കുമ്പോൾ രണ്ടു കൂട്ടരും കണ്ടത് ഒറ്റ ജ്യോത്സ്യനെയാണ്. പുള്ളി കുറിച്ച സമയമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ജയിക്കും. ജയിക്കുമെന്നുള്ള സത്യമാണ്. ഒരാൾ ജയിക്കുമല്ലോ. രണ്ടു കൂട്ടരോടും പറഞ്ഞു ജയം ഉറപ്പാന്ന് പറഞ്ഞു. ആർക്കാണെന്ന് മാത്രം പറഞ്ഞില്ല. രണ്ടു കൂട്ടർക്കും സമയം കുറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുള്ള ടെക്നിക്കിൽ ഈ സമയമൊക്കെ ജ്യോത്സ്യനെ കൊണ്ട് കുറിക്കും. പിന്നെ നമ്മുടെ ആളുകൾ നല്ല അടിക്കാരാ, മോശമൊന്നുമില്ല. വാൾപ്പയറ്റ്, വടിപ്പയറ്റ്, ഇനിയും മറ്റേ ദ്വന്ദ്വയുദ്ധം, ഇതിലെല്ലാം നല്ല പ്രഗത്ഭരാണ്. അതിനുള്ള നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വരാഹ വടിവിൽ അമർന്ന് എന്ന് വെച്ചാൽ പന്നി അമരുന്ന പോലെ അമർന്ന് നിൽക്കണം. വരാഹം പന്നിയാണ്. വരാഹ വടിവിൽ അമർന്ന് സിംഹവടിവിൽ നിവർന്ന് ആ ഗജവടിവിൽ മുന്നോട്ട് നീങ്ങി യുദ്ധം തുടങ്ങി. പക്ഷേ ഈ ഗജവടി വന്നതാ വരാഹം നിവരുന്ന പോലെ നിവരുന്നത് എങ്ങനെയാ, സിംഹത്തഞ്ചം പിടിക്കുന്ന എങ്ങനെയാണെന്നൊന്നും ജീവിതത്തിൽ അറിയാത്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സായിപ്പ് തോക്കെടുത്ത് കാച്ചി. കാര്യം മനസ്സിലായോ? സായിപ്പിനുണ്ടോ രാഹുകാലം? സായിപ്പിനുണ്ടോ ഗുളികോദയം? സായിപ്പിനറിയാവുന്ന ഗുളിക പാരസെറ്റമോളാ, വേറൊന്നും അറിയില്ല. തോക്കെടുത്ത് കാച്ചിയപ്പോൾ ഇന്ത്യ മുഴുവൻ അവൻ്റെ കയ്യിലായി, ഘട്ടം ഘട്ടം. എൻ്റെ ചങ്ങാതി, ആരാ ഇന്ത്യയെ വിറ്റേ? നമ്മളാരാണ്ടാണോ? ബൈബിൾ വിശ്വസിക്കുന്ന ഞങ്ങളാരാണ്ട് ഇന്ത്യയെ വിറ്റു എന്നുള്ള വിഡ്ഢിത്തം പറയരുത്. ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മൊത്തവും ചില്ലറയുമായി തൂക്കി വിറ്റവൻ്റെ കൊച്ചുമകൻ വന്നിട്ട് ഞങ്ങളെ സംസ്കാരം പഠിപ്പിക്കാറായില്ല, ഞങ്ങളെ ചരിത്രം പഠിപ്പിക്കാറായില്ല. നീ കാര്യം പഠിച്ച്, വസ്തുത പഠിച്ച്, എന്നിട്ട് ഇതുപോലെ വേദി കെട്ടിവെച്ച് മറുപടി പറ. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ ക്ലിപ്പുകൾ ഓരോന്നെടുത്തിട്ട് മറുപടി പറയാനുള്ള ആർജവം കാണിക്ക്. ചുമ്മാ വടി കറക്കി, കുറുവടി കറക്കി അഭ്യാസം കാണിച്ചു വരല്ല. അതുകൊണ്ടൊന്നും കാര്യമില്ല. അതൊന്നും ആണത്തമല്ല. ആണത്തമല്ലെന്നാ സായിപ്പോടെ തെളിയിച്ചേ. അഭ്യാസം അറിയാഞ്ഞില്ല. 10-28 പേരെ അടിച്ചു വീഴ്ത്തുന്ന മല്ലന്മാരെ മുഴുവൻ സായിപ്പ് തോക്കെടുത്ത് കാഴ്ചയപ്പോൾ പോയെന്ന് തീർന്നു കിട്ടി. ഇങ്ങനെയാണ് ഇന്ത്യ പോയത്. ഇനി അത് പൊക്കോട്ടെ. ഇന്ത്യയിൽ വന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇവിടെ ബൈബിൾ വിതരണം ചെയ്യാനും സുവിശേഷം പ്രസംഗിക്കാനും ഒന്നും ഒരു താല്പര്യം ഉണ്ടായില്ല. അതുകൂടി പഠിച്ചു ചരിത്രം. അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് തരണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ആരാണ് ബൈബിൾ വിതരണം ചെയ്തത്? അവർക്ക് ചർച്ചകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഫോർട്ട് വില്യംസ് കോളേജ് അവരുടെ ആയിരുന്നു. പ്രമുഖങ്ങളായ പല സ്ഥാപനങ്ങൾ അവരുണ്ടാക്കി. ഇവരുടെ സ്ഥാപനത്തിൽ ഒരൊറ്റ ഇന്ത്യക്കാരനെ പഠിപ്പിച്ചിട്ടില്ല. ഇവരുടെ സ്ഥാപനത്തിലൊന്നും ഇവര് യാതൊരു വിധത്തിലെ മര്യാദയും പാലിച്ചിട്ടില്ല. എന്താ ഇവിടെ നടന്നറിയണ്ടേ? ഈ രാജ്യത്തിലെ നാട്ടുരാജാക്കന്മാരും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ചേർന്ന് ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നു.
ആ കൊള്ളയടിക്കാൻ വേണ്ടി ഏതെല്ലാം തരം പ്രാകൃത നികുതികൾ ഏർപ്പെടുത്തിയെന്നറിയണ്ടേ? നിങ്ങൾ പോയിട്ട് വായിക്കുന്ന ചില പുസ്തകങ്ങളുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ കേരളം ആരെഴുതിയാണ്? ഇവിടെ നമ്മൾ ആരും എഴുതിയല്ല. പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം, 20-ാം നൂറ്റാണ്ടിലെ കേരളം, ജാതി വ്യവസ്ഥയും കേരളവും, കേരളത്തിന്റെ ഇരുളടഞ്ഞ ഏടുകൾ, വില്യം ലോഗന്റെ മലബാർ മാനുവൽ, ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുക. എന്താണ് ഈ രാജ്യത്ത് നടന്നതെന്ന് കൃത്യമായി അവർ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ദാമോദർദാസ് കൊസാംബിയുടെയോ അതല്ലെങ്കിൽ ഇൽഫാൻ ഹബീബിന്റെയോ ചരിത്രം മാത്രം പരതേണ്ടതില്ല. അവരെ ഇടതുപക്ഷ ചരിത്രകാരന്മാർ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ ഈ രാജ്യത്ത് അല്ലാതെയും ചരിത്രം രചിച്ച ആളുകളില്ലേ? ഈ ചരിത്രകൃതികൾ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും എന്തൊക്കെ ഈ രാജ്യത്ത് നടന്നോ. രാജ്യത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ആരാണ് വിറ്റത്? എന്നിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇവിടുത്തെ നാട്ടുരാജാക്കന്മാരും ചേർന്ന് കളക്ട് ചെയ്ത ചുങ്കത്തിന്റെ കണക്കെത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? 108 വിധ കരം പിരിച്ചിരുന്നു. ഏഴ കോഴ, അംഗം, ചുങ്കം, തപ്പ്, നടക്കരം, കുടിക്കരം, മുലക്കരം, തലക്കരം, ഏതാണ്ട് 108 വിധ കരം. നോക്കണേ, പന്തലിടാൻ ഒരിക്കൽ കരമടക്കണമായിരുന്നു ഈ രാജ്യത്തെ. ഒന്നുകൂടി പറയട്ടെ, സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ പി ഭാസ്കരൻ ഉണ്ണിയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക, ഒരു ഈഴവ കുടുംബത്തിൽ കല്യാണമുണ്ടായാൽ പപ്പടം കാച്ചാൻ പ്രത്യേക പെർമിഷൻ എടുക്കണമായിരുന്നെന്ന്. ഞാൻ ഇവിടേക്ക് വരും മുമ്പ് സംഘാടകരോട് ചോദിച്ചു, നിയമപരമായ സകല അനുമതിയും വാങ്ങി വേണം ഈ യോഗം ഇവിടെ നടത്താൻ. അതുപോലെ പണ്ടേ ഒരു വീട്ടിൽ പപ്പടം കാച്ചണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു പപ്പടം കാച്ചണമെന്ന് അതിന് അനുമതി മേടിക്കണമായിരുന്നു. നോക്കണം, ഹീനജാതിക്കാർക്കാർക്കും പന്തലിടാൻ അവകാശമില്ലായിരുന്നു, കുരവ നടത്താൻ അവകാശമില്ലായിരുന്നു, വീട് വെക്കാൻ അവകാശമില്ലായിരുന്നു. എന്തിന്? സാക്ഷാൽ സാമൂതിരി ഇല്ലേ, കോഴിക്കോട് സാമൂതിരിയുടെ വീടിനെ ഓടുമേയാൻ അനുമതിയില്ല, ഓല ഇട്ടുകൊള്ളണം. അയാൾ പോലും ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ആളാ. സ്വന്തം കാശ് മുടക്കി തന്റെ കൊട്ടാരത്തിന് ഓടിടാൻ അവകാശമില്ലാത്ത ഗതികെട്ട രാജാവിന്റെ പേരാ സാമൂതിരി. ആലോചിച്ച് നോക്കിക്കോണം, സ്വന്തം കൈ കാശുണ്ടേ. ഇതായിരുന്നു ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥ. ഒട്ടേറെ വ്യവസ്ഥകൾ ഈ രാജ്യത്ത് ഇതുപോലെ നിലനിന്നിരുന്നു. പൊതുവയിൽ നടക്കാൻ മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിവിശേഷങ്ങളുടെ അനവധി കണക്ക് ഞാൻ പറയാം. അതിലൊന്നാണ് ഞാൻ പറയുന്നത്. ആലങ്ങാട്ട് ചാന്നാൻ എന്നു പേരായ ഈഴവ കുടുംബത്തിൽ ജനിച്ചു വളർന്നൊരു സമ്പന്നൻ ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകത നിൽക്കണ്ടേ, അദ്ദേഹത്തിന്റെ കാലത്ത് തിരുവിതാംകൂറിൽ കാറുള്ളത് 2 പേർക്ക്. ഒന്ന് മഹാരാജാവിനും ഈ ആലങ്ങാട് ചാന്നാനും സ്വന്തം കാറുള്ളത്, മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷേ ഈ കാർ ഓടിക്കുന്നത് ഒരു ശൂദ്രനാണ്. തന്നെ യജമാനൻ എന്ന് വിളിക്കേണ്ട ഒരു ശൂദ്രനാണ് ഈ കാർ ഓടിക്കുന്നത്. അപ്പോൾ ജാതിയിൽ ഭ്രഷ്ടുള്ള ഈ ആള് കാറുമായിട്ട് തന്റെ ഉടമയും കൊണ്ട് വരിക. ഈ വരുന്ന വഴിക്ക് ക്ഷേത്രവളപ്പിലൂടെ കാർ ഓടിച്ചുകൂടാ, പൊതുനിരത്തിലൂടെ പോകാൻ പറ്റില്ല. അതേ എന്ത് ചെയ്യുന്നറിയണ്ടേ, സമ്പന്നനായ ആലങ്ങാട് ചാന്നാൻ കുറുക്കുവഴി ചാടി ഈ കാറ് വരുന്ന വഴിക്ക് കാടും പള്ളയും കടന്ന് കയറി നിൽക്കുമ്പോൾ അമ്പലവളപ്പിലൂടെ കാർ ഓടിച്ച് ഇവിടെ കൊണ്ടുവരുമായിരുന്നു. ഇതായിരുന്നു ഈ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥ. നിങ്ങൾക്കറിയണ്ടേ ഈ അവസ്ഥ എങ്ങനെയാണ് മാറിയതെന്നറിയണ്ടേ? അതിലേക്ക് ഞാൻ ക്രമേണ വരാം, ചിന്തിച്ചിരിക്കണം. ഞാനീ പറയുന്നതിനൊക്കെ വ്യക്തമായ തെളിവുണ്ട്. നിങ്ങൾക്ക് ഈ തെളിവുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് തെളിവ് ചോദിച്ചിട്ടേ വിടാവൂ. അത് തെളിവ് ചോദിച്ച് എനിക്ക് പറയണമെന്ന് ബാധ്യതയൊന്നുമില്ല. കാരണം ഞാൻ ആരുടെ അടിമയായിട്ടല്ലേ നിൽക്കുന്നത്. പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ പറയുന്നത് കൃത്യമാണോ എന്നറിയാൻ ആവശ്യമുണ്ടെങ്കിൽ റെഫറൻസ് കൂടി പറയാം, പുസ്തകം വാങ്ങിക്കൊള്ളണം. ഇതൊക്കെ സർക്കാർ ഇറക്കുന്ന പുസ്തകം. ഞാൻ പല കാര്യങ്ങളും പറയാറുണ്ട്. ഞാൻ ഈ പറയുന്നതിന് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ടത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ്. ഗവൺമെൻറ് ഇറക്കുന്ന പുസ്തകത്തിൽ നിന്നാണ് പറയുന്നത്, അതോറിറ്റി ഉള്ള പുസ്തകത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നത്. സർക്കാർ ഇറക്കുന്ന പുസ്തകമാണ്. എന്നെ കോടതിക്ക് ഒന്നും ശിക്ഷിക്കാൻ പറ്റില്ല. അതിലുള്ളതേ ഞാൻ പറയൂ, അതിൽ നിന്ന് മാത്രമേ വസ്തുതകൾ ഞാൻ വിശകലനം ചെയ്യൂ. ശ്രദ്ധിക്കണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇങ്ങനെ കിടന്ന ഈ നാട്, അതിലേക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. ഈ കമ്പനി അതിൻ്റെ മേലധികാരികളുടെ കാര്യം പറഞ്ഞു. ഇന്ത്യക്കാർക്കിടയിൽ പലതരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കാണും. നിങ്ങളത് മാറ്റാനൊന്നും പോകണ്ട, അവരവരുടെ വഴിക്ക് പോട്ടെ. അവർ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ അവർ ചെയ്തു കൊള്ളട്ടെ, പ്രശ്നമില്ല. അവരുടെ ആചാരത്തിലൊന്നും നമ്മൾ കയറി ഇടപെടണ്ട. നമ്മുടെ കച്ചവടമാണ് പ്രധാനം. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി കച്ചവടം പൊടി പഠിച്ചു. പക്ഷെ കുറേ മനസാക്ഷിയുള്ള ആളുകൾ കമ്പനിക്കകത്തും ഉണ്ടാവുമല്ലോ. ഇവർ നോക്കുമ്പോൾ ഇന്ത്യയിൽ ഗുരുതരമായ ചില കാഴ്ചകൾ കണ്ടു. അവിടെ മുതലാണ് പഠിക്കേണ്ടത്. അതിലൊന്ന്, ഈ നമ്മുടെ നാട്ടിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 7 or 8 ഒക്കെ വയസ്സാണ്. 7 or 8 വയസ്സ് വരുന്ന പെൺകുട്ടിയെ 35-40 വയസ്സ് വരുന്ന ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കണം. അത് കേവലമായൊരു കല്യാണമല്ല. വിവാഹം കഴിച്ചതിൻ്റെ 16 ദിവസങ്ങൾക്കുള്ളിൽ അവർ തമ്മിൽ ദാമ്പത്യ ജീവിതം ആചരിക്കണം. നോക്കണം, കുഞ്ഞിൻ്റെ പ്രായം ഓർക്കണം. ഇപ്പോഴാണെങ്കിൽ പോക്സോ കേസ് ഉറപ്പാണ്. ആ പോക്സോ കേസ് ഉറപ്പാകുന്ന പോലെ ഇന്ത്യൻ ശിക്ഷാ നിയമം ഉണ്ടായ ശേഷമാണ്. നേരെ അകത്തോട്ടേ പോകുള്ളൂ, വെളിച്ചം കാണത്തില്ല. അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കെ ഇത് കണ്ട
ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇതൊരു മോശമാണല്ലോ. അവർ ഇത് റദ്ദ് ചെയ്തുകൊണ്ട് വിവാഹപ്രായം 10 മാറ്റി. അപ്പോൾ ഒരു കാര്യം കണ്ടു. അതേ കാലഘട്ടത്തിൽ മറ്റൊരു സംഭവം കൂടി നടന്നു. ഏതെങ്കിലും ഒരു നാട്ടുരാജാവിന് അനന്തരാവകാശി ഇല്ലാതെ പോയാൽ ആ സ്ഥലം കൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനി അറ്റാച്ച് ചെയ്യും. 2. ഇതിനിടയിലാണ് വിസ നിയമങ്ങൾ നിലനിൽക്കുന്ന ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിസ നിഷേധിച്ചിട്ടും ഡച്ചുകാരുടെ വിസ കൈപ്പറ്റിക്കൊണ്ട് വില്യം കേരി എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ടിലെ കെറ്ററിംഗിൽ ജനിച്ചു വളർന്ന ഒരു സുവിശേഷകൻ ഈ രാജ്യത്ത് ബംഗാളിൽ വന്ന് ബൈബിളിന്റെ പരിഭാഷയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ബംഗാളി ഉൾപ്പെടെയുള്ള സുപ്രധാനമായ ഭാഷകൾ പഠിക്കുന്നു. ബൈബിളിന്റെ പുതിയ നിയമത്തിൽ 27 ഭാഷകൾക്ക് പരിഭാഷയുണ്ടാക്കുന്നു. ഹോൾ ബൈബിൾ 6 ഭാഷകളിൽ ബൈബിൾ ഉണ്ടാക്കുന്നു. ഭാഷാ നിപുണനായ അദ്ദേഹത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരെ ട്രാൻസ്ലേറ്ററായിട്ട് നിയമിക്കുന്നു. അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. തന്റെ കൺമുമ്പിലൂടെ തലമൂടനം ചെയ്തൊരു പെൺകുട്ടി ഓടുന്നു. അവളുടെ പിന്നാലെ തമ്മാടികളായി ഒരുപറ്റം പുരുഷന്മാരോടുന്നു. എന്താണെന്നറിയാൻ വില്യം കേരി പിന്നാലെ ചെല്ലുമ്പോൾ കുറെ സ്ത്രീകളുമുണ്ട്. ആർത്ത് വിളിച്ചുകൊണ്ട് ഈ കുട്ടി ഓടി വരുമ്പോൾ ചോദിക്കുന്നു, എന്താ പ്രശ്നം? കാരണം ഇത്രമേ ഉള്ളൂ, ഇവളുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നു. ആ ഭർത്താവിന്റെ ചിതയിലേക്ക് ഇവളെ എടുത്തു വെക്കണം. നിങ്ങൾക്കറിയാം ബാക്കി. സതി എന്നാണ് അതിന്റെ പേര്. സതി പോലെയുള്ള ഈ തിന്മകൾ കണ്ട മഹാനായ വില്യം കേരി എന്ന ഇംഗ്ലണ്ടിലെ കെറ്ററിംഗിൽ പിറവി കൊണ്ട ഒരു ചെരുപ്പ് കുത്തിയായി ജീവിതം ആരംഭിച്ച ഒരു പാവം മനുഷ്യൻ സ്വന്തം പരിശ്രമം കൊണ്ട് പഠിച്ചു. ഇന്ത്യയിലെ മിഷണറി പ്രവർത്തനങ്ങളുടെ പിതാവെന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം ഇത് കണ്ടിട്ട് എന്താണ് സംഭവിക്കാൻ പോകും നോക്കുമ്പോൾ മരിച്ചടക്കപ്പെട്ട ഈ കാരണവരുടെ ശരീരത്തിലേക്ക് 7 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിക്കുന്ന 85ഉം 90ഉം വയസ്സുള്ള വൃദ്ധന ആ മനുഷ്യന്റെ ശരീരത്തിനൊപ്പം ഈ പിഞ്ചോമനയുടെ നിർജീവമായി ശരീരത്തോടൊപ്പം പിഞ്ചോമനയുടെ ജീവനുള്ള ശരീരവും കിടത്തിയിട്ട് പച്ചമുളകൾ കീറി തലങ്ങും വിലങ്ങും വെച്ചിട്ട് വള്ളിക്ക് വരിഞ്ഞിട്ട് അതിന് മീതെ ചന്ദനമുട്ടികൾ വെച്ച് അതിലേക്ക് നെയ്യൊഴുക്കിയിട്ട് പന്തം കയ്യിലെന്തിക്കൊണ്ട് ഓരോതരം മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തീ കൊളുത്തി ആളിക്കത്തുന്ന തീക്കുള്ളിൽ നിന്ന് കരയാനോ പിടയാനോ സാധ്യതയില്ലാതെ ഈ പിഞ്ചോമന മരിക്കുമ്പോൾ വില്യം കേരി കരഞ്ഞു. ആ രാത്രി മുഴുവൻ ദുഃഖിച്ചു. ആ ദുഃഖ നിമിത്തം ഉൽപാദിതമാകുന്ന പ്രതിരോധത്തിന്റെ പേരാണ് സുവിശേഷം. ആത്മഭാരത്തിന്റെ പേരാണ് സുവിശേഷം. ഈ ഇന്ത്യയിൽ ഇനി ആരും ഇങ്ങനെ മരിക്കാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി എന്താണ് വില്യം കേരി ചെയ്യുന്നറിയണ്ടേ? നിരവധി കത്തുകൾ അയച്ചയച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹെഡ്ക്വാർട്ടറിലും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലും നിരന്തരം അറിയിച്ചതിന്റെ പരിണിതഫലമായി 1829 ആകുമ്പോൾ ഒരു പുത്തൻ വാർത്ത ലോകം കേട്ടു. വില്യം ബെന്റിംഗ് ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ആയിരിക്കെ മുഴങ്ങിക്കെട്ട ഒരു വിളംബരമുണ്ടായിരുന്നു. അതിന് പിന്നിൽ പണിയെടുത്ത രാജാ റാം മോഹൻ റോയിയും ബഹുമാനനായ വില്യം കേരിയും വില്യം മാർഷും സർ ജോഷുവ വാർഡും ഒക്കെ അറിയപ്പെടുന്ന റാംപൂരിലെ പ്രധാനപ്പെട്ട മിഷണറിമാരും ഒരുമിച്ച് നിരന്തരം നടത്തിയ ആശയുദ്ധങ്ങൾക്കൊടുവിൽ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതിയോടുകൂടി വില്യം ബെന്റിംഗ് പ്രഭു ഒരു ഉത്തരവിറക്കിയാണ്. വില്യം ബെന്റിംഗ് ആകുന്ന ഞാൻ ബ്രിട്ടീഷ് ഇന്ത്യയിലും അതിന്റെ അധിനിവേശ പ്രദേശങ്ങളിലും യാതൊരാൾ സതി അനുഷ്ഠിക്കുകയോ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയോ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നതും അതിനെ പുകഴ്ത്തി പറയുന്നതും കുറ്റകൃത്യമായി കണ്ടുകൊണ്ട് കൊലപാതക കേസ് ചുമത്തിക്കൊണ്ട് ആളിനെ ശിക്ഷിക്കും, ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകും. ഈ വിളംബരം പുറത്തു വന്നതോടുകൂടി ഇന്ത്യ ആകപ്പാടെ ഇളകി. നിങ്ങൾ കേൾക്കണ്ടേ? അങ്ങനെ 1929 രൂപപ്പെട്ട സതി നിരോധനം, അതിനുശേഷം വിവാഹപ്രായം ഉയർത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലെ ഒരു വിളംബരം 10 വയസ്സുള്ളവർ ഈ 8 വയസ്സ് 10 വയസ്സിലേക്കാക്കി വെച്ചു. അതൊക്കെ കുറെ സഹിച്ചു. വീണ്ടും അറിയണ്ടേ അടുത്ത ഘട്ടം ഈ ലാപ്സ് നിയമം എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഭൂമി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കും. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ രാജ്യത്തിലെ ആളുകൾ അതുവരെ ആസ്വദിച്ച കുറെ തരം സുഖങ്ങൾ നഷ്ടപ്പെടുന്നു, സംതൃപ്തികൾ നഷ്ടപ്പെടുന്നു. അതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. 1848 ആകുമ്പോഴേക്കും മറ്റൊരു കാര്യം കൂടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. അതെന്താ നിങ്ങൾക്ക് അറിയണ്ടേ? വിധവമാരുടെ പുനർവിവാഹം. വിധവമാർക്ക് കല്യാണം കഴിക്കാം. ഈ വിധവ എന്നൊക്കെ കേട്ടാൽ നമ്മുടെ മനസ്സിൽ ഇന്നിരിക്കുന്ന സങ്കല്പങ്ങൾ മാറണം. അന്നത്തെ വിധവ എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പെൺകുട്ടിയാ, 8 10 വയസ്സൊക്കെ ഉള്ളേ. നമ്മുടെ സൺഡേ സ്കൂൾ പ്രായമുള്ള ഒരു സാധാരണ കുഞ്ഞിനെയാ ഈ വിധവ എന്ന് പറയുന്നത്. ആ വിധവയെ വിവാഹം കഴിച്ച അവരുടെ ഹസ്ബൻഡിനെ 80 വയസ്സൊക്കെ പ്രായമായിരിക്കും. 16 വയസ്സിലൊക്കെ വിധവയാകേണ്ടി വരുന്ന ഈ പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാം. അങ്ങനെ പുനർവിവാഹം എന്നൊരാശയം മുമ്പോട്ട് വെച്ചപ്പോൾ ഈ ഇന്ത്യ ആകപ്പാടെ
ഇളകിയിട്ട് സാക്ഷാൽ ബാലഗംഗാധര തിലകൻ, ലോകമാന്യ ബാലഗംഗാധര തിലകൻ എന്ന് നമ്മൾ പ്രകീർത്തിക്കുന്ന ഒരു പ്രമുഖ നേതാവുണ്ടല്ലോ, അദ്ദേഹത്തിന് കേസരി എന്നൊരു പത്രമുണ്ട്. ഇന്നത്തെ കേസരിയുടെ പഴയ രൂപമായിരിക്കാം അത്. ആ കേസരിയിൽ അദ്ദേഹം എഴുതി, ഇതാ ബ്രിട്ടീഷുകാർ വന്ന് ഞങ്ങൾ ശീലിച്ചു പോരുന്ന ആചാരങ്ങളെ മുഴുവൻ തകർക്കുന്നു, ഞങ്ങൾ എങ്ങനെ ജീവിക്കണം, ഞങ്ങളുടെ കുട്ടികളെ ഏത് പ്രായത്തിൽ കല്യാണം കഴിപ്പിക്കണം, അവരെങ്ങനെ ജീവിക്കണമെന്ന് ഞങ്ങളുടെ അന്തസ്സിനും ഞങ്ങളുടെ മാന്യതയ്ക്കും നിരക്കുന്ന കാര്യമാണ്. ഇത് ഞങ്ങളെ പഠിപ്പിക്കാൻ ബ്രിട്ടീഷുകാർ മുതിർന്നിട്ടില്ല. ഇതാണ് ആദ്യമായി ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു ബ്രിട്ടീഷ് വിരുദ്ധ ശബ്ദമെങ്കിൽ ആ ശബ്ദത്തിന്റെ പിന്നിൽ ലോകമാന്യ ബാലഗംഗാധര തിലകൻ ആഗ്രഹിച്ചതെന്താണെന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് ശ്രീ ഗംഗാധര തിലകൻ ഈ രാജ്യത്ത് അതുവരെ നിലനിന്നിരുന്ന ഇത്തരം വ്യവസ്ഥകൾ പരിരക്ഷിക്കണമെന്നാണോ അങ്ങ് ചിന്തിച്ചത്, അത് നിരാകരിക്കണമെന്നാണോ? ചുരുക്കത്തിൽ എന്താണ് വിദേശികൾ വന്ന് ഇവിടെ നിരത്തി ഉടച്ചത്, തകർത്തുടച്ചത്? അയ്യോ ഞങ്ങളുടെ സംസ്കാരം തകർത്ത് എന്നൊക്കെ വിലപിക്കുന്ന ആളുകൾ മനസ്സിലാക്കണ്ടേ, ഇതൊക്കെ സംസ്കാരമാണെങ്കിൽ ഇതിന്റെ അടിവേഴ് മുഴുവൻ എന്നെ തകർത്ത് കളയേണ്ട കാലം കഴിഞ്ഞു. ഇത്തരം സംസ്കാരങ്ങളെ സംസ്കാരം എന്ന് വിളിക്കുന്ന സംസ്കാര രാഹിത്യമല്ലേ സനാതന ധർമ്മം എന്ന് കൃത്യതയോടെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിനെ മുഴുവൻ തകർത്തു, ഇതിനെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് മാറി മാറിയിരുന്ന ഈ പരിസ്ഥിതിയിൽ ആളുകൾ തെരുവിലിറങ്ങി. വല്ലാത്ത പ്രക്ഷോഭം. നിങ്ങൾ കേൾക്കണ്ടേ, സതി നിരോധിച്ചപ്പോൾ അയ്യോ സതി നിരോധിച്ചേ എന്ന് പറഞ്ഞ് അന്നത്തെ ബാലഗംഗാധര തിലകനുമൊക്കെ പിന്തുണയ്ക്കുന്ന മതനേതാവിത്വം ചെയ്തത് എന്താണെന്നറിയണ്ടേ? സാക്ഷാൽ ബാലഗംഗാധര തിലകന് മാത്രമല്ലെന്നേ, നമ്മൾ പുകഴ്ത്തിപ്പാടുന്ന വന്ദേ മാതരം പാടുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി പോലും അന്ന് ഇതിനെ എതിർത്തു, ഇതിന്റെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തിൽ? ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ഞങ്ങളെ മാറ്റേണ്ട, ഞങ്ങൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞുകൊള്ളാം. എന്താണ് സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയൊക്കെ നമ്മളിവിടെ പഠിച്ചത്? ചിലതരം പൊളിച്ചെഴുത്തുകൾ ആവശ്യമായ ഒരു കാലത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ കൂടെ മദൻ മോഹൻ മാളവ്യയുണ്ട്, ഈ ബിപിൻ ചന്ദ്രപാലുണ്ട്, ബാലഗംഗാധര തിലകനുണ്ട്. ഇവരൊക്കെ ഒറ്റക്കെട്ടായി രൂപപ്പെട്ട് അന്ന് കൊളുത്തിവിട്ട ചിന്താസരണിയുടെ അധികം പൊട്ടാത്ത നനഞ്ഞ പടക്കങ്ങളാ ഇപ്പൊ ഈ ഛത്തീസ്ഗഡിലൊക്കെ പോയി ജ്യോതികാ ശർമ്മയുടെ രൂപത്തിൽ ഞങ്ങളുടെ സംസ്കാരം മാറ്റാൻ വരുന്നു, ഞങ്ങളെ മതം മാറ്റാൻ വരുന്നു പറഞ്ഞ് പേടിപ്പിക്കുന്നത്. മനസ്സിലായി കാണുമല്ലോ അതിന്റെ ആവിർഭാവം അവിടെയാണെന്ന്, അതിന്റെ തുടക്കം അവിടെയാണെന്ന്. എന്നാൽ മറുവശത്തെ മാന്യമായി ഇത് തെറ്റാണെന്ന് പറഞ്ഞ ഇന്ത്യക്കാരുമുണ്ട്. ഗോഖലെയുണ്ടല്ലോ, ഗോപാലകൃഷ്ണ ഗോഖലെ, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായിരുന്ന ഗോപാലകൃഷ്ണ ഗോഖലെയെ പോലെ ചില ആളുകൾ ഇതിനെതിരെ ശക്തിയുക്തം മുമ്പോട്ട് വന്നിട്ടുണ്ട്. രാജാറാം മോഹൻ റോയെ പോലെ ആത്മാഭിമാനമുള്ള ഇന്ത്യക്കാർ ഇതിനെതിരെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. കെശൂബ് ചന്ദ്രസെന്നെ പോലെ ഉള്ള മാന്യന്മാരായ ആളുകൾ ഇത്തരം പ്രവണതകൾക്കെതിരെ വന്നപ്പോൾ ഈ രാജ്യത്ത് പ്രക്ഷോഭങ്ങളുടെ മുഖ്യധാര നിൽക്കുന്ന ആളുകളെ രണ്ടായി തരംതിരിച്ചു, തീവ്രവാദികളും മിതവാദികളും. ഇതൊക്കെ കുട്ടികൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓർത്തു ഇത്രയും നാൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവർ തീവ്രമായി വാദിച്ചെന്ന. ഒന്നുമല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല, മറിച്ച് 8ാം വയസ്സിൽ പെണ്ണ് കെട്ടാനും ഭർത്താവ് മരിച്ച ചിതയിൽ ചാടിച്ചാകാനും ഒക്കെ ഉള്ള സ്ത്രീയുടെ വിധിയെ അങ്ങനെ അറ്റസ്റ്റ് ചെയ്യുന്ന ബോധത്തെയാ ഈ തീവ്രവാദം എന്ന് പറയുന്നത്. ഈ പരിസ്ഥിതി ഇവിടെ നടമാടിയപ്പോൾ ഇവർ പിന്തുണച്ചുകൊണ്ട് 75,000 സ്ത്രീകള് മുംബൈ നഗരത്തിലൂടെ വലിയ ജാഥ നടത്തിയെന്ന്. ഞങ്ങൾക്ക് സതി വേണം, നിങ്ങളാരാ ബ്രിട്ടീഷുകാരെ, സതി എങ്ങനെയും തരണം, ഇത്രയും നല്ലൊരു പ്രോഗ്രാം ഇല്ലെന്ന് ഇവരെ മുമ്പോട്ട് നയിച്ച ആ ബോധത്തെ. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെയാണ് സനാതനമെങ്കിൽ ഇതൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ ധൈര്യമുണ്ടോ സുഹൃത്തുക്കളെ? ഒന്ന് കൊണ്ടോ നോക്ക്. പ്രബുദ്ധ ഇന്ത്യ കയ്യാമം വെച്ച് നിന്നെയൊക്കെ അകത്ത് കയറ്റും. മനസ്സിലായില്ലേ? ജയിലുകൾ തികയാതെ വരും. അപൂർവമായി നമ്മൾ ചില സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. സതി പലയിടത്തും നടന്ന സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ സതി ശാശ്വതമായി നിരോധിക്കപ്പെട്ട അനുഭവങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ വലിയ മാറ്റം. അടുത്ത ഘട്ടം കണ്ടത് വിദ്യാഭ്യാസത്തിൻ്റെ സാർവത്രികവൽക്കരണമാണ്. എന്തായിരുന്നു ഇവിടെ വരെയുള്ള പരിസ്ഥിതി? ഞാൻ ഒന്നുകൂടി പറഞ്ഞത് ബോധ്യപ്പെടുത്താം. എൻ്റെ വാക്കുകൾ ഒരിക്കലും ഈ രാജ്യത്തിലെ ഭക്തന്മാരായ ഹിന്ദു സഹോദരന്മാർക്ക് വേണ്ടി എതിരെ അല്ല. അവരുടെ ഭക്തിയും അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്വകാര്യതയാണ്. ഒരു മുസൽമാനെയോ ഹിന്ദുവിൻ്റെയോ ഭക്തി എന്തെന്ന് അവൻ തീരുമാനിക്കുന്നതിൽ എനിക്കോ നിങ്ങൾക്കോ യാതൊരു റോളുമില്ല, ഒരു കുഴപ്പമോ കാര്യത്തിലില്ല. ഞങ്ങൾ എതിർക്കുന്നത് ഇത്തരത്തിൽ ഭക്തിയുടെയും അനുഗ്രഹത്തിൻ്റെയും സിദ്ധാന്തത്തിൻ്റെയൊക്കെ മുഴുവൻ അടക്കിപ്പരിവുകാർ ഞങ്ങളാണെന്നും ഞങ്ങളോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങളിവിടെ ലഘുലേഖ വിതരണം ചെയ്യാവൂ എന്നൊക്കെ പുലമ്പുന്ന, പാടുന്ന, പറയുന്ന ഒരു തരം ഭരണവ്യവസ്ഥിതിയാണ് ഞങ്ങൾ എതിർക്കുന്നത്. മനസ്സിലായില്ലേ? ഇതിനെ എതിർക്കാതിരിക്കാൻ നിർവാഹമില്ല, അതിനെതിരെ നിലപാട് സ്വീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ആ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ പറയുന്നത്. ആ വസ്തുതയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അത്തരം ചിന്തകളാണ് ഞങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഈ രാജ്യത്ത് നിലനിന്നിരുന്ന ഈ വ്യവസ്ഥകൾ ഘട്ടം ഘട്ടമായി മാറുന്ന പിന്നെ കണ്ടത് അതിലൊന്ന കലാലയങ്ങൾ രൂപപ്പെട്ടതോടുകൂടി ഇവിടെ എല്ലാവർക്കും വിദ്യാഭ്യാസം ചെയ്യാൻ കഴിയുമായിരുന്നില്ല.
എന്താണ് അതിന്റെ കാരണം? ഈ രാജ്യത്ത് വിദ്യാഭ്യാസം അതുകൊണ്ട് ആളുകൾ ധരിച്ചിരുന്നത് സംസ്കൃതം പഠിക്കാനുള്ള കഴിവാ. നമ്മൾ കണ്ടിട്ടുണ്ട്, മേൽവസ്ത്രം ധരിക്കാതെ പൂണൂലിട്ടിരിക്കുന്ന ഒരു സംസ്കൃത പണ്ഡിതനെയാണ് നമ്മൾ പണ്ഡിതൻ എന്ന് വിളിച്ചത്. ഈ പണ്ഡിതന്മാരെന്താ പഠിപ്പിച്ചതെന്ന് അറിയണ്ടേ? കടൽ കടന്നു പോകുന്നത് പാപമാണ്, കടൽ കടന്നു പോകുന്നവൻ അശുദ്ധനാകും. അങ്ങനെ കടൽ കടന്നു പോകുന്നു എന്നതിന്റെ പേരിൽ നെഹ്റുവിന് പതിത്വം കൽപ്പിച്ച നാടാണിതെന്ന് ഓർക്കണം. കടൽ കടന്നുപോയി, നെഹ്റു ചെയ്ത കുറ്റമാ. കടൽ കടന്നുപോയി, അത് നെഹ്റുവിനെ വരുതിക്ക് നിർത്തിയ രാജ്യമായതെന്ന് ഓർത്തുകൊള്ളണം. നെഹ്റുവിന് പോലും പതിത്വം കൽപ്പിച്ചു. കടൽ കടന്നുപോയി. ലണ്ടനിൽ പഠിക്കാൻ പോയതിനാ ഈ കടൽ കടന്നുപോയി എന്ന് പറയുന്നത്. എന്നിട്ട് ഇന്നിവരെല്ലാം ലണ്ടനിൽ പോവുക. അതാ രസകരമായ കാര്യം. പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുക. ഈ പ്രമുഖരൊക്കെ പഠിക്കാൻ ഇത്തരം നിലത്തെഴുത്ത് കളരി ഒന്നുമല്ല തിരഞ്ഞെടുത്തത്. ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടല്ലോ, നിർമ്മലാ സീതാരാമൻ ആദ്യമായവരൊക്കെ പഠിച്ചതേ നിലത്തെഴുത്ത് കളരിയിരുന്നുകൊണ്ട് തറാവറ പനയോ ഒന്നുമല്ലെന്നേ. അവരൊക്കെ പഠിച്ച ഇംഗ്ലീഷ്, ശുദ്ധമായ ഇംഗ്ലീഷ്. എന്റെ പാവ സഹോദരങ്ങളെ, ഇവരൊക്കെ ലോകത്തിലെ ഒന്നാം നിര കോളേജുകളിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ട് പാവങ്ങളെ തെരുവിലിറക്കുക. ഇതിനൊക്കെ എതിരെ നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അധികാരത്തിന്റെ സുഖലോലുവയിൽ ഇരുന്നു കൊണ്ട് നിങ്ങളെ പഠിക്കാതിരിക്കാൻ സമ്മതിക്കുക. ഈ പ്രവണതയ്ക്കെതിരെ മാറ്റമുണ്ടാക്കുന്ന ഒരു വിഷയമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് തന്നെ വരാം, ക്രമേണ വരാം. ഇനി നമുക്ക് നമ്മുടെ കേരളത്തിലേക്കൊന്ന് വരണം. ഏകദേശം ശാന്തസുന്ദരമായി പോയ ഒരു സ്ഥലം തന്നെയാണ് കേരളം. ഈ കേരളത്തിലെ സ്ഥിതിവിശേഷങ്ങൾക്കൊക്കെ മാറ്റം വന്നത് അങ്ങ് നമ്മുടെ വടക്കേണ്ടിൽ നിന്ന് ഘട്ടം ഘട്ടമായി നമ്മുടെ രാജ്യത്തിലേക്ക് കുടിയേറി വന്ന പരദേശ ബ്രാഹ്മണരുടെ വരവോടുകൂടിയാണ്. ഈ ആളുകൾ ടി മാധവറാവു ഉൾപ്പെടെയുള്ള പരദേശ ബ്രാഹ്മണർ ഘട്ടം ഘട്ടമായി കേരളത്തിൽ വന്ന് സ്ഥാനമുറപ്പിക്കുന്നു. AD 5 6 നൂറ്റാണ്ടിലൊക്കെയാണ് അവർ കേരളത്തിൽ വന്ന് സെറ്റിൽമെന്റ് നടത്തുന്നത്. നാട് ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ ക്ഷത്രിയർ, അന്ന് ക്ഷത്രിയ ഒന്നും പറയാനില്ല, രാജാക്കന്മാർ അന്തസ്സായിട്ട് ഒരുവിധം അന്തസ്സായി രാജ്യം ഭരിക്കുമ്പോൾ ഈ മന്ത്രതന്ത്രാദികൾ കാട്ടി ഭയപ്പെടുത്തി, വേദങ്ങൾ കാട്ടി ഭയപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെ അനുസരിച്ച് നിന്നില്ലേ, ഞാൻ ഇപ്പം മന്ത്രം ചൊല്ലും, സൂക്ഷിച്ചു നിന്നില്ലേ മന്ത്രം ചൊല്ലും, നീ കത്തിപ്പോകും. ഇത് കണ്ട് പേടിച്ചു പോയ കുറേ രാജാക്കന്മാരുണ്ടായിരുന്നു. അവരെല്ലാം ഈ പൗരോഹിത്യം അംഗീകരിച്ചു. അങ്ങനെ ആ പഴയ സംഭവമില്ലേ, ഋഗ്വേദത്തിന്റെ പുരുഷ സൂക്തം 10ാം അധ്യായത്തിൽ പറയുന്ന സംഭവമില്ലേ, ബ്രഹ്മാവ് സൃഷ്ടിച്ചു. എങ്ങനെ? ഇവിടെ ഒരു കാര്യം കൂടി പറയാം. ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് പ്രപഞ്ചത്തിന് ഒരു നാഥൻ, അവരുടെ വീക്ഷണത്തിലും കാഴ്ചപ്പാടിലും നിങ്ങൾക്ക് വൈരുദ്ധ്യമോ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമോ, ഒരു പ്രപഞ്ചനാഥനെ അത് പഠിപ്പിക്കുന്നത്. ഇനി ജൂതന്റെ മതവീക്ഷണം അനുസരിച്ച് പ്രപഞ്ചത്തിനൊരു രക്ഷകൻ, മുഴുവൻ മനുഷ്യനും ഒരു ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ബൈബിൾ പഠിപ്പിക്കുന്ന അനുസരിച്ചോ ക്രൈസ്തവന്റെ വീക്ഷണം അനുസരിച്ചോ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഒരു സൃഷ്ടാവെന്ന് മാത്രമല്ല സകല സൃഷ്ടിയും ആ ദൈവത്തിൻ്റെതാണ്. അതാ തിരിച്ചങ്ങ് പറഞ്ഞാൽ മതി. ബഹുദൈവത്വ വിശ്വാസത്തെ ഞാൻ ധിക്കരിക്കുന്നില്ല, ഞാൻ അവരെ ആക്ഷേപിക്കുകയല്ല, തിരിച്ചാ പറയുന്നത്. സകല സൃഷ്ടിക്കും ഒരു ഉത്തരവാദി വേണമല്ലോ, സകല സൃഷ്ടിക്കും ഒരു കാരണഭൂതൻ വേണമല്ലോ. ആ കാരണഭൂതന്റെ ചരിത്രം തേടി ചെല്ലുമ്പോൾ ജൂതമതം പറയുന്നു അതാരാണെന്ന്, അഹൂരമസ്തയാണെന്ന് പേർഷ്യൻ മതം പറയുന്നു. പക്ഷേ ഇനി നമുക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരാം. വേണ്ട, നമുക്ക് ശാസ്ത്രം തന്നെ എടുക്കാം. ശാസ്ത്രവീക്ഷണം അനുസരിച്ചും ഒരു പരിണാമം നടക്കണം. ആ പരിണാമത്തിന്റെ പരിണിത ഫലമായിട്ട് ഒരേ അപ്പനിൽ നിന്ന് ഒരേ അമ്മയിൽ നിന്ന് മനുഷ്യരാശിയൊക്കെ ഉണ്ടായി. ഇത് പരിണാമം കണ്ടുപിടിക്കുന്നതിനൊക്കെ കാലങ്ങൾക്കപ്പുറത്ത് വിശുദ്ധ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തി 17ാം അധ്യായത്തിൽ പറയുകയാണ്, അവൻ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കാൻ ഒരുത്തരിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി, അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും ഭാഷകളും നിശ്ചയിച്ചു. ഇതെല്ലാം പറയുന്നെങ്കിൽ നമ്മുടെ മാത്രം പ്രശ്നം എന്താ? ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്കാരായിട്ടുള്ള 4 ജാതിയെ മാത്രമേ സൃഷ്ടിക്കാൻ ഋഗ്വേദത്തിന്റെ ഗ്രന്ഥകാരന്മാർക്ക് കഴിഞ്ഞുള്ളൂ. 4 ജാതികളെ, ബ്രാഹ്മൺ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, 4 ജാതി. ഈ 4 ജാതിക്ക് പുറത്ത് മനുഷ്യരില്ലേ എൻ്റെ സഹോദര? ഈ മനുഷ്യരെയൊക്കെ ആരാണ് സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യത്തിന് ശശികല ടീച്ചർമാരൊരു മറുപടി പറയട്ടെ, എന്നിട്ട് വന്നെടുത്താൽ മതി. ആദിവാസികളുടെ പേറ്റന്റ്, ദലിതരുടെ പേറ്റന്റ്. ഈ ദലിതനെയും ആദിവാസിയെയും മറ്റു പിന്നോക്കരെയും സൃഷ്ടിക്കാൻ 1 മിനിറ്റ് ചിലവഴിക്കാത്ത ബ്രഹ്മാവിനെ ഞങ്ങളൊക്കെ പൂജിക്കണമെന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമായി ടീച്ചറെ? ആ ന്യായം എങ്ങനെ അംഗീകരിക്കും? ഞങ്ങളുടെ സൃഷ്ടിയുടെ മീതെ യാതൊരുവിധ കർത്തവ്യവും ഇല്ലാതെ ഞങ്ങളുടെ പേറ്റന്റ് എടുക്കാൻ വരട്ടെ. ഏത് ഗ്രന്ഥത്തിന്റെ ഏത് സൂക്തം വെച്ച് നിങ്ങൾ തെളിയിക്കും ഈ 4 ജാതിക്ക് പുറമേ മനുഷ്യരില്ലേ? മറ്റൊരു കാര്യം, ധർമ്മം ക്ഷയിച്ച് അധർമ്മം പെരുകുമ്പോഴൊക്കെയാണ് ഇത്തരം അവതാരങ്ങൾ പിറവിയെടുക്കുന്നത്. അത് ഇന്ത്യയിൽ ക്ഷയിക്കുമ്പോഴേ രസകരമായൊരു കാര്യം. ഇതാ ഓണം വരുന്നു, കിളിത്തട്ട് കളി എന്ന് പറഞ്ഞൊരു പരിപാടി പണ്ടുണ്ട്, പണ്ടത്തെ ആൾ കളിക്കുമല്ലോ. അതിൽ ഈ കിളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഒരാളുണ്ടല്ലോ. കിളി ഇങ്ങനെ ആളുകളെ താഴേക്ക് ഇറക്കുമ്പോൾ ഒരു നിബന്ധനയുണ്ട്, ഈ വരയെ കൂടെ തന്നെ ഓടണം, അപ്പുറത്തോ ഇപ്പുറത്തോ ചാടിപ്പോയ അടി ഫൗളാകും. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് അവതാരങ്ങൾ വന്നത് മുഴുവൻ ഈ ബൗണ്ടറിയിൽ നിന്ന് ഇങ്ങനെ കിളി കളിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഇന്ത്യയുടെ ഭൂപടത്തിനപ്പുറത്ത് മനുഷ്യരില്ലേ? അഫ്ഗാനിൽ മനുഷ്യരില്ലേ? ചൈനയിൽ മനുഷ്യരില്ലേ? അതിനപ്പുറത്ത് പാകിസ്ഥാനിൽ മനുഷ്യരില്ലേ? പണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ കൂടെ, അതിനപ്പുറത്തെല്ലാം മനുഷ്യരുണ്ടേ. ഈ അവതാരങ്ങളുടെ കണ്ണൊരിക്കപ്പോൾ ഇതിനപ്പുറത്തോട്ടൊന്നും പോയില്ല.
ഇതിനപ്പുറത്തും മനുഷ്യരുണ്ടെന്ന് കാണാൻ പറ്റിയില്ല. പിന്നെങ്ങനെ വിശ്വേശ്വരനാകും, പിന്നെങ്ങനെ പ്രപഞ്ചനാഥനാകും? ഈ കിളികളിയൊക്കെ ഞങ്ങളെ പഠിപ്പിക്കാൻ വരട്ടെ. അതൊക്കെ അംഗീകരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ഞാൻ ഇന്ന് അഭിമാന പുരസ്സരം പറയും, ഞാൻ സത്യത്തിൽ മതപരിവർത്തനം ചെയ്ത ഒരു ക്രിസ്ത്യാനി തന്നെ, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അഭിമാന പുരസ്സരം അത് പറയുന്നത്. അതിൻ്റെ കാരണം കൂടി പറയാം. ഈ കൈ വണങ്ങി ഞാനും എൻ്റെ സഹോദരിയും വീട്ടിലിരുന്ന് വൈകിട്ട് പാടിയിട്ടുണ്ട്. ഭംഗിയോടെ ഭൂമി തൻ്റെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമാം. നിങ്ങളെ പരിഹസിക്കല്ല, നിങ്ങൾ ആരും പാടിക്കൂ. പക്ഷേ എന്തിനാണാവോ ഈ 2 സെൻറ്റിൽ കിടക്കുന്ന പാവപ്പെട്ടവൻ, ദലിതൻ, ആദിവാസി, ബ്രാഹ്മണന് ഭൂമി നൽകാൻ വേണ്ടി രാമാവതാരം ചെയ്ത ദേവനെ സ്തുതിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്കത് ബോധ്യപ്പെട്ട നാൾ മുതൽ ഞാൻ ബൈ പറഞ്ഞു. മറ്റൊന്നുകൂടിയുണ്ട്, വായിച്ചു നോക്കണം. പി ഭാസ്കരൻ ഉണ്ണിയുടെ 19-ാം നൂറ്റാണ്ടിലെ കേരളം 8-ാം പതിപ്പ് കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്ന ഗ്രന്ഥം. കണ്ടോ, ഞാൻ കുറിപ്പ് പോലും ഇല്ലാതായി പറയുന്നത്. 8-ാം പതിപ്പ് പേജ് 314. അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടേ, ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് 3 തവണ ഒരു ശബ്ദം കേൾക്കാം. നായര് പുറത്തു പോ, നായര് പുറത്തു പോ, നായര് പുറത്തു പോ. 3 റൗണ്ടാ. നോക്കണം, ഞാനിത് കേൾക്കാൻ പോലും നിന്നില്ല. അതിൻ്റെ കാരണം എനിക്ക് ഗുരുവായൂരപ്പനോട് വെറുപ്പുണ്ടായിട്ടല്ല. ഒറ്റ കാര്യം, അങ്ങേക്ക് എന്നെ കാണാൻ മനസ്സില്ലെങ്കിൽ അങ്ങയെ കാണാൻ എനിക്കും മനസ്സില്ല. അത് തന്നെയാ ആ ആർജവത്തിൻ്റെ പേരാ സ്വതന്ത്രബോധം, ആ തജ്ഞേടത്തിൻ്റെ പേരാ സ്വതന്ത്രബോധം. ഇങ്ങനെ പോ 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 എന്ന് ഇറക്കി വിടുമ്പോൾ തലകുനിച്ച് നിന്ന് വണങ്ങാൻ പാകത്തിന് ഈ നട്ടല് വാഴപ്പിണ്ടിയൊന്നുമല്ല സ്നേഹിത. അങ്ങനൊന്നും ആകാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ആത്മാഭിമാനമുള്ളവൻ ആരെങ്കിലും പിന്നെ അവിടെ നിൽക്കുവോ? പുറത്തുവോ 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 എന്ന് 3 തവണ ആട്ടും തുപ്പും കെട്ടി അവിടെ നിൽക്കുന്ന തൊലിക്കെട്ടിയൊന്നും ഞങ്ങൾക്കില്ല. അത് കൃത്യം പറഞ്ഞിട്ട് ഇത് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് ഇന്ന് ഇത്തരം യോഗങ്ങൾക്ക് നേരെ വെല്ലുവിളി നടത്തി വരുന്ന ആരൊക്കെയാണെന്നറിയണ്ടേ. അന്ന് പുറത്തു പോ പുറത്തു പോ പുറത്തു പോകുന്ന പിള്ളേരെ മുഴുവൻ ചൂടാക്കി കയറ്റി ബെനിറ്റോ മുസോളിയുടെ കാക്കി നിക്കറൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുക. അതുകൂടെ ഒന്ന് പറയാം. അവിടെ നിന്ന് കേട്ടോ. ഈ പറഞ്ഞു കേൾക്കുമ്പോൾ ഈ സഹോദരന്മാർ പറയും വിദേശി വേണ്ട സ്വദേശി മതി, ഇതൊക്കെ പറയും. നിങ്ങൾ കേൾക്കണം, നിങ്ങളിവിടെ കേൾക്കണം. ഞങ്ങളിങ്ങനൊന്നും പ്രസംഗിക്കുന്നവരല്ലായിരുന്നല്ലോ. നിങ്ങളാ ഇങ്ങനെ ആക്കിയത് ഞങ്ങളെ. ആ കാര്യം ഓർത്തോണം. ഞങ്ങളിങ്ങനെ ഉള്ളവരായിരുന്നില്ല. ഞങ്ങളുടെ സംയമനത്തെ, ഞങ്ങളുടെ ചിന്തയെ മുഴുവൻ നിങ്ങളാണ് ഇതുപോലെ ആക്കിയത്. ഞങ്ങൾ ഈ രീതിയിൽ തന്നെ നാളുകളിൽ ഗ്രാമങ്ങളിൽ പ്രസംഗിക്കും. പോലീസ് സാങ്ഷൻ തന്നില്ലേ, മൈക്കില്ലാതെ പ്രസംഗിക്കും. ഇനി അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണെന്നേ, ഒരു കുഴപ്പമില്ല. ഒരു ബുദ്ധിമുട്ടും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തിരിച്ചടിക്കില്ല, പ്രതികരിക്കില്ല. ഞങ്ങൾ മറ്റേതെങ്കിലും തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായ ഒന്നും ഞങ്ങളുടെ മുമ്പിൽ നിന്ന് വരത്തില്ല. ഇനി പോലീസ് അറസ്റ്റ് ചെയ്താലും കോടതി ഞങ്ങളെ വെറുതെ വിടും. കാരണം ഈ പ്രസംഗം ഇതുപോലെ റെക്കോർഡ് ചെയ്ത് അവിടെ കൊണ്ടുപോയാൽ തൽക്കാലം പ്രകോപനം ഉണ്ടാക്കുന്ന നിങ്ങളെയൊക്കെ ഒന്ന് തണുപ്പിക്കുക. അത്രയൊക്കെ ഉള്ളൂ, അത്രേ കാര്യമുള്ളൂ. അതിനപ്പുറത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? അവിടെ പോയി കിടന്നിച്ച് ഞാനിഞ്ഞു പോരും. നമ്മുടെ കൂടെ കാശ് കൊണ്ടുണ്ടാക്കുന്ന സാധനമല്ലേ. അവിടെ നിന്ന് കിടന്ന് നോക്കാം. ഗാന്ധിജിയൊക്കെ കിടന്ന സ്ഥലമല്ലേ, നമുക്കൂടെ അവിടെ നിന്ന് കിടന്ന് നോക്കാം. ഇപ്പോൾ വായിക്കുന്ന സംഗതിയൊക്കെ അനുസരിച്ച് ജയിലിലെ ജീവിതം ഭയങ്കര സുഖമാണെന്നാണ് നമ്മുടെ ആ ചങ്ങാതി പറഞ്ഞത്. ഇടയ്ക്ക് ചാടിപ്പോയ ചങ്ങാതിയില്ലേ, അവൻ പറഞ്ഞ് പുറത്തിറങ്ങിയതിനേക്കാൾ നല്ലത് ജയിലിലാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഞാൻ കുറച്ചാളായിട്ട് ആലോചിക്കുന്നത് എൻ്റെ ഈ ശരീരം ഒന്ന് മെച്ചപ്പെടുത്തണം എന്ന് കുറച്ചാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പോട്ടെ, അപ്പോൾ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ എന്തിനാ പറഞ്ഞേ, ഈ രസകരമായൊരു സംഭവം ഉണ്ടേ. ചിലരിങ്ങനെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഈ രാജ്യത്ത് ആദിവാസിയുണ്ട്, ദലിതനുണ്ട്, ഇവരൊക്കെ പിന്നെ ആരാ? പറഞ്ഞുതരാം. അത് പഠിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. 1930 ഒരു വട്ടമേശ സമ്മേളനം നടക്കുന്നുണ്ട് ലണ്ടനിൽ. അപ്പോൾ ഇന്ത്യക്കാരായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഗാന്ധിജിയും ആ സമ്മേളനത്തിന് പോകണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും അംബേദ്കറും ആഗഖാനും മുസ്ലിം ലീഗിൻ്റെ പ്രതികളൊക്കെ ആ സമ്മേളനത്തിന് പോയി. ആ സമ്മേളനത്തിൽ ഇങ്ങനെ ചർച്ചയ്ക്കകത്ത് മതന്യൂനപക്ഷങ്ങളുടെ ആവശ്യകതയെപ്പറ്റി ചർച്ച വരിക. മതന്യൂനപക്ഷങ്ങൾ എന്നാൽ പാഴ്സികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖ്കാരുണ്ട്, ക്രൈസ്തവരുണ്ട്. അവരെല്ലാം അവകാശങ്ങളെപ്പറ്റി ചർച്ച വരുമ്പോൾ അംബേദ്കർ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളല്ല, ഞങ്ങളും മുസ്ലിങ്ങളെപ്പോലെ പാഴ്സികളെപ്പോലെ ക്രിസ്ത്യാനികളെപ്പോലെ വേറിട്ടൊരു കൂട്ടരാണ്. ഇത് പറയാൻ പ്രചോദനം എന്താണെന്നറിയണ്ടേ? ഏതാണ്ട് സമകാലിക സംഭവങ്ങളിൽ പലരും ഇതേ കാര്യം പറഞ്ഞു. SNDP യോഗത്തിന്റെ ആദ്യകാല ജനറൽ സെക്രട്ടറി ശ്രീ ഇ മാധവൻ എഴുതിയ പുസ്തകമുണ്ട്. കൊല്ലത്തുനിന്ന് മൈത്രി ബുക്സ് ഇപ്പോഴും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ പേര് സ്വതന്ത്ര സമുദായം. ആ സ്വതന്ത്ര സമുദായത്തിലെ ഒരു അധ്യായം തന്നെ ഈഴവർ ഹിന്ദുക്കളല്ല. മനസ്സിലായില്ലേ? ഇന്നിരുന്നു കൊണ്ട് കണിച്ചുകുളത്തുനിന്ന് തിട്ടൂരം പുറപ്പെടുവിക്കുന്ന മഹാനൊക്കെ മനസ്സിലാക്കിക്കൊള്ളൂ. നിങ്ങളുടെ നേതാവ് പണ്ട് പറഞ്ഞ വി ആർ നോട്ട് ഹിന്ദുസ്. രസകരമായ കാര്യം കേൾക്കണ്ടേ? മദൻ മോഹൻ മാളവ്യ കേരളത്തിൽ വന്നു. അദ്ദേഹം പ്രസംഗത്തിന്റെ ഒടുവിൽ വിളിച്ചു പറഞ്ഞു, ജയ് ശ്രീറാം. ഇത് കേട്ട് തൊട്ട് മുമ്പിലിരുന്നു കൊണ്ട് സഹോദരൻ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഒരു യുവചിന്തകൻ എന്നിട്ട് പറഞ്ഞു, ജയ് രാവണ. ആകപ്പാടെ വാദപ്രതിവാദമായി. ചോദിച്ചപ്പോൾ ഈഴവ സമൂഹത്തിൽപ്പെട്ട സഹോദരൻ അയ്യപ്പൻ വിളിച്ചു പറഞ്ഞു, രാമൻ എങ്ങനെ ഞങ്ങളുടെ ദൈവമാകും? കാരണം ശംഭൂകൻ എന്നറിയപ്പെടുന്ന ഒരു ശൂദ്രൻ തലകീഴായി തപസ് ചെയ്തപ്പോൾ
നിഷ്കരണം അയാളുടെ തലയെറുത്തു മാറ്റിയ രാമനെ ഞങ്ങൾക്കെങ്ങനെ ആരാധിക്കാൻ പറ്റും? ഞങ്ങളുടെ ദേവൻ രാവണനാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ പറഞ്ഞ ചുണക്കുട്ടികളായി ഈഴവരുണ്ടായിരുന്ന നാടായിരുന്നതെന്ന് ഓർത്തുകൊള്ളണം. മനസ്സിലാക്കണോ? അദ്ദേഹത്തിന്റെ പേരാ സഹോദരൻ അയ്യപ്പൻ. അദ്ദേഹം മറ്റൊന്നുകൂടി പറഞ്ഞു, തീയ സമുദായം, ഈഴവ സമൂഹം, ഹിന്ദുക്കളാണ് ഞങ്ങളെന്ന് പറയുന്നത് കാലപ്പഴക്കം കൊണ്ട് ഈ ചങ്ങല സ്വന്തമാണെന്ന് അടിമ പറയും പോലെയാണ്, ഇതെന്റെ ശരീര അവയവം പോലെയാണെന്നാണ്. കാരണം ഈഴവരെ പറ്റി, ദലിതരെ പറ്റി, മറ്റ് പിന്നോക്കരെ പറ്റി, ആദിവാസികളെ പറ്റി ഒരു വേദത്തിലും ഒരു അക്ഷരം ഉരിയാടുന്നില്ല. ഇനി മറ്റു ചില കൂട്ടരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൂടെ പറയാം. ചണ്ടാളർ, ഈ പദമൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ചണ്ടാളർ എന്നൊക്കെ ചിലർ കേൾക്കുമ്പോൾ ഒരു അപകർഷതാബോധത്തോടെ കേട്ടിരിക്കുക. ഇത് ആരുടെ കാര്യം? ഈ ചണ്ടാളൻ. പറയാം. നമ്മളൊരു പാട്ടൊക്കെ പഠിച്ചല്ലോ. അല്ലല്ലെന്തൂ കഥ ഇതു കഷ്ടമേ, അല്ലല്ല അങ്ങ് ജാതി മറന്നുവോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചെല്ലഴും ആര്യന്മാർ, ഗ്രാമത്തിൻ പുറത്തെങ്ങോ വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. കേട്ടിട്ടുണ്ട് അല്ലേ? പഴയ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. അതിൽ ഈ ചണ്ടാളൻ എന്ന് പറഞ്ഞ ആരാന്ന് അറിയണ്ടേ? എൻ്റെ പൊന്നു സ്നേഹിത, ഈ ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ടാക്സി പിടിച്ചു വന്ന ആളോ അന്യഗ്രഹത്തിൽ നിറങ്ങി വന്ന ആളോ അല്ല. അതാ കേൾക്കണ്ടേ? ഈ രാജ്യത്തൊരു വ്യവസ്ഥയുണ്ട്, അനുലോമ ജാതി, പ്രതിലോമ ജാതി. എന്താ അനുലോമ ജാതി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മൺ ക്ഷത്രിയനെ കെട്ടാം, ക്ഷത്രിയ പെണ്ണിനെ കെട്ടാം, വൈശ്യപ്പെണ്ണിനെ കെട്ടാം, ശൂദ്രപ്പെണ്ണിനെ കെട്ടാം. പക്ഷേ ഈ ശൂദ്രരെ കെട്ടുമ്പോൾ മാത്രം പ്രത്യേകതയുണ്ട്. അതിന് കല്യാണം എന്ന് പറയില്ല, സംബന്ധം എന്ന് പറയൂ. സംബന്ധം. കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ അത് കയറിയ റാങ്ക് കൂടിയൊരു കാര്യമാണല്ലോ, അങ്ങനെ പറയാൻ അറപ്പ് മക്കളാണ്. അപ്പോൾ അയിത്തം സ്ത്രീക്ക് കാര്യമായിട്ടില്ലായിരുന്നു ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞു രണ്ട് കാര്യത്തിന് പണ്ടും വലിയ അയിത്തമൊന്നുമില്ല. ഒന്ന് ഈ സമ്പത്തിനും വലിയ അയിത്തം ഇല്ല. ആരിട്ട പൈസയും കാണിക്കയിലെടുക്കും. ആദിവാസി ഇട്ട പൈസ എടുക്കും, ദലിതനിട്ട പൈസ എടുക്കും, ദരിദ്രനിട്ട പൈസ ഒരു കുഴപ്പമില്ലാതെ എടുക്കും. രണ്ടാമത്തെ കാര്യം, സ്ത്രീക്കും വലിയ അയിത്തമൊന്നും ഉണ്ടായിട്ടില്ല. അതാ പറഞ്ഞു വരുന്നത്. പക്ഷേ ഒരു ഫുള്ളി സബ്സ്ക്രൈബ്ഡ് മാരേജ് അല്ല, അതുകൊണ്ട് വിളിക്കും സംബന്ധം. അപ്പം നമുക്ക് തൽക്കാലം അസംബന്ധം എന്ന് പേരിടേണ്ടി വരും. കാരണം താഴോട്ട് ഇങ്ങനെ കെട്ടുക. പക്ഷെ ഒരു കാരണവശാലും കെട്ട് മുകളിലോട്ട് പാടില്ല. പുരുഷന്, അതായത് ഒരു ശൂദ്രന് മുകളിൽ കയറി കെട്ടാൻ പാടില്ല, മുകളിലേക്ക്. ക്ഷത്രിയനെ കെട്ടാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും വിധത്തിലൊരു ശൂദ്രൻ ഒരു ബ്രാഹ്മണ സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിച്ചതിലൊരു കുട്ടി ജനിച്ചാൽ അവൻ്റെ പേരാ ചണ്ടാളൻ. മനസ്സിലായോ? മനസ്സിലായില്ല? അല്ല, ദൂരെ നിന്നും ടാക്സി പിടിച്ചു വന്നല്ലെന്നും. ചണ്ടാളൻ എന്ന് പറഞ്ഞാൽ ക്ലോൺ ചെയ്തെടുത്ത സാധനമൊന്നുമല്ലെന്നും. ശൂദ്രനായൊരു പുരുഷനെ, ശൂദ്രൻ പറഞ്ഞാൽ നായരായൊരു പുരുഷനെ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. എന്നോട് ചിലപ്പോൾ ആൾ പറയാറുണ്ട്, ഇങ്ങനെ പറയൻ പുലകൻ ശൂദ്രൻ നായരെന്നൊക്കെ പച്ചയ്ക്ക് പറയരുത്. എൻ്റെ സ്നേഹിത, മൂർഖനെന്ന് വിളിക്കാനേ പറ്റൂ, തത്തമ്മയെന്ന് വിളിക്കാനൊന്നും പറ്റില്ല. ഇത് നമ്മളുണ്ടാക്കിയെന്നല്ല, ഇത് മനുസ്മൃതിയിലുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞല്ലേ, അതങ്ങ് മാറ്റ്. ഇത് വേദങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ്, സർക്കാർ എഴുതി വെച്ചിരിക്കുന്ന രേഖകളുടെ സാധനമാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി ജാതി ചോദിക്കുന്ന ആൾ വില്ലേജ് ഓഫീസറാണ്, സർട്ടിഫിക്കറ്റ് തരാൻ. മനസ്സിലായില്ലേ? ഞാനുണ്ടാക്കിയല്ല. ഈ നായർ പോയിട്ട് ആരെ കെട്ടിയാൽ, ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിച്ചാൽ അതിലുണ്ടാകുന്ന കുട്ടിയാ ചണ്ടാളൻ. ചണ്ടാളനായി ജനിച്ചോ കാട്ടിക്കഴിഞ്ഞോണം. കാട്ടിൽ ജീവിക്കണം. ആരെങ്കിലുമൊക്കെ വലിച്ചെറിയുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് തള്ളയും ബഹിഷ്കരിക്കപ്പെടും. കുറേ നാൾ കഴിഞ്ഞ് അവർ കാട്ടി കിടക്കുക. പുറത്തോട്ട് വരാൻ ഇലയാ ചുറ്റിയിരിക്കുന്നത്. അല്ല, ആദിവാസി എന്ന് പറഞ്ഞൊരു വർഗം പ്രത്യേകിച്ച് ദൈവം സൃഷ്ടിച്ച് കാട്ടിലിട്ടതല്ല. മനസ്സിലായില്ലേ? പാവങ്ങൾ. ഇങ്ങനെ രൂപപ്പെട്ടവൻ്റെ വസ്ത്രം വെറും ഇലയാ. മറ്റൊരവസ്ഥ, അവന് വേറൊരു വസ്ത്രം വെച്ചിട്ടുണ്ട്. ഈ ചുടലയിൽ ആളുകളുടെ ശവമടക്കാൻ വരും. ആ ശവമടക്കാൻ വരുമ്പോൾ ആ ദേഹത്തെ മുഴുവൻ മൂടിയ ശവത്തുണിയിലെ ഈ ശവത്തുണി അവിടെ മാറ്റിയിട്ട് വെക്കും. അത് അവനുള്ള വസ്ത്രമാണ്. എന്നിട്ട് ഒന്നുകൂടി പറയും, ചണ്ടാളനും ശൂദ്രനുമൊക്കെ സഞ്ചരിക്കുന്ന പട്ടടകളാണ്. ചണ്ടാളനും ശൂദ്രനും സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മാർഗത്തെ എങ്ങനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും? അതുകൊണ്ട് ആദ്യം നന്നാകേണ്ടത് ഇത്തരം കിതാബുകളാണ്, ഇത്തരം ആശയ സംഹിതകളാണ്. ഈ ആശയ സംഹിതകൾ നിങ്ങൾ സമൂഹം ഇന്ന് പഠിച്ച് ഗ്രഹിച്ച് സമൂഹത്തിൽ കൂടുതൽ തെളിവോടെ പറയുമ്പോൾ അതാണ് പ്രകോപനത്തിന്റെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മറ്റൊന്നുകൂടി, ഈ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ച് പോരുമ്പോൾ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ആദരനായ മഹാത്മജി പങ്കെടുത്തു. 9 സബ് കമ്മിറ്റികൾ അതിലുണ്ട്. ആ 9 സബ് കമ്മിറ്റികളിൽ ന്യൂനപക്ഷാവകാശങ്ങളെ പറ്റി പറയുന്ന സ്ഥലം വന്നു.
അംബേദ്കർ ഇതിനെ പ്രതികരിച്ചെഴുന്നേറ്റപ്പോൾ മഹാത്മജി പറഞ്ഞു, അങ്ങ് എഴുന്നേൽക്കണ്ട, ഞാൻ പറഞ്ഞു, ഞാനാണത് പറയാൻ അർഹൻ. അംബേദ്കർ പറഞ്ഞു, അങ്ങല്ല, ഞാനാണ് അർഹൻ, ഞാൻ അനുഭവസ്ഥനാണ്, അങ്ങ് ഇത് കണ്ടിട്ടല്ല ഉള്ളു, അങ്ങ് ബനിയ വിഭാഗത്തിൽപ്പെട്ടയാളാ, വൈശ്യനാണ് അങ്ങ്. ഈ ബനിയ വിഭാഗം എന്ന് പറഞ്ഞാൽ അത്ര മോശം ആളുകളല്ല. ഈ 2.5% ബനിയ വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ 2.5% വരുന്ന ബനിയ വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ ആദ്യത്തെ 75 സമ്പന്നര്. അദാനി, അംബാനി, മിത്തല്, എത്ര പേരുടെ പേരിങ്ങനെ കേൾക്കണം. ഇവരാ ഇന്ത്യ ഭരിക്കുന്നത്, അവരുടെ കയ്യിലാണ് ഇന്ത്യ. സമ്പന്നമായൊരു പശ്ചാത്തലമാണ്. ബിർള ഇല്ലേ, ബിർള ഗാന്ധിജിയുടെ സ്വന്തക്കാരനാ. ബിർള മന്ദിർ എന്നൊക്കെ കേട്ടാൽ ഇതെന്താ സംഭവം തന്നെ. ടാറ്റ ബിർള ഗോയങ്ക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിൽ ബിർള കൊടുത്ത വീടാത്. അത് പോട്ടെ, ഗാന്ധിജി പറയും, ഞാൻ സാധാരണ മനുഷ്യരോട് ഗ്രാമങ്ങളിൽ ഇടപെട്ട അയിത്തത്തിനെതിരെ പോരാടിയ ആളാണ്. മഹാത്മജി പ്രതികരിച്ചു, അലയോ അംബേദ്കർ പ്രതികരിച്ചു, മഹാത്മജി, അങ്ങ് അയിത്തത്തിനെതിരെ പോരാടിയ ഒരു രീതി ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങ് സാധുക്കൾ ഒരു ഗ്രാമത്തിൽ ചെന്നു, ചാമർ തിങ്ങി നിൽക്കുന്ന ഗ്രാമത്തിൽ അങ്ങയോടുള്ള സ്നേഹം നിമിത്തം ആളുകൾ അങ്ങേക്ക് കടല കൊണ്ട് കാഴ്ചവെച്ചു, കടല ഭക്ഷിക്കാൻ. ഗാന്ധിജി പറഞ്ഞു, തീർച്ചയായും നിങ്ങൾ തന്ന കടല എനിക്ക് വിലപ്പെട്ടതാണ്, അതെൻ്റെ ശരീരത്തിന് ആരോഗ്യകരമാണ്, ഞാനത് ഭക്ഷിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പോഴല്ല, ഇപ്പോൾ ഞാൻ ഈ കടല എൻ്റെ ആടുകൾക്ക് കൊടുക്കും, ആട് തിന്നിട്ട് അതിൻ്റെ പാല് ഞാൻ കുടിക്കും, അപ്പോൾ കടല എൻ്റെ ഉള്ളിലെത്തും. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ആ, മനസ്സിലായോ? അയിത്തത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലമായ പോരാട്ടത്തിൻ്റെ ഒരു വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയൊരു ബുദ്ധിമാൻ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. പക്ഷെ അദ്ദേഹം വളരെ ലളിതമായി ജീവിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് ആടിൻ്റെ പാലേ കുടിക്കൂ, ആടിൻ്റെ പാലേ കുടിക്കൂ എന്നതുകൊണ്ട് അദ്ദേഹം ജീവിച്ച ഇംഗ്ലണ്ടിലേക്ക്, ഇന്ത്യയിൽ നിന്ന് ഒരാടിനെ കൊണ്ടുപോയി, ഇംഗ്ലണ്ടിലേക്ക് ഒരാടിനെ കൊണ്ടുപോയി അതിൻ്റെ പാലാണ് കുടിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ആടിനെ കൊണ്ടുപോകാനുള്ള ചിലവൊക്കെ നിങ്ങൾ ഓർത്താൽ മതി. മനസ്സിലായില്ലേ? മാത്രമല്ല, അദ്ദേഹം ഈ ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ, ജനറൽ കമ്പാർട്ട്മെൻറ്റിലേ ഇരിക്കൂ യാത്ര ചെയ്യുമ്പോൾ. ഈ സിംപ്ലിസിറ്റി കാരണം പോലീസിനാകപ്പാടെ ബുദ്ധിമുട്ടാണ്. കാരണം 10-15 പോലീസ് ഇരുന്നെങ്കിലേ ഇദ്ദേഹത്തിന് സുരക്ഷ വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പുറത്തിരുന്നാൽ സമാധാനത്തിന് പോകാം. മനസ്സിലായില്ലേ? സുരക്ഷ കൊടുക്കണം. അപ്പോൾ ഗാന്ധിജിക്ക് സിമ്പിളായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് കുറേ ഇറങ്ങി, നികുതിപ്പണവേ കുറേ ഇറങ്ങി. അത് പോട്ടെ, വാദം മൂത്തു. വാദമെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ സംഗതി വല്ലാതായി, അവസ്ഥ വല്ലാതായി. അവസാനം നടക്കുകയില്ല എന്നായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, മുഴുവൻ പിന്നോക്കരും ദലിതരും ആദിവാസികളും ഹിന്ദുക്കളാണ്. വാദം മൂത്തു. ഒടുക്കം ഇത് തീരുമാനിക്കാനുള്ള അധികാരം അധ്യക്ഷന് വിട്ടുകൊടുത്തിട്ട് സമ്മേളനം അടിച്ചു പിരിഞ്ഞു. അടിയൊന്നുമല്ല, അടിച്ചങ്ങ് പിരിഞ്ഞു. അതിനുമുമ്പ് രസകരമായൊരു കാര്യമുണ്ട്, ചിന്താർഹമായൊരു കാര്യം. 14 ആവശ്യങ്ങൾ ഉന്നയിച്ചു അംബേദ്കർ. അന്ന് അതൊക്കെ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ഈ രാജ്യത്തിന്ന് യാതൊരു വർഗീയതയും ഉണ്ടാവില്ല. സ്വസ്ഥതയോടെ ജീവിക്കാൻ പാകത്തിന് കാഴ്ചപ്പാടുള്ള ബാബാ സാഹേബ് വെച്ച ഐഡിയകൾ മുഴുവൻ നിരാകരിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഇത് മുഴുവൻ അധ്യക്ഷനായിരുന്ന റാംസേ മക്ഡൊണാൾഡ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഏൽപ്പിച്ചു. ആ പ്രമേയത്തിൽ ഒപ്പിടാത്ത ഒരാളേ ഉള്ളൂ, അംബേദ്കർ. തിരിച്ചു പോകുന്നു. അങ്ങനെ 32 സെപ്റ്റംബർ 20 അവിടുന്ന് 1932 വട്ടമേശ സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 32 ആഗസ്റ്റ് 17 ആകുമ്പോഴേക്കും മക്ഡൊണാൾഡിൻ്റെ വിധി പുറപ്പെടുന്നു. അമ്പരപ്പിക്കുന്ന വിധിയാണ്. ആ വിധി എന്താണെന്ന് അറിയണ്ടേ? അംബേദ്കർ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചിരിക്കുന്നു. കമ്മ്യൂണൽ അവാർഡ് എന്നാണ് എൻ്റെ പേര്. ചരിത്രം പഠിച്ചാൽ മതി. കമ്മ്യൂണൽ അവാർഡ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ചെയ്യാനൊക്കെ ചെയ്തു. പക്ഷെ ഇന്ത്യയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ആദരനായ മഹാത്മജി പൂനെയിലെ ഇർവാഡ ജയിലിൽ മരണം വരെ നിരാഹാരം. ഗാന്ധിജി നയിച്ച നിരാഹാരങ്ങളുടെ എണ്ണം 21 നിരാഹാരങ്ങളിൽ മരണം വരെ നിരാഹാരം ഇരിക്കും എന്ന് പറഞ്ഞത് ഒറ്റ കാര്യത്തിനാണ്. അതെന്താണെന്നറിയണ്ടേ? അതാ രസകരം. ദലിതരും ആദിവാസികളെല്ലാം ഹിന്ദുക്കളാണ്. ഋഗ്വേദം പോയി, മനുസ്മൃതി പോയി, ചാതുവർണ്ണത്തിൽ ഉൾപ്പെടാത്തവരെ കൂടി ചേർത്തുകൊണ്ട് 1935 ഒരു ലിസ്റ്റ് പുറത്തിറങ്ങി. ആ ലിസ്റ്റ് അനുസരിച്ച പട്ടികയിൽപ്പെട്ട ജാതി ST SC എന്ന നിലയിലേക്കൊക്കെ ലിസ്റ്റ് വരുന്നത്. ആ ലിസ്റ്റിന് മുമ്പ് ഈ രാജ്യത്തിലെ ദലിതരോ ആദിവാസികളോ ഹിന്ദുക്കളല്ല.
രണ്ടാമത്തെ തെളിവ് ഞാൻ പറയുന്നു. 1911 ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒരു സെൻസസ് നടന്നു. 1881 1911 ചില സെൻസസുകൾ നടക്കുന്നുണ്ട്. ആ സെൻസസിൽ കാസ്റ്റ് തിരിച്ച് നടത്തിയ സെൻസസിൽ ആരാണ് ഈ അൺടച്ചബിൾസ്, അസ്പൃശ്യർ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് സായിപ്പ് കണ്ടെത്തുന്ന ഉത്തരം 10 എണ്ണമാണ്. 1, ബ്രാഹ്മണ്യത്തെ നിഷേധിക്കുന്നവരോ ബ്രാഹ്മണ്യം നിഷേധിച്ചവരോ, അതായത് പുസ്തകത്തിൽ കാണാത്തവരാണ്. 2, വേദങ്ങളുടെ ഒതൻറ്റിസിറ്റി, ആധികാരികത നിരസിച്ചവർ. 3, പശുമാംസം ഭക്ഷിക്കുന്നവർ. 4, ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കാത്തവർ. വീണ്ടും പശുമാംസം ഭക്ഷിക്കുന്ന ആളുകൾ മാത്രമല്ല, പൊളൂട്ടഡ് ആക്കുന്നവർ, മലിനപ്പെടുത്തുന്നവർ. ഇങ്ങനെ 8-10 നിബന്ധനകൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ചു. ഇങ്ങനെയാണ് ഈ പൊളൂട്ടഡ് കമ്മ്യൂണിറ്റിയെ കണ്ടുപിടിക്കുന്നത്. അതാണ് കാര്യങ്ങളുടെ കിടപ്പ്. എന്തിനാണ് ഇത്രയും ബോധ്യപ്പെടുത്തിയത്? ഇവരൊന്നും ഒരിക്കലും ധരിച്ചില്ല ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന്. അവരെ ആരാണ് ഇതാക്കിയത്? എല്ലാം പോകട്ടെ. ഇനിയിപ്പോൾ വന്ദനാ ഫ്രാൻസിസും പ്രീതി മേരിയും എന്ന് ഇവരെ മതം മാറ്റുകയല്ല. മതം മാറ്റാൻ അവർ മതത്തിൻ്റെ ഭാഗമല്ല. 32 നടന്ന പൂന പാട്ടില്ലേ, ആ സെപ്റ്റംബർ 24 പൂന പാട്ട്, അവിടെ മുതൽ ഇങ്ങോട്ട് എടുത്തെങ്കിൽ ആ കണക്കനുസരിച്ച് മാത്രമേ ഈ ലിസ്റ്റ് ഇത്ര വിശാലമാക്കിക്കൊണ്ട് ഒരു ഭൂരിപക്ഷ ജനത എന്ന നിലയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഹൈന്ദവ ലോകം വളർന്നത്. തത്വം വെച്ച് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പോലെ ക്രൈസ്തവരെ പോലെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ പേരാ ഹിന്ദുയിസം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഈ 4 ജാതി ആകുള്ളൂ, അതുകൊണ്ടാണ്. ബാക്കി ആകില്ല. എങ്ങനെയാണ് ആക്കുന്നത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? അതിനാണ് കഴിഞ്ഞ ദിവസം മൈത്രേയൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മൈത്രേയൻ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു മുസ്ലിമിന് തോന്നുക എനിക്ക് ഹിന്ദു ആകണം, കർമ്മം നടത്തി അങ്ങോട്ട് വന്നാൽ നിങ്ങൾ എന്നെ ആരാണ് ആക്കുന്നത് പറ? ബ്രാഹ്മണാക്കോ, ക്ഷത്രിയനാക്കോ, വൈശ്യനാക്കോ, ശൂദ്രനാക്കോ പറ? ഒരു ക്രിസ്ത്യാനിക്ക് തിരിച്ചിങ്ങനെ ആകണം, ഒരു യഹൂദന് ഹിന്ദു ആകണം, നിങ്ങൾ ആരെയാണ് ആക്കുന്നത്? ചാതുർവർണ്ണ്യം ഒഴിവാക്കിക്കൊണ്ടൊരു സനാതനധർമ്മം പറ്റുമോ? പറ്റുമെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഇനി അതെല്ലാം പോയിക്കൊള്ളട്ടെ. ആനുകാലികമായ ഭക്തിയുടെയും പരിവർത്തനത്തിൻ്റെ ഒക്കെ തലത്തിൽ ഞാനതിനെ വിടുന്നു. കാരണം സാംസ്കാരിക പരിവർത്തനങ്ങളിലൂടെ, നവോത്ഥാനങ്ങളിലൂടെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ ചോദ്യം ചെയ്ത കേരളം വളർന്നേ. മറുവശത്ത് ഞങ്ങളെന്താണ് ഈ രാജ്യത്ത് ചെയ്തത് എന്ന് പറയാം. ഇങ്ങനെ മതത്തിന് വേണ്ടാത്ത, ബ്രാഹ്മൺ ചെന്ന് പൂജ ചെയ്യാത്ത, എച്ചിലയിൽ ഭക്ഷിക്കാനിട്ട് കൊടുക്കുന്ന, പട്ടണകളിലെ ശവത്തുണി കൊണ്ട് ഉടുക്കാൻ പഠിപ്പിക്കുന്ന ഇത്തരം മ്ലേച്ഛതയ്ക്കെതിരെ ഞങ്ങൾ ചെന്ന് അട്ടഹാസം മുഴക്കുകയോ സമരം ചെയ്യുകയല്ല ചെയ്തത്. ഈ നാടുകളിൽ ചെന്ന് ആളുകളെ പെറുക്കിയെടുത്തു. അത്തരം ആളുകളോട് ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് പറയാൻ ഒരു സുവിശേഷമുണ്ടായിരുന്നു. ഞങ്ങൾ അവരുടെ ആദ്യം പറഞ്ഞ ക്രിസ്ത്യാനിയാകാനല്ല, നിങ്ങൾ മനുഷ്യരാണ്, നിങ്ങൾ ആത്മാഭിമാനത്തോടെ ഈ രാജ്യത്ത് ജീവിക്കേണ്ടവരാണ്, എൻ്റെയും നിങ്ങളുടെയും സിരകളിൽ ഓടുന്ന രക്തം തുല്യമാണ് എന്ന് പഠിപ്പിക്കാൻ ഞങ്ങൾ ഉപദേശിച്ചൊരു മാർഗമുണ്ട്. ആ മാർഗത്തിന്റെ പേരാണ് സുവിശേഷം. ആ സുവിശേഷം പ്രസംഗിക്കുന്നത് മതപരിവർത്തനമാണെന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടെങ്കിൽ, അതിനങ്ങനെയാണ് നിങ്ങൾ പേരിടുന്നതെങ്കിൽ, ഞങ്ങൾ ഈ പ്രവൃത്തി അഭംഗുരം തുടരുക തന്നെ ചെയ്യും. കാരണം മനുഷ്യത്വത്തിന്റെ ആത്മാഭിമാനത്തിലേക്ക്, അന്തസ്സിലേക്ക്, ആഭിജാത്യബോധത്തിലേക്ക് ഈ ജനതയെ മാറ്റിയെടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം ഈ രാജ്യത്ത് ആദ്യം നിറവേറിയത് ഈ രാജ്യത്തിലെ മിഷണറിമാരാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നു. ചില ആളുകൾ പറയും എന്തൊക്കെയോ സൗജന്യം കിട്ടാൻ, മതം മാറി പാൽപ്പൊടി കിട്ടാൻ, വസ്ത്രം കിട്ടാൻ, അതിനൊക്കെ വേണ്ടി പോകുന്ന രസാപരമായ ഒരു കാര്യം. ബഹുമാനായ ശ്രീ കെ സുരേന്ദ്രൻ, കഴിഞ്ഞ BJPയുടെ മുൻ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ 2 പേരുടെ ഫോട്ടോയുണ്ട്. ഒന്ന് ശ്രീ P. വിജുവിൻ്റെയാണ്, CPM നേതാവ്. മറ്റൊരാൾ ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ്. ഈ 2 പേരുടെ ചിത്രമിട്ടിട്ട് പറയാണ്, ഇതാ സംവരണം തട്ടിയെടുക്കുന്നു, ഇവർ ക്രിസ്ത്യാനികളാണ്, പേര് കൊണ്ട് ഇവർ ഹിന്ദുക്കളാണ്, എന്നിട്ട് ഇതാ സംവരണം തട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തിന് വേണ്ടി വാദിക്കുമ്പോൾ, പ്രിയപ്പെട്ട സുരേന്ദ്ര, താങ്കളെപ്പോലും സനാതനധർമ്മം കാലുകൊണ്ടടിച്ച് പുറത്തു കളഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്ന കാര്യം താങ്കൾ വിസ്മരിച്ചു പോരുന്നോ? ഞാൻ പറയട്ടെ, TK മാധവന്റെ അമ്മയുടെ ചരിത്രം, ഭാര്യ മാതാവിന്റെ ചരിത്രം ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ TK മാധവന്റെ ഭാര്യയുടെ അമ്മ, അവർക്ക് രോഗാവസ്ഥ വന്നപ്പോൾ ബ്രാഹ്മൺ കഴിച്ച് എച്ചിലയിൽ ഭക്ഷണം കഴിക്കേണ്ട വിധി വന്നു. ഈ എച്ചിലയിൽ ഭക്ഷിക്കാൻ വിധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന്
മാന്യമായ ആഹാരം ഹോട്ടലിൽ കയറി കഴിക്കാൻ, അതിനി ബീഫാണോ അല്ലയോ ഒന്നും എനിക്കറിയില്ല, ഇത്ര അന്തസാർന്ന ആഹാരം കഴിക്കത്തക്ക വിധത്തിൽ അങ്ങേക്ക് ആഭിജാത്യം വളർത്തി തന്ന ആരാ? അത് മനസ്സിലാക്കിക്കൊള്ളണം. ഈ മാറ്റങ്ങളുടെ മുഴുവൻ അടിസ്ഥാനം ആരാ? നിങ്ങൾ ഈ രാജ്യത്ത് വളർന്നുപോയ മുഴുവൻ മനുഷ്യന്റെയും ചരിത്രം പഠിച്ചാൽ അവരെല്ലാം പിന്നിൽ ഒരു ക്രിസ്തീയ സ്ഥാപനത്തിന്റെ സ്വാധീനമുണ്ട്. മഹാനായ ശശി തരൂർ പഠിച്ചത് എവിടെയാണ്? പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി പഠിച്ചത് എവിടെയാണ്? ആദരണീയായ നിർമ്മല സീതാരാമൻ പഠിച്ചത് എവിടെയാണ്? ഇത്തരം ആളുകളുടെ പേര് ജോൺ ബ്രിട്ടാസ് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ പരുങ്ങുന്ന ഈ വ്യവസ്ഥയിലെ, മിണ്ടാതിരിക്കുന്ന വ്യവസ്ഥയിലെ ആ കാര്യം ഞങ്ങൾക്കൊന്ന് ഉണർത്തിച്ച് ഓർമ്മപ്പെടുത്തി പറയാനുണ്ട്. ആ കാര്യം എന്തെന്നറിയണ്ടേ? ഈ രാജ്യത്തിൽ, ഈ കേരളത്തിൽ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ പലയിടങ്ങളിൽ സാധുക്കളെ, സാധാരണക്കാരെ കണ്ട് അവരെ അഭ്യസ്ത വിദ്യരാക്കി മാറ്റിയ മഹത്തരമായ മാർഗമാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മാർഗം. ഞാൻ ഇതേ വേദിയിൽ ഇതിന്റെ മുമ്പും വന്ന് പ്രസംഗിച്ച നിരവധി കാരണങ്ങളുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട പുസ്തകമാ അടിമ കേരളത്തിന്റെ അദൃശ്യ ചരിത്രം, ഡോക്ടർ ബിനിൽ പോളിന്റെ പുസ്തകം. ഈ പുസ്തകത്തിലാണ് 2 കൊല്ലം മുമ്പ് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയത്. ആ പുസ്തകം ഇന്ന് 11ാം പതിപ്പിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അത്രയും ബെസ്റ്റ് സെല്ലറാണ്. ശ്രീ ബിനിൽ പോൾ കൃത്യമായി ഈ രാജ്യത്ത് നടന്ന വിവേചനങ്ങളെ, അടിമത്തത്തിന്റെ ചരിത്രം കൃത്യമായ വിധത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മല്ലപ്പള്ളി ചന്തയിൽ ഒരടിമയുടെ വില 21 രൂപയായിരുന്നപ്പോൾ ചങ്ങനാശ്ശേരി ചന്തയിൽ ഒരടിമയുടെ വില ഇതുപോലെ 3 രൂപ മാത്രമായിരുന്നു. 3 രൂപ മാത്രം വിലയുള്ള ചങ്ങനാശ്ശേരി ചന്തയിൽ നിന്ന് 21 രൂപ കിട്ടുന്ന ഇടത്തിലേക്ക് കന്നുകാലികളെ കൊണ്ടുപോകും പോലെ ആളുകളെ ചാട്ടക്കടിച്ച് കൊണ്ടുവന്ന് തെരുവിലിട്ട് വിൽക്കുന്ന കാഴ്ച കണ്ടപ്പോൾ പള്ളം കേന്ദ്രമാക്കി പ്രവർത്തിച്ച ഹെൻറി ബക്കർ ജൂനിയർ എന്ന സായിപ്പ് നിരവധി അടിമകൾക്ക് 21-30 രൂപയൊക്കെ കൊടുത്ത് വില കൊടുത്തു വാങ്ങി അവരെ സ്വതന്ത്രരായി പുറത്തുവിടുമ്പോൾ നിങ്ങൾ ഇതിനെ പണം കൊടുത്തുള്ള മതപരിവർത്തനമെന്ന് പറയുമെങ്കിൽ, ഇത്തരം ഒരു പരിഗണന ഒരാൾ അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചരിത്രം പഠിക്കുക. അടിമകളെ വിലക്ക് വാങ്ങി ഫ്രീ ആക്കി വിട്ടയക്കാൻ അവരെ പ്രേരിപ്പിച്ച ധാർമ്മികമായ ആ സംഹിതയുടെ പേരാണ് വിശുദ്ധ ബൈബിൾ. 1-2 പേരല്ല, ആയിരക്കണക്കിന് ആളുകൾ അടിമത്തത്തിന്റെ ഇത്തരം ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ സാംശീകരിച്ചെടുത്ത സുവിശേഷത്തിന്റെ മഹത്തര സത്യം ഈ രാജ്യത്തോട് ഘോഷിക്കാനുള്ള ഞങ്ങളുടെ ആർജവം എവിടെയും പണയം വെക്കാതെ ഛത്തീസ്ഗഡിലോ അതല്ലെങ്കിൽ രാജസ്ഥാനിലോ ഉത്തർപ്രദേശിലോ ഈ ഇന്ത്യൻ ഭൂമികയുടെ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണുമ്പോൾ താത്തുവെക്കാനുള്ളതല്ല ഞങ്ങളുടെ വിശ്വാസം. നിലച്ച് ഏതെങ്കിലും തരത്തിൽ പിന്തിരിഞ്ഞോടാനുള്ളതല്ല ഞങ്ങളുടെ ആത്മാർത്ഥത എന്നുള്ള കാര്യം മാത്രം പറയാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പ്രകടനം ഞങ്ങൾ നടത്താറില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ പറയുമ്പോൾ തന്നെ പറയുന്നത് 3-4 തരം നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് മതസമ്മേളനങ്ങൾക്ക് അനുമതി. ഞാൻ പറഞ്ഞു അത് പബ്ലിക് ഓർഡറിനെ ബാധിക്കരുത്. ഞാൻ പറഞ്ഞു മതപരമായ സമ്മേളനങ്ങളും പ്രസംഗങ്ങളും പബ്ലിക് മൊറാലിറ്റിയെ ബാധിക്കരുത്. മതപരമായ സമ്മേളനങ്ങളും കൂട്ടങ്ങളും പബ്ലിക് ഹെൽത്തിനെ ബാധിക്കരുത്. ഞങ്ങൾ ഈ രാജ്യത്തിലെ റോഡുകൾ കയ്യേറി ഒരു പൊതുയോഗം നടത്തിയതിന്റെ ഏതെങ്കിലും തെളിവ് കാണിക്കാമോ? ഞങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് മാലിന്യമുണ്ടാക്കിയ തെളിവുകൾ കാണിക്കാമോ? അന്തസ്സോടെ ചിട്ടയോടെയാണ് ഇത്തരം യോഗങ്ങൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതെങ്കിൽ നോക്കണം. ചില പറയുന്നു ഞങ്ങൾക്ക് ബഹളമേറെയാണ്, ഞങ്ങൾക്ക് ശബ്ദമേറെയാണ്. പൊന്നു സ്നേഹിത, ഞങ്ങളാണോ ഏറ്റവും അധികം ശബ്ദമുണ്ടാക്കുന്നത്? ഞാൻ എരുമേലി സ്വദേശിയാണ്. മണ്ഡല മകളവിലക്ക് കാലത്ത് 2-3 മാസങ്ങൾ ജാതി മത ഭേദമന്യേ ചണ്ടയും വാദ്യവും അരങ്ങുകളും 24 മണിക്കൂറും കേട്ട് അതിന്റെ മധ്യേ ജനിച്ചു വളർന്ന ആളാണ് ഞാൻ. എനിക്ക് അസഹിഷ്ണുത തോന്നിയിട്ടില്ല. അതെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ആരാധന ഭാഗമെന്ന് കരുതി ഞങ്ങൾ അതിനെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ 9:30 മണിയോടുകൂടി, രാത്രി 9:30 മണിയോടുകൂടി അവസാനിക്കുന്ന സാധാരണ പൊതുയോഗങ്ങളും ഉച്ചയ്ക്കാണെങ്കിൽ 1 മണിക്ക് മുമ്പ് അവസാനിക്കുന്ന സാധാരണ മീറ്റിങ്ങുകളും ഞങ്ങളുടെ സ്വകാര്യകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് ശബ്ദമുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ അതിനെ പബ്ലിക് ന്യൂസൻസിൽ പെടുത്തി ഞങ്ങൾ ഇത്തരത്തിലാണെന്ന് പറയുന്ന ഓർക്കുക. ഞങ്ങൾ വഴിയടച്ച് പെരുവഴികൾ മുഴുവൻ പിടിച്ചെടുത്ത് പൊങ്കാലയുണ്ടാക്കി ആ പുകയും പടലങ്ങൾ മുഴുവൻ അന്തരീക്ഷത്തെ ഈ വിധത്തിൽ മലിനീകരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ച് കണ്ടിട്ടുണ്ടോ? റോഡുകൾ കുഴിച്ച് കമാനങ്ങൾ ഉണ്ടാക്കി പൊതുവഴിയിൽ പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി നിർബന്ധിത പിരിവുകൾ വാങ്ങി നോക്കണം. ഇത്യാദി കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തൊരാളെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല, ഒരു തരത്തിലും ആക്രമിക്കാൻ പോയിട്ടില്ല, ഒരു തരം പ്രയാസ പ്രതിസന്ധികളും സൃഷ്ടിക്കാൻ പോയിട്ടില്ല. മറിച്ച് സമാധാനപൂർണമായി ഈ രാജ്യത്ത് ജീവിച്ച് ഭരണഘടനാ നിബദ്ധമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറുന്ന ഒരു സമൂഹം എന്ന നിലയിൽ മാത്രമാണ് ഇവിടെ വർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യം പറയാൻ ഞങ്ങൾ അമാന്തിക്കുന്നില്ല. സുവിശേഷം ഈ രാജ്യത്തിലേക്ക് വന്നെന്ത് ചെയ്തു? ഞാൻ പറഞ്ഞു സതിയുടെ നിരോധനം. ഇത് ബ്രിട്ടീഷുകാർ ചെയ്തല്ല. ബ്രിട്ടീഷുകാർക്കൊപ്പം വന്ന മിഷണറിമാർ
നിങ്ങൾക്കറിയണ്ടേ, ബ്രിട്ടീഷുകാരെയും ഈ രാജ്യത്തിലേക്ക് വന്ന മിഷണറിമാരെയും നിങ്ങൾ രണ്ടായി കണ്ടുപിടിക്കണം ചരിത്രം. ബ്രിട്ടീഷുകാർ കൊള്ളയിടാൻ വന്നപ്പോൾ ഹെൻറി ബേക്കറെ പോലെ, ബഹുമാനായ ഹെർമൻ ഗുണ്ടറ്റിനെ പോലെ, ആദരണീയനായ നമ്മളെ വില്യം ഗേരിയെ പോലെ നൂറുകണക്കിന് സുവിശേഷകർ ഈ രാജ്യത്തിലേക്ക് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും ഒക്കെ തങ്ങൾക്കുണ്ടായിരുന്ന സ്വത്തും സൗകര്യങ്ങളൊക്കെ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഇന്ത്യയിൽ വന്ന് കഷ്ടപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ച് ഇവിടെ തന്നെ മരിച്ചടങ്ങിയവരാണ്. അവരൊരു തുണ്ട് ഭൂമിയും കൊണ്ടുപോയില്ല, ഇവിടുന്ന് ഒരു നാണയവും കൊണ്ടുപോയില്ല. അവരുടെ കഴിവും പ്രാപ്തിയും ഈ രാജ്യത്തിന്റെ ഗുണഗണങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ച ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹെൻറി ബേക്കർ വന്നിരുന്നില്ലെങ്കിൽ ഇത്തരം ഒരു തൊടുപുഴയുടെ ചരിത്രം മറ്റൊന്നായി തീരുമായിരുന്നു. പള്ളത്ത് ഹെൻറി ബേക്കർ ജൂനിയർ വന്നിരുന്നില്ലെങ്കിൽ കോട്ടയം പോലൊരു സിറ്റി, ആ സിറ്റി നോക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ബേക്കർ ജംഗ്ഷൻ എന്നൊക്കെ പറയുമല്ലോ. ഈ രാജ്യത്തിന്റെ നിർമ്മിതിയിൽ ഞങ്ങൾ വഹിച്ച പങ്ക് എന്തെന്ന് ഇനിയും പറഞ്ഞു തരണമോ? ഇവിടെ ശശികല ടീച്ചറും മറ്റും ബഹുമാനപ്പെട്ട മദർ തെരേസയെ ആക്ഷേപിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തുന്ന ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സ്ഥാപനം ഒന്ന് സന്ദർശിക്കണം. വേണ്ട, അവിടെ വരെ പോകാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിൽ കത്തോലിക്ക സഹോദരങ്ങൾ കണ്ണൂരിൽ കന്റോൺമെന്റിന് അടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം, മദർ തെരേസയുടെ ഒരു ബ്രാഞ്ച്, ഒരു ശാഖ പ്രവർത്തിക്കുന്നുണ്ട്. എൻ്റെ മാസ്റ്റർ ഡിഗ്രി പഠനവുമായി MSW പഠനവുമായി ബന്ധപ്പെട്ട് ഗവേഷണാർത്ഥം ഞാൻ ഈ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവരുടെ പുരോഹിതൻ 28-29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പുരോഹിതൻ വന്ന് എന്നെ കൈക്കൊണ്ടു. അതിനകത്തേക്ക് കയറി നോക്കണം. ആ കിടക്കുന്ന നിരവധി രോഗികൾ, പലതരത്തിൽ ബുദ്ധി കൈവരിക്കാത്ത, ബുദ്ധി വികാസം കൈവരിക്കാത്ത നിരവധി ആളുകൾ. അവരരികിലേക്ക് ചെന്നിട്ട് അവരെ തലോടുന്നു, അവരുടെ മുറിവ് കഴുകി കിട്ടുന്നു. അവർക്ക് യാതൊരു ശമ്പളവും കിട്ടിയിട്ടല്ല ഈ കഠിനാധ്വാനത്തിലൂടെ ഈ ആളുകളെ പരിരക്ഷിക്കുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞു, ആടിന് കടല കൊടുത്തിട്ട് ആട് കഴിച്ച കടലയ്ക്ക് ശേഷം ആ പാൽ കറന്നെടുത്ത് കുടിച്ചുകൊള്ളാം എന്ന് പറയുന്ന കാപഡ്യമല്ല ഈ സിസ്റ്റേഴ്സ് പോയി ചെയ്തത്. ഈ സ്ഥലങ്ങളിലൊക്കെ ഈ സിസ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ആ കൂടെ പോയ പ്രീതി മേരി എന്ന് പറയുന്ന ഒരു സിസ്റ്ററിലെ അവർക്ക് ത്വക്ക് രോഗമാണ്. ഈ ത്വക്ക് രോഗം എങ്ങനെയാണ് പകരുന്നത്? ആ ത്വക്ക് രോഗം പകരാനുള്ള കാരണം അവർ പോയി ഇടപെട്ട കോളനിയിലെ ആളുകൾ മുഴുവൻ ഇത്തരം പകർച്ചവ്യാധികൾ കടിമകളാണ്. അവർക്കിടയിൽ കിടന്ന് അവരെ ശുശ്രൂഷിച്ച് അവരുടെ വേദനകളുടെ ഭാഗമായി തീർന്നുകൊണ്ട് അവരെ കൂടി സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ അവർക്ക് മരുന്നുണ്ടാക്കി, ചികിത്സയുണ്ടാക്കി, അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് അവരോടൊപ്പം ഇടപഴകിയ സേവനത്തിന്റെ പേരാണ് ക്രിസ്തീയത. അത് ഞങ്ങൾ പഠിപ്പിക്കുമ്പോൾ മതപരിവർത്തനം എന്ന് നിങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾ പറയൂ, 5000 വർഷമായിട്ടും ഇത്ര സനാതനപരമായ മൂല്യങ്ങളോട് നിന്നിട്ടും എങ്ങനെ 5.5 ലക്ഷം കോളനികൾ ഈ രാജ്യത്തുണ്ടായി എന്ന് പറയണം. 5.5 ലക്ഷം കോളനികളായി കോടിക്കണക്കിന് മനുഷ്യര് അക്ഷരാഭ്യാസമില്ലാതെ വിവരവും വിവേകവുമില്ലാതെ കഴിയുന്നു. അതിന്റെ കാരണം നിങ്ങൾ പറയണം. ഇത്തരം പ്രദേശങ്ങളിൽ കടന്നുപോയി അവരെ ഉദ്ധരിക്കാൻ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ, ജീവിതത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരാൻ, അവരും മനുഷ്യരാണെന്ന് പറയാൻ ഞങ്ങൾ കലാലയങ്ങൾ ആരംഭിക്കും. ആ കലാലയങ്ങൾ ആരംഭിക്കുമ്പോൾ ആ കലാലയത്തിൽ ജാതി ചോദിക്കില്ല, മതം ചോദിക്കില്ല, വർണ്ണം ചോദിക്കില്ല, വർഗം ചോദിക്കില്ല. അതൊക്കെ ഭരണകൂടം വേണമെങ്കിൽ ചോദിച്ചറിഞ്ഞുകൊള്ളട്ടെ. അവരെ ഇംഗ്ലീഷ് പഠിപ്പിക്കും, പ്രാദേശിക ഭാഷ പഠിപ്പിക്കും, വ്യാകരണം പഠിപ്പിക്കും. ഈ തേച്ച് മിനിക്ക മുത്തുകൾ കാലം കുറെ കഴിയുമ്പോൾ 8, 10, 15, 20 വർഷങ്ങൾ കൊണ്ട് മാസ്റ്റർ ഡിഗ്രി പോലും കരഗതമാക്കും. ഇത്തരം വിധത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദം കരഗതമാക്കിയ കുട്ടികൾ പോലീസുകാരായി, തഹസീൽദാർമാരായി, വില്ലേജ് ഓഫീസർമാരായി, ടെസ്റ്റുകൾ എഴുതി പാസ്സായി ഇതേ സ്ഥാനങ്ങളിൽ ഔദ്യോഗിക സ്ഥാനത്തെത്തുമ്പോൾ 100 രൂപ കാശിന് പോലും ഒരു ദിവസം പണിയെടുത്താൽ കിട്ടാത്ത പ്രാകൃതാവസ്ഥ വിട്ടുകൊണ്ട് അവർ മികച്ച ശമ്പളം കൈപ്പറ്റും, വാഹനമുണ്ടാകും, ജീവിതത്തിന്റെ ചുറ്റുപാടുണ്ടാകും. മറ്റൊന്നുകൂടി, അടിമപ്പണി ചെയ്യാൻ ആളെ കിട്ടാതെ വണ്ണം ഭൂവുടമകൾ, സെമീന്ദാർമാർ കഷ്ടപ്പെടുമ്പോൾ അവർ മദ്യം കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത് സാധാരണ മനുഷ്യരെ ഇളക്കി വിട്ടുകൊണ്ട് ഇത്തരം സുവിശേഷ പ്രഭാഷണങ്ങളെ, പാട്ടുപാടുന്ന ഇടങ്ങളെ, യോഗങ്ങളെ അലങ്കോലപ്പെടുത്തുമ്പോൾ നിങ്ങൾ നശിപ്പിക്കുന്നത് ഒരു ജനതയുടെ ഭാവിയാണ്, ഒരു ജനതയുടെ ജീവിതമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഓർത്തുകൊള്ളണം. ഞാൻ ഒരു ചോദ്യത്തിന് കൂടി മറുപടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ചിലരെങ്കിലും പറയാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ കോളനികളിൽ സുവിശേഷം പറയാൻ പോകുന്നു, ഈ സവർണ ഹിന്ദുക്കളുടെ അരികിലോ മുസ്ലിങ്ങളുടെ അരികിലോ ഒന്നും പോകാത്ത എന്താ? മുസ്ലിങ്ങളുടെ അരികിൽ പോയാൽ അവർ വെട്ടും കുത്തും കൊല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ചരിത്രം പഠിക്കണം. ഞങ്ങളുടെ മുൻനിര പ്രസംഗങ്ങളിൽ അത്ര മുസ്ലിം നാമധാരികളുണ്ടെന്നറിയണ്ടേ, ആളുകളുണ്ടെന്നറിയണ്ടേ? ധാരാളം ആളുകൾ അതേ പേര് പോലും മാറാതെ സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് തരാം. ഇനി സവർണ ഹിന്ദുക്കളുടെ അരികിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന വാദവും വളരെ തെറ്റാണ്. അതുകൂടി പഠിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ പെന്തക്കോസ് അനുഭവമില്ല. ഞങ്ങൾ ഈ ഒച്ച വെക്കും, ബഹളം വെക്കും, അന്യഭാഷയിൽ പാട്ടുപാടും, നൃത്തം ചെയ്യുമെന്നൊക്കെ പറയുന്ന അനുഭവം ആദ്യം ആർജിച്ച ആ സ്ഥലം എവിടാന്നറിയണ്ടേ? പണ്ഡിത രമാബായിയുടെ മുക്തി മിഷനാണ്. ആധുനിക കാലത്ത് ജീവിച്ചിരിക്കുന്ന സംഘപരിവാര ശക്തികൾക്ക്
പണ്ഡിത രമാബായി ആരെന്നറിയില്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. 1960 രാഷ്ട്രം അവരുടെ പേരിൽ ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഏതാണ്ട് 300-ലധികം ഏക്കറിൽ വ്യാപരിച്ചു കിടക്കുന്ന മുക്തി മിഷനിൽ ഈ ഞാനും ചില നാളുകൾക്കപ്പുറത്ത് ഒരു മീറ്റിങ്ങിനായി കടന്നുപോയി. ആരായിരുന്നു പണ്ഡിത രമാബായി? കർണാടക സ്വദേശിയായിട്ടുള്ള ഒരു ചിത്പവൻ ബ്രാഹ്മണ സ്ത്രീയാണ്. ഈ ബ്രാഹ്മണ സ്ത്രീയുടെ മുഴുവൻ പേര് പണ്ഡിത രമാബായി സരസ്വതി എന്നായിരുന്നു. പണ്ഡിത രമാബായി സരസ്വതിയാണ് പണ്ഡിറ്റ് എന്ന ബിരുദം ഇന്ത്യയിൽ ആദ്യ കരഗതമാക്കിയ വനിതാരത്നം എന്നുകൂടി ഓർക്കണം. പണ്ഡിറ്റ് എന്ന ബിരുദം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ, പണ്ഡിറ്റ് നെഹ്റു, പണ്ഡിറ്റ് കറുപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ പണ്ഡിറ്റ് എന്ന ബിരുദം സംസ്കൃതത്തിൽ അവഗാഹമായ പണ്ഡിതയായ ഈ സ്ത്രീയെ ഈ തന്റെ മാതാപിതാക്കളോടൊപ്പം ദീർഘദൂരം യാത്ര ചെയ്ത് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ആ തീർത്ഥാടനത്തിനായി പോകും വഴിക്ക് ഇവർക്കൊരു പ്രശ്നമുണ്ട്. മറ്റ് ബ്രാഹ്മൺസിന്റെ പോലും ഫുഡ് കഴിക്കാൻ വയ്യ. അയിത്തവും അനാചാരവും നിലനിൽക്കുന്നു. തീണ്ടലും തൊടിയിലും അസ്പർശ്യതും നിലനിൽക്കുമ്പോൾ അവർ പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്തില്ല. കഷ്ടപ്പെട്ടു നടന്നും പോകുന്ന വഴിക്ക് ഒരു ജലാശയത്തിൽ ഇറങ്ങി മുങ്ങിപ്പൊങ്ങുമ്പോൾ അവരുടെ പക്കലേക്ക് ഒരു സരസ്വതി വിഗ്രഹം കിട്ടി. കയ്യിൽ പേര് പോലെ കിട്ടിയ ഈ വിഗ്രഹത്തെ അവർ പൂജിച്ചു, ബഹുമാനിച്ചു. എന്നിട്ട് ഈ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ ഇത്തരമൊന്നും കിട്ടിയല്ലോ എന്നോർത്ത് ആളുകൾ അവളെ ബഹുമാനിക്കാൻ തുടങ്ങി, ആദരിക്കാൻ തുടങ്ങി. അവർ ദൈവപരിവേഷം കാണാൻ തുടങ്ങി. പക്ഷേ യാത്ര പുരോഗമിച്ച് കാലം കുറെ കഴിഞ്ഞപ്പോൾ പട്ടിണിയും പരിവട്ടവും നിമിത്തമുണ്ടായ അൾസർ ബാധിതനായി വഴിയോരത്തപ്പൻ മരിച്ചു വീണു. വലിയ നിരാശയിലും കഷ്ടപ്പാടിലും ഈ പെൺകുട്ടി ഒറ്റപ്പെടുന്ന രാത്രിയിൽ തൻ്റെ കയ്യിൽ നിന്ന വിഗ്രഹം കയ്യിലെന്തിട്ട് ചോദിച്ചു, ഞാൻ അനേകരോട് നിന്നെക്കുറിച്ച് പരിചയപ്പെടുത്തി, നിന്നെപ്പറ്റിയുള്ള സ്തോത്രങ്ങളും സ്തുതികളും പാടിക്കൊടുത്തു. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനമില്ല. വന്ന വഴികളിലൊന്നും എനിക്ക് സാന്ത്വനമില്ല. എന്നെ സാന്ത്വനപ്പെടുത്താൻ നിനക്കെന്തുകൊണ്ട് കഴിയാതെ പോയി. എൻ്റെ അപ്പൻ ദയനീയമായ അവസ്ഥയിൽ ഇത്തരത്തിൽ മരിച്ചു വീണ ആ വേദനയെല്ലാം അവൾ പങ്കിട്ടിട്ട് ഇതെടുത്ത് ദൂരേക്ക് കളഞ്ഞു. അന്ന് അവൾക്ക് കിട്ടിയ ദിവ്യമായ ഒരു ആത്മീക ചൈതന്യം നിമിത്തം അവൾ യേശുവിനെ കർത്താവൻ രക്ഷിതാവായി സ്വീകരിച്ചു. ആ സ്ത്രീ ഒരു മെൻഡറെ പരിചയപ്പെട്ടു. പരിതഫലമായി ലണ്ടനിലും അമേരിക്കയിലുമൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ആളുകൾ സുഖലോലുപരായി സന്തോഷയുക്തന്മാരായി ജീവിക്കുന്ന കാഴ്ച കണ്ടു. മാംസഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടു. എല്ലും തോലുമായി നടക്കുന്ന ഈ നാട്ടിലെ ആളുകളെ പോലല്ല. പട്ടിണി വന്ന് മരിക്കേണ്ടതില്ല. വിഭവസമൃദ്ധമായ ഈ രാജ്യത്തിലെ വിഭവങ്ങൾ മുഴുവൻ മതത്തിൻ്റെ ദുരാചാരണങ്ങളുടെ പേരിൽ ഇങ്ങനെ നശിപ്പിക്കപ്പെടുന്നു. അവൾക്ക് അവിടെ ജീവിക്കാം സ്വസ്ഥതയോടെ. പക്ഷെ ആ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ തിരിച്ചു വന്നിട്ട് സതി പിന്തള്ളിക്കളയുന്ന ആർക്കും വേണ്ടാത്ത സ്ത്രീകളെ, ആർക്കും വേണ്ടാത്ത അനാഥരെ, വിധവമാരെയൊക്കെ പിടിച്ചെടുത്ത് ഒരു സ്ഥാപനം ആരംഭിച്ചു. ആ സ്ഥാപനം പൊട്ടിക്കെട്ടാൻ ഈ രാജ്യത്തിലെ സവർണ മേധാവികൾ പലവട്ടം ശ്രമിച്ചിട്ടും അവൾക്കുള്ള സ്വാധീനം ഉപയോഗിച്ച് അതിനെയൊക്കെ ചെറുത്തു. നോക്കണേ, അന്തർമാർക്ക് ലിപി ഉണ്ടാക്കുന്ന ബ്രെയിലി ലിപി മറാഠി ഭാഷയിൽ ഉണ്ടാക്കിയ സ്ത്രീയാണവൾ. കിൻഡർ ഗാർട്ടൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യം കിൻഡർ ഗാർട്ടൻ എന്നറിയപ്പെടുന്ന സ്കൂൾ സ്ഥാപിച്ചത് ഈ പാവ സ്ത്രീയാ. 4 അടി പൊക്കം മാത്രമുള്ള ആ സഹോദരി കിടന്ന കട്ടിലൊക്കെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 4 അടി പൊക്കം, ഒരു കുള്ളത്തി എന്ന് പറയാവുന്ന ഒരു സഹോദരി. പക്ഷേ ആ ചെറിയ സഹോദരിയുടെ ചിന്താമണ്ഡലങ്ങളിൽ കൂടി കടന്നുപോയ വിപ്ലവാത്മകമായ ആശയങ്ങളാ സതിയുടെ നിരോധനം വരെ കാര്യങ്ങളെത്തിയെന്ന് മാത്രമല്ല, അവരുടെ ഈ രാജ്യത്തിലേക്കുള്ള സംഭാവനകളെ പുരസ്കരിച്ചുകൊണ്ട് സ്വതന്ത്ര ഇന്ത്യ 1960 ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി അവരെ ആദരിച്ചു. 1993 വില്യം കേരിയെ ഒരു തപാൽ സ്റ്റാമ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യം ആദരിച്ചു. ഈ 2 ചരിത്രം ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയണ്ടേ? ഇതൊക്കെയാ ഞങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്തത്. ഈ രാജ്യത്തിലേക്ക് വന്ന വില്യം കേരിയാണ് ഇന്ത്യ മഹാരാജ്യത്തിൽ ആദ്യമായിട്ട് ഒരു കോളേജ് സ്ഥാപിക്കുന്നത്. ഒരു കോളേജ് കേരളത്തിൽ ആദ്യത്തെ കോളേജ് ആരാ സ്ഥാപിച്ചത്? ആദ്യത്തെ സ്കൂൾ ആരാ സ്ഥാപിച്ചത്? പൊതുവിദ്യാഭ്യാസം ഗവൺമെന്റ് തുടങ്ങുന്നതിനും അപ്പുറത്ത് ഈ രാജ്യത്ത് ക്രൈസ്തവർ സ്കൂൾ ആരംഭിച്ചു, കോളേജുകൾ ആരംഭിച്ചു, ആതുരാലയങ്ങൾ ആരംഭിച്ചു. ഇങ്ങനെ നാടിന്റെ മാറ്റത്തിന്റെ മണിമുഴക്കത്തിന് പിന്നിൽ ഉജ്ജ്വലമായി പ്രവർത്തിച്ച ഞങ്ങളെ നോക്കിയിട്ട് മതപരിവർത്തന ലോബി എന്ന് പേരിട്ട് വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിങ്ങളുടെ നേതാക്കന്മാർ പലരും വന്നിരുന്ന് പഠിച്ചത് ഈ സ്ഥാപനത്തിലാണ്. അവരെ പഠിപ്പിച്ച് മതം മാറ്റുകയായിരുന്നില്ല എന്ന ബ്രിട്ടാസ് പറഞ്ഞ ആശയം ഞാൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുമ്പോൾ, മതം മാറ്റം എന്നൊരു രഹസ്യ അജണ്ടയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ യാതൊരുവൻ വിശ്വസിച്ച് യേശുവിനെ സ്വീകരിച്ച് മുമ്പോട്ട് വരുമോ അതിന് രഹസ്യ സ്വഭാവമൊന്നുമില്ല. ഞങ്ങൾ വരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഈ മണ്ഡലത്തിൽ ചേർക്കും. അതിന്റെ കാരണം എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചാൽ മതി. ഓർത്ത് നോക്ക്, രാംനാഥ് കോവിന്ദ് എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിക്കും ക്ഷേത്രത്തിൽ കടക്കാനാവാത്ത അശുദ്ധിയുള്ള നാടല്ലേ ഇത്. ഇന്ത്യയുടെ പ്രഥമ പൗരന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇത് കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട ചോദിക്കട്ടെ, സെന്റ് പീറ്റേഴ്സ്
പീറ്റേഴ്സ്ബർഗ് ഉൾപ്പെടെ ലോകത്തിലെ ഏതെങ്കിലും ക്രിസ്തീയ പള്ളിയിൽ ഏത് ആദിവാസിക്കും കയറാം, ഏത് സാധാരണക്കാരനും കയറാം, ഏത് ദലിതനും കയറാം. മാന്യമായ വസ്ത്രധാരണത്തോടുകൂടി മര്യാദകൾ പാലിച്ചുകൊണ്ട് നിങ്ങൾക്ക് കടക്കാൻ പറ്റാത്ത ഒരു ക്രിസ്തീയ ദേവാലയം ലോകത്തില്ല. മഹത്തരമായ ഈ ആശയം, മനുഷ്യൻ ഒന്നാണെന്ന് പറഞ്ഞ ഈ ആശയം, സമത്വവും സാഹോദര്യവും ലോകത്തിന്റെ മുമ്പിൽ വെച്ച ആശയം, കൊച്ചുകുട്ടിക്ക് പോലും അതിന്റെ വില കൊടുത്ത ഈ ആശയം, അതിനെ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ആ നീക്കവും ഞങ്ങളുടെ സമീപനവും മനുഷ്യത്വപരമാണെന്ന് കണ്ടുകൊണ്ട് ആളുകൾ നിരന്തരം ഇതിന്റെ പക്ഷത്തേക്ക് അടുത്തു വരുന്നത് മറ്റൊരു കാര്യം കൂടി. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ചോദ്യം കൂടി എനിക്ക് ബഹുമാനപ്പെട്ട സംഘപരിവാർ സുഹൃത്തുക്കളോടുണ്ട്. നിങ്ങളുടെ ഏത് ഗ്രന്ഥത്തിലാണ് തൊഴിൽ ചെയ്യുന്നവനെ ബഹുമാനിച്ചിട്ടുള്ളത്? ജോലി എടുക്കുന്നവനെ ബഹുമാനിച്ച ഒരു വചനം കാണിച്ചു തന്നാൽ, മാന്യമായി തൊഴിലെടുക്കുന്നവനെ കണ്ട് അവനെ ആദരിച്ച ഒരു വചനം കാണിച്ചു തന്നാൽ, ഇതേ പരസ്യവേദിയിൽ വന്ന് ഞാൻ ക്ഷമ പറയും. ഇതേ പരസ്യവേദിയിൽ ഞാൻ വായിച്ച വേദങ്ങളിലൊന്നും തൊഴിലെടുത്തവനെ ബഹുമാനിച്ചൊരു വാക്യമില്ല. ആക്ഷേപിച്ച വാക്യങ്ങളേ ഉള്ളൂ. ഉദാഹരണം പറയാ, ഞാനും നിങ്ങളും ചായ കുടിച്ചിട്ട് ഗ്ലാസ് വഴിയിലെറിഞ്ഞു. ആ വഴിയിലെറിയുമ്പോൾ നഗരസഭയുടെ ജീവനക്കാരിവിടെ വരും. ഇപ്പോഴാണെങ്കിൽ ഫൈൻ അടിക്കും, അത് വേറെ കാര്യം. നല്ലത് ഇവിടേക്ക് വലിച്ചെറിഞ്ഞിട്ടേ നമ്മളങ്ങോട്ട് പോയി കഴിയുമ്പോൾ നഗരസഭയുടെ ജീവനക്കാർ വന്ന് തൂത്ത് പെറുക്കി ഇതൊക്കെ അവിടേക്ക് ഇടുക. അവരും മനുഷ്യരല്ലേ, അവരും കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. അവർ വന്ന് ഈ കയ്യിൽ ഗ്ലൗസും ഒക്കെ ഇട്ട് ഇതങ്ങോട്ട് പെറുക്കുക. പെറുക്കി ഇടുമ്പോഴേക്ക് നമുക്കിവരെന്തോ കുറഞ്ഞ മനുഷ്യരായി തോന്നുന്നെങ്കിലേ കുറവ് നിന്റെ ഹൃദയത്തിനാ സംഭവിച്ചത്. മനസ്സിലായില്ലേ? ഇങ്ങനെ പേപ്പറും മാലിന്യവും ഇട്ട് നാടിനെ അശുദ്ധനാക്കുന്നവൻ സാറാണെന്ന്, അവൻ മാന്യനാണെന്ന് നോക്കണം. നാടിനെ അശുദ്ധമാക്കുന്നവൻ മാന്യനും അശുദ്ധി പെറുക്കിക്കളയുന്നവൻ തോട്ടി എന്ന് വിളിച്ച മോശപ്പെട്ട സംസ്കാരമല്ലേ സനാതനം പഠിപ്പിച്ചത്? ഇവിടെ എവിടെയാ മനുഷ്യന് പരിഗണന കൊടുത്തത്? പുരോഹിതന്മാർക്കല്ലാതെ ബ്രാഹ്മണിക്കൽ പുരോഹിതന്മാർക്കും ക്ഷത്രിയ രാജാക്കന്മാർക്കും ഒഴികെ വേറെ ആർക്കാണ് ഇവിടെ പദവിയും പരിഗണനയും കൊടുത്തതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു പഠിപ്പിച്ചാൽ കൊള്ളാം. ഞാൻ പറയട്ടെ, മുടി വെട്ടുന്നവനെ ബഹുമാനിച്ചിട്ടുണ്ടോ ഈ രാജ്യം? ഒരു ഡോക്ടർ ചെയ്യുന്ന സേവനം പോലെ നിന്നെ സുന്ദരനാക്കാൻ സുമുഖനാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ക്ഷുരകനെ എന്ത് പേരിട്ടാ വിളിച്ചത്? അമ്പട്ടരെന്ന് വിളിച്ച് ആക്ഷേപിക്കില്ലേ? ആ മഹത്തരമായ ജോലിയെ ആക്ഷേപിച്ചിട്ടില്ലേ? പണിയെടുക്കുന്ന പാവപ്പെട്ടവനെ ആക്ഷേപിച്ചിട്ടില്ലേ? വയലിൽ പണിയെടുക്കുന്നവനെ ആക്ഷേപിച്ചിട്ടില്ലേ? അവനെ നിനക്കന്നം വിളയിക്കുന്ന പാവപ്പെട്ടവനെ ചാട്ടവാറുകൊണ്ട് നിരന്തരം തല്ലി പരിക്കേൽപ്പിച്ചിട്ടില്ലേ? അന്നം വിളയിക്കുന്ന പാവപ്പെട്ടവനെ, പണിയെടുക്കുന്നവനെ, റോഡരികിൽ കഷ്ടപ്പെടുന്നവനെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തിയ ക്രൂരതയുടെ പേരല്ലേ സനാതനം? ഇത്തരം സനാതനങ്ങളെ മുഴുവൻ കടപുഴകിക്കൊണ്ട് ഞങ്ങൾ മഹത്തരമായ ഒരു ആശയം പറയും. ലോകത്തിന്റെ ചരിത്രത്തിൽ പണിയെടുത്തവനെ, മുക്കുവ തൊഴിലാളിയെ, കഷ്ടപ്പെടുന്നവനെ, അധ്വാനിക്കുന്നവനെ സ്വന്തം ജീവിതത്തിലോട് ചേർത്ത് നിർത്തി മാറോറണച്ച മഹത്തര പ്രത്യയശാസ്ത്രത്തിന്റെ പേരാ സുവിശേഷം. ഗലീലിയ കടൽക്കരയിൽ തിരസ്കരിക്കപ്പെട്ട മത്സ്യബന്ധന തൊഴിലാളികളെ, പാവപ്പെട്ട മനുഷ്യരെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ കാണികൾ പറയുന്നുണ്ടേ, അങ്ങേക്ക് പ്രസിദ്ധനാകണമെന്നുണ്ടെങ്കിൽ യെരുശലേമിൽ പോയാൽ കൂടെ സമ്പൽ സമൃദ്ധമായ യെരുശലേമിൽ ചെന്നാൽ ആയിരങ്ങൾ നിന്റെ പിന്നിൽ അണിനിരക്കുമെന്ന് ആളുകൾ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാൻ താല്പര്യം കാണിക്കാത്ത എന്റെ ഗുരു ഗലീലിയ എന്നറിയപ്പെടുന്ന അപരിഷ്കൃതമായ ഒരു ഗ്രാമത്തിലെ ഒരു കടലോരത്ത് നിന്നോട്ട് വിളിച്ചു പറഞ്ഞ വാക്കുകൾ ഇന്നും സുവർണ ലിപികളിൽ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലങ്ങൾ ഇപ്പുറത്തു നിന്ന് മാർക്സ് വിളിച്ചു പറഞ്ഞു, സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും. മാർക്സ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കാൻ പറയുന്നതിനപ്പുറത്ത് മുമ്പ്, കാലങ്ങൾക്കപ്പുറത്ത് മുമ്പ് തരള ഹൃദയനായ ക്രിസ്തു ആധികാരികതയോട് വിളിച്ചു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അരികിൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് 2000 ആണ്ടുകൾക്ക് മുമ്പ് വിളിച്ചറിയിച്ച മഹത്തരമായ ആശയങ്ങളുടെ ഉൽപാദന കേന്ദ്രത്തിന്റെ പേരാ ക്രിസ്തു. ഈ ക്രിസ്തുവിനെ ഞങ്ങൾ അഭിമാന പുരസരമാണ് പ്രസംഗിക്കുന്നത്. ശബ്ദം താഴ്ത്തി യേശുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഏതെങ്കിലും ധാർമ്മികതയുടെ അളവുകൾ കൊണ്ട് ഈ രാജ്യത്തിലെ സനാതന ധർമ്മമോ ലോകമതത്തിലെ ഏതെങ്കിലും സംസ്കാരമോ ധന്യനായ യേശു ക്രിസ്തുവിനെയും അവിടുത്തെ പവിത്രതയെ അളക്കാൻ മുമ്പോട്ട് വരുമെങ്കിൽ ഞങ്ങൾ പറയും, അവന്റെ നിസ്തുല്യതയ്ക്ക് മുമ്പിൽ, ആധികാരികതയ്ക്ക് മുമ്പിൽ, മാനവ സ്നേഹത്തിന് മുമ്പിൽ, സമത്വത്തിന് മുമ്പിൽ, സാഹോദര്യത്തിന് മുമ്പിൽ അവൻ ഉയർത്തിയ 2000 ആണ്ടുകൾക്കപ്പുറത്തുള്ള ആശയ ലോകത്തിന്റെ മുമ്പിൽ നേരെ പിടിച്ചു നിൽക്കാൻ കെൽപ്പുള്ള ഒരു ഋഷിവര്യനെയും ഇന്ത്യ മഹാരാജ്യം കണ്ടിട്ടില്ല, ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ട് പ്രസംഗിക്കാൻ കൊള്ളാവുന്ന, അനുഗമിക്കാൻ കൊള്ളാവുന്ന ഉജ്ജ്വലനായ, ആത്യന്തികനായ ഈ ദൈവപുത്രനെ നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി ഉയർത്തി കട്ടിക്കൊണ്ട് പകരം മരണം വിധിച്ചാലും, ജയിൽ വിധിച്ചാലും, തടവറ വിധിച്ചാലും, കയ്യാമം വിധിച്ചാലും യേശു ഉലകത്തിന്റെ രക്ഷകൻ എന്ന് പ്രസംഗിക്കാനുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ആവർത്തിക്കുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. നോക്കണം, സകല മനുഷ്യർക്കും തന്റെ ജീവിതത്തിലേക്ക് സ്വാന്തനത്തിന്റെ കരം നീട്ടിയവനാണ് യേശു. ഞാൻ ഒറ്റ ചിന്ത കൂടി പറയുന്നത്, എൻ്റെ ജോലി അതാണല്ലോ. കേൾക്കണം, നിങ്ങൾ യേശുവിൻ്റെ ജീവചരിത്രം പഠിക്കണം. ആ ജീവചരിത്രത്തിൽ മത്തായിയുടെ സുവിശേഷം എന്നൊന്നുണ്ട്. തലമുറകളുടെ കണക്ക് അവിടെയുണ്ട്. ആ തലമുറയുടെ കണക്കിൽ 4 സ്ത്രീകളുടെ പേരുണ്ട്, ബാക്കിയൊക്കെ പുരുഷന്മാരുടെ പേരാ.
അവിടെ പറയുന്ന 4 സ്ത്രീകളുടെ പേരിൽ ഒരാൾ താമാറാണ്, താമാർ. ഇനിയും ഒരാൾ ഊരിയാവിൻ്റെ ഭാര്യ, ഇനിയും ഒരാൾ രാഹാവ് എന്ന വേശ്യ, ഇനിയും ഒരാൾ രൂത്ത്. ഈ സ്ത്രീകളുടെ ഒന്നും ചരിത്രം അത്ര നല്ല ചരിത്രമല്ല. ആ ചരിത്രത്തിൽ വലിയ കളങ്കങ്ങളുണ്ട്. താമാറിൻ്റെ ചരിത്രം നല്ല ചരിത്രമല്ല. രൂത്തിൻ്റെ പാരമ്പര്യം നല്ല പാരമ്പര്യമല്ല. രാഹാബിൻ്റെ പശ്ചാത്തലം ശ്രേഷ്ഠകരമായതല്ല. ശ്രേഷ്ഠ പശ്ചാത്തലമുള്ള സാറയുണ്ട്, റിബേക്കയുണ്ട്, കുലമഹിമയ്ക്ക് പേരുകെട്ട മഹത്തരങ്ങളായ സ്ത്രീരത്നങ്ങളുണ്ട്. അവരുടെ പേര് മുഴുവൻ മാറ്റി പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുത്തത് യേശുവിൻ്റെ മുത്തശ്ശിമാരുടെ ഗണത്തിൽ ഇത്തരം സ്ത്രീകളെ അണിനിരത്തിയിട്ട് വിളിച്ചു പറയും, ഇവർ കൂടിയാ എൻ്റെ മുത്തശ്ശിമാർ. എന്താ കാരണമെന്നറിയണ്ടേ? ഇവരെൻ്റെ മുത്തശ്ശിയാണെന്ന് പറയുമ്പോൾ ഇവരുടെ അവഗണനയോ പ്രതിസന്ധികളോ നിമിത്തം യേശു ചെറുതാകെയല്ല. ഒളിച്ചു വെക്കുന്ന ചരിത്രമല്ലിത്. മറിച്ച് ഈ തലമുറയിൽ യേശു വിടർന്നപ്പോൾ യേശുവിൻ്റെ രക്തത്തിന് ഒരു റിവേഴ്സ് പവറുണ്ട്. ആ രക്തത്തിൻ്റെ സാംക്രമണം രൂത്തിനെ വിശുദ്ധയാക്കുക, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വ്യാപരിപ്പിക്കാൻ കഴിയുന്ന ആ ദൈവകൃപയുടെ പേരാ ക്രിസ്തു. അങ്ങനെ അശുദ്ധരെന്ന് ലോകം വിധിയെഴുതിയ ഈ സ്ത്രീകളും എൻ്റെ മുതുമുത്തശ്ശിമാരാണെന്ന് അഭിമാന പുരസരം പറഞ്ഞുകൊണ്ടേ അവഗണിക്കപ്പെട്ടവന്, പാർശ്വവൽകൃതന്, പ്രാന്തവൽക്കരിക്കപ്പെട്ടവന്, അരികുവൽക്കരിക്കപ്പെട്ടവന്, സമൂഹത്തിന്റെ എല്ലാ തുറകളിലും നിരാകരിക്കപ്പെട്ടവന്, എന്തിന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദയ്ക്ക് പോലും സാന്ത്വനം വാഗ്ദാനം ചെയ്ത മഹത്തരമായ സമാധാനത്തിന്റെ ചിന്തയാണ് യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ചുരുക്കത്തിൽ എതിർക്കാൻ വരുന്നവനെ വാളുകൊണ്ട് വെട്ടുന്ന മാർഗമല്ലിത്, ബോംബെറിയുന്ന മാർഗമല്ലിത്, ആക്രമിക്കുന്ന മാർഗമല്ലിത്. കയ്യിൽ കരവാൾ എന്തിക്കൊണ്ട് ആഞ്ഞു വെട്ടി കഴുത്തിറക്കാൻ ഓടിയെടുക്കുന്നവരെയും കരം നീട്ടി ആശ്ലേഷിച്ച് മാറോടണക്കുന്ന ഒരൊറ്റ മാർഗം ഉലകത്തിലുണ്ടെങ്കിൽ ആ മാർഗം യേശുക്രിസ്തുവിന്റെ മാർഗമാണ്. ചുടിയോടെ ചിന്തേണ്ടി വന്നാലും അവസാന നിമിഷം വരെ ഈ ക്രിസ്തുവിന്റെ രക്ഷകനെന്ന് ഉലകത്തോട് പറയാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്ന സ്നേഹമാണ് കർത്താവായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച എൻ്റെ സഹോദരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമുക്കെല്ലാം പ്രശ്നം വരാൻ പോവാ, തീരാൻ പോവല്ല. ഇന്ത്യയിൽ ജയിലുകൾ ഒരുങ്ങുന്നു, ഇന്ത്യയിൽ കപട ദേശീയവാദികൾ ഒരുങ്ങുന്നു, ഇന്ത്യയിൽ തീവ്രവാദം ശക്തിപ്പെടുന്നു. ഇത്തരം ജയിൽ കണ്ടാൽ, ഇത്തരം തീവ്രവാദ സംഭവങ്ങളെ കണ്ടാൽ നാളെ ആക്രമിക്കപ്പെടാൻ ഞാനും നിങ്ങളും സന്നദ്ധരാകേണ്ടി വരും, ആക്രമണത്തിന് വിധേയരാകാൻ എന്നുള്ള നിലയിൽ യേശുവിന് വേണ്ടി സമർപ്പിതരായ ഇന്നിവിടം വിട്ടു പോകാവൂ. സന്തോഷമുണ്ടോ? ഇരിക്കട്ടെന്നേ. അവസാനം എനിക്കറിയില്ല, വടക്കേണ്ടിലൊക്കെ നിർബന്ധിച്ചെന്തിനാ ഈ ജയ് ശ്രീറാം വിളിപ്പിക്കുന്നത്. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ഞങ്ങൾ ജയ് ഒന്നും വിളിക്കാറില്ല, കാരണം ഞങ്ങളുടെ ആരും തോറ്റു കിടക്കുകയല്ലല്ലോ. ഞങ്ങളിങ്ങനെ ജയിന്ന് വിളിക്കുമ്പോൾ ജയിക്കാൻ പാകത്തിന് ഇവിടെ ആരും തോറ്റു കിടക്കൊന്നുമല്ല. ഇങ്ങനെ കൂലിക്കാളിൽ നിന്ന് കത്തിയുടെ മുനകളുടെ സാന്നിധ്യത്തിൽ നിന്ന് പറയേണ്ടതാണോ ഈ ജയവും ഒക്കെ പറയേണ്ട? അങ്ങനെയാണ് ജയിച്ചോ. എംപോസിഷൻ എഴുതിക്ക് പിള്ളേരെയൊക്കെ കൊണ്ട് കേട്ടോ. 10,000 തവണ പോയി എംപോസിഷൻ എഴുതിക്ക് ജയിക്കാൻ കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാം, മരണം വന്നാലും കഴുത്തറത്ത് താഴെ ഇട്ടാലും അറ്റുവീണ കഴുത്തുകൊണ്ടും അവസാന നിമിഷം വരെ ഞങ്ങൾക്ക് ആരാധിക്കാനും സ്തുതിക്കാനും ഒറ്റ നാമം, ഒറ്റ നാമം. ആ സന്നദ്ധതയുള്ളവൻ ഇനിയുള്ള കാലത്ത് ബൈബിൾ എടുത്താൽ മതി, ആ താല്പര്യമുള്ളൊരു ബൈബിൾ എടുത്താൽ മതി. ഞാൻ വിശ്വസിക്കുന്നു ആദരണീയ മോഡിജിയെ അവിടെ ആക്കിയിരിക്കുന്ന ദൈവമാണ്. എന്തിനാണെന്നറിയണ്ടേ? നമ്മളിൽ ചിലരെ കൂടെ മര്യാദ പഠിപ്പിക്കണമെന്ന്. നമുക്ക് വേണ്ടി ഇത്തരം ജയിലുകൾ ഒരുങ്ങി ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇപ്പം കിട്ടിയ ജാമ്യമൊക്കെ വിട്ടേക്ക്, കടുകെട്ടി പിന്നാലെ വരുന്നുണ്ടെന്ന്. ഈ കട്ടിയായ പ്രവണതകൾക്കും പ്രതിസന്ധികൾക്കും അകത്തുനിന്ന് ആ ദൈവത്തിൻ്റെ മനുഷ്യൻ കൊള്ളാകുന്നവനായി തെളിയേണ്ടത്. കഷ്ടത സഹിക്കുന്നത് ഭാഗ്യമാണെന്ന് എഴുതി വെച്ച കിതാബാണിത്. ഞങ്ങൾക്കിതൊന്നും പുതുമയല്ല. ലോകത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രം പഠിച്ചാൽ 10 റോമൻ ചക്രവർത്തിമാർ 300 കൊല്ലം കൊണ്ട് കൊന്നൊടുക്കിയ ക്രൈസ്തവരുടെ എണ്ണം കേൾക്കണമോ? കോടിക്കണക്കിനാണ്. ഞാനേ അത്യാവശ്യം ഒരു ഉലക സഞ്ചാരിയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒപ്പമൊന്നും ആയിട്ടില്ല, എങ്കിലും ചില സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടേ. ഈജിപ്തിൽ ചെന്നൊരു സ്ഥലം കണ്ടു, ഒരു കൊലക്കളം, റോമിലുള്ള ഒരു കൊലക്കളം. ആ കൊലക്കളത്തിലൊരു കാഴ്ച കണ്ടു. ഭൂമിയിൽ നിന്നൊരു 8 അടി മാത്രം ഉയരം പൊക്കമുള്ളൊരു ചെറിയ ബിൽഡിങ്, അതിനകത്ത് കിടക്കാൻ $8-10 കണ്ട് കൊടുക്കണം.
ചില മലയാളികളൊക്കെ മാറി നിന്നു. അപ്പോൾ എനിക്ക് തോന്നിയില്ല എന്തോ കാണും. പൈസ കൊടുത്തങ്ങോട്ട് കയറുമ്പോൾ താഴേക്കുള്ള വലിയൊരു ബിൽഡിങ്ങാണ്, ഭൂമിക്കടിയിലാണ്. പല പടവുകൾക്കാർ ഇങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കുക. ആയിരക്കണക്കിന് അസ്ഥികൂടങ്ങൾ, ആയിരക്കണക്കിന് തലയോടുകൾ. ഈ തലയോടുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ഉച്ചിയിലൊരു സുഷിരം ചിലതിലിങ്ങനെ കമ്പടിച്ചിറക്കിയിരിക്കുക. അതൊക്കെ സൂപ്പർ ഇമ്പോസിഷൻ നടത്തി തൊട്ടുപോയാൽ പൊടിഞ്ഞു പോയി ഇങ്ങനെ വെച്ചിരിക്കുക. അരികിലൊക്കെ ചില കന്യാസ്ത്രീകൾ കൊന്ത നമസ്കാരം നടത്തുന്നുണ്ട്. എന്താ സംഭവം അറിയണ്ടേ? കലിഗുള എന്നൊരു ചക്രവർത്തി ഈ റോം ഭരിച്ചപ്പോൾ ആരോഗ്യത്തിളകാത്തരായ ക്രൈസ്തവരെ കൊണ്ടുവന്ന് ഇവരെ നിർത്തി പൊതുജന സമക്ഷം പറയിപ്പിച്ചു, ഞങ്ങൾ ഇന്ന് മുതൽ ക്രിസ്തുവിനെ തള്ളി കലിഗുളയെ ദൈവമായി അംഗീകരിക്കണമെന്ന് പറയണം. പറയാത്ത ആളുകളെ പെഞ്ഞിലേക്ക് പിടിച്ചു കെട്ടി ദണ്ടോട് ചേർത്തിരുത്തിയിട്ട് ഉച്ചയ്ക്ക് ഇരുമ്പ് കൊണ്ട് അടിച്ചിറക്കിയോ കൂർത്ത മുനയുള്ള തടിക്കഷ്ണം അടിച്ചിറക്കിയോ കൊന്നു കൊലവിളിച്ച് അങ്ങനെ സത്യത്തിന് വേണ്ടി നിവരെ നിന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ തലയോടുകൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ്. ഇതൊക്കെ കണ്ട എന്നെ ചുമ്മാ ഓലപ്പാമ്പ് കെട്ടി പേടിപ്പിക്കാതെ. ആ കാഴ്ച കണ്ട ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ വന്നില്ലേ ഒരാവേശം. ആട്ടെ, ഞാനൊരു കാര്യം പറയും, ഇത് കേട്ടപ്പോഴേ പറഞ്ഞു. നമ്മളെക്കാൾ ദൈവം സ്നേഹിച്ചത് സ്റ്റാൻ സ്വാമിയെയും ബഹുമാനനായ നമ്മുടെ പ്രീതി മേരി സഹോദരിയെയും വന്ദന സിസ്റ്ററെയും ഒക്കെയാണ്. നമ്മളൊന്നും അത്രയും വിശുദ്ധരല്ലാത്ത കൊണ്ട് തൊടുപുഴ തങ്ങി. ദൈവരെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവാത്. അനുഗ്രഹത്തിൻ്റെ തെളിവേ അമ്പരചുംബികൾ വെട്ടിപ്പിടിക്കുന്നതല്ല, പുത്തൻ വണ്ടി വാങ്ങുന്നതല്ല. സഹനത്തിൻ്റെ സമരപാതയിലൂടെ യേശുവിന് വേണ്ടി എരിഞ്ഞെരിഞ്ഞെരിഞ്ഞടങ്ങുന്നതാണ്. ആട്ടെ, യേശുവിന് വേണ്ടി എരിഞ്ഞടങ്ങാൻ തിരിച്ചടിക്കാതെ ആയുധമെടുക്കാതെ ആക്രമിച്ചവന് വേണ്ടി അവസാന നിമിഷവും പ്രാർത്ഥിച്ചു അവനെ മാത്രം എന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥനയൊഴികെ ഒരു പ്രതികരണവുമില്ലാതെ, ഞാൻ പ്രതികാര ബുദ്ധിയൊന്നുമില്ലാതെ അവർക്ക് വേണ്ടിയും നിലനിൽക്കുമെന്ന ഉറപ്പോടെ മരണം വന്നാലും എനിക്ക് യേശുവിനെ വിട്ടുപോകാൻ കഴിയില്ല എന്ന ഉദാത്ത വിശ്വാസം കൈമുതലാക്കി ഇന്നിവിടം വിട്ടുപോകാൻ ഈ വചനം കേൾക്കുന്നവർക്ക് അത്യുന്നതൻ സംഗതിയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആട്ടെ, ഇത്തരമൊരവസ്ഥ എനിക്കും നിങ്ങൾക്ക് നാളെ വന്നാൽ ചങ്ക് പതറാതെ അടിപതറാതെ ചങ്കുറപ്പോടെ കരുത്തോടെ ഞാൻ യേശുവിൻ്റെ സാക്ഷിയാകും. ഏത് ഭീഷണിക്കും വഴങ്ങാതെ രക്ഷകനെ തല്ലാതെ നിവര നിൽക്കും. പകരം മരണം വരട്ടെ, ജയിൽ വരട്ടെ, ആപത്ത് വരട്ടെ, വാൾ വരട്ടെ, പ്രതിസന്ധി കൂടാതെ നിവര നിൽക്കും. ഈ ഉറപ്പുള്ളവർ മാത്രം സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചിട്ട് അവസരം വന്നാൽ അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനും ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. അങ്ങയ്ക്ക് വേണ്ടി സുവിശേഷത്തിനു വേണ്ടി പട്ടിണി കിടക്കാനും ത്യാഗം സഹിക്കാനും ഏൽപ്പിച്ചു തരുന്നു. അങ്ങയ്ക്ക് വേണ്ടി ഒറ്റപ്പെടാനും പരിഹസിക്കപ്പെടാനും ഏൽപ്പിച്ചു തരുന്നു. ആഗ്രഹമുള്ളവർ മാത്രം ഒന്ന് കരമുയർത്തിയട്ടെ. ഉയർത്തപ്പെട്ട കരങ്ങൾ വീണ്ടും അടുത്ത 2 മണിക്കൂർ കൂടി പ്രസംഗിക്കാൻ പുതിയൊരു ആവേശം എന്നിൽ പകരുന്നുണ്ട്. സമയപരിധി കൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുന്നു. ഇത് അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കൺക്ലൂഷൻ 1 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ പറയട്ടെ. ഞങ്ങളുടെ ശ്രേഷ്ഠ അപ്പോസ്തലനെ ഇതുപോലൊരു കാരാഗൃഹത്തിൽ പിടിച്ചിട്ടു. ആ കാരാഗൃഹത്തിൽ വെച്ച് ഒരു ഉത്തരവ് കൈപ്പറ്റി ഉത്തരവിൽ എഴുതിയിരുന്നു, ഈർച്ചവാളിനാൽ കൊല്ലും. തടിയിറക്കുന്ന വാളുകൊണ്ട് കൊലപ്പെടുത്തുമെന്ന ഉത്തരവ് കൈപ്പറ്റിയപ്പോൾ ആ ഉത്തരവ് കണ്ട് പൊട്ടിക്കരയാതെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും എന്ന് മൊഴിമാറ്റം നടത്തിയ ആ അപ്പോസ്തലൻ ആ ജയിലിൽ നിന്ന് അടുത്ത ഘട്ടം 3 ഫൗണ്ടർ എന്നറിയപ്പെടുന്ന കൊലക്കളത്തിലേക്ക് വലിച്ചിഴച്ച് ദാരുണമായി കൊല്ലാൻ കൊണ്ടുപോകുമ്പോഴും വിളിച്ചു പറഞ്ഞ കാര്യം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം.